ഹലോ, നമ്മുടെ പരിപാടി ആരംഭിക്കുകയാണ്. പ്രിയപ്പെട്ട എല്ലാ ആളുകളും നമ്മുടെ സദസ്സിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ഫോട്ടോ എടുക്കാനും മറ്റുള്ളതിനൊക്കെ സൗകര്യം ഇതിന് ശേഷം ഉണ്ടാകും. ആദ്യം നമ്മുടെ പരിപാടിയാണ്. അദ്ദേഹത്തിന് ഇത് കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെ കറക്റ്റ് സമയത്തിന് എത്തേണ്ടതുണ്ട്. എല്ലാവരും ഒന്ന് സഹകരിച്ചുകൊണ്ട്, ഇതിൻ്റെ സംഘാടകരോട് പൂർണ്ണമായി സഹകരിച്ചുകൊണ്ട് എല്ലാവരും ഒന്ന് വേദിയിലിരുന്ന് നമ്മോട് സഹകരിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. പ്ലീസ്, കസേര ഓരോ സ്ഥലങ്ങളിലും ഉണ്ട്. സംഘാടകർ കസേര എത്തിച്ചു തരുന്നുണ്ട്. ഈ പരിപാടിയോട് പൂർണ്ണമായി സഹകരിച്ചിരിക്കണമെന്ന് അറിയിക്കുന്നു. ഈ വേദിക്ക് സ്വാഗതം അർപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ MES കോളേജിലെ സ്റ്റുഡന്റ് കൂടിയായ കുമരനല്ലൂരിലെ ടി സുമയ്യയെ ക്ഷണിക്കുന്നു. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. കടന്നു വരുന്ന പുതിയ തലമുറക്ക്, നമ്മുടെ വിദ്യാർത്ഥിനികൾക്ക് ഇരിക്കാനുള്ള സൗകര്യം പ്രിയപ്പെട്ട മുതിർന്ന ആളുകൾ ചെയ്തു കൊടുക്കണമെന്ന് പറയാൻ ഭയങ്കര മടിയുണ്ട്. എന്നാലും നമ്മുടെ ഈ പരിപാടിയുടെ ഒരു വിജയം അതിലൂടെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും സഹകരിക്കുമെന്ന് വിചാരിക്കുകയാണ്. എല്ലാ വിദ്യാർത്ഥിനികൾക്കും ഈ വേദിയിലേക്ക് കടന്നിരിക്കാനുള്ള ഒരു അവസരം പ്രിയപ്പെട്ട മുതിർന്ന ആളുകൾ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. Good morning, all of you. As we all know, we are gathered here for the election campaign of our Harris UDF candidate BT Balram sir. And today's program is called as Chodikkanum Parayanum. First of all, I'm thanking all the organizers for giving me a chance to have this great honor. And I'm so happy and I'm so thrilled for sharing a stage with this noble souls. So for the first time, I'm welcoming SMK Tangal, UDF convener, who's doing the presidential address for this program. And our chief guest, absolutely legend, Dr. Shashi Tharoor ji, our MP Dr. Shashi Tharoor ji. I know there's no need for a special introduction to him. He is very familiar for all of us. And he's not only a world-renowned writer, but also world-renowned Indian citizen. And he's also former Under-Secretary of UN and many more. So, I'm inviting and welcoming VT Balram sir, our candidate, to the stage. And CV Balachandran sir, KPCC spokesperson. And Salam Master, IUML District Secretary. And the pillar representatives of this program, our overseas representative, Haidar Tattatharath, UDF UAE coordinator, and Maruf Korikara, UDF UAE coordinator. പ്രവാസികളും നമ്മുടെ കാൻഡിഡേറ്റ് VT ബൽറാം സാറും തമ്മിലുള്ള ബന്ധം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞറിയിക്കാവുന്നതിലപ്പുറമാണ്. ഇക്കഴിഞ്ഞ കോവിഡ് കാലത്ത് തന്നെ നമ്മൾ വ്യക്തമായി കണ്ടറിഞ്ഞതാണ്. ഈ സമയത്ത് കോവിഡ് പ്രതിസന്ധി നേരിട്ടപ്പോൾ അവർക്ക് വേണ്ട മരുന്നുകൾ, അവരുടെ യാത്രയ്ക്ക് ആവശ്യമായ ടിക്കറ്റുകൾ, അവിടെ വളരെ പ്രതിസന്ധിയിലായ നമ്മുടെ നാടിന്റെ നെടുന്തൂണായിരുന്ന പ്രവാസികൾക്ക് വേണ്ടി സഹായഹസ്തങ്ങൾ നൽകിയത് മറ്റെല്ലാ MLA-മാരിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട VT ബൽറാം സാർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ the bond between overseas and our VT Balram sir is unbreakable. Okay, I'm welcoming all the viewers and other UDF leaders who are gathered here, because without you all, this program will be a big zero. Okay, and especially I'm welcoming KMCC and OICC members who sponsor this awful program for us. And once again, I'm inviting and welcoming you all for this wonderful session called Chodikkanum Parayanum. And I'm thanking all of us who gathered here. And I'm changing my positions. I'm inviting SMK Tangal for the presidential address. Thank you all. പ്രൊഫഷണൽ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി
പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ. വളരെ കൃത്യമായ ഒരു മാനിഫെസ്റ്റോയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ നേരിടാൻ പോകുന്നൊരു തിരഞ്ഞെടുപ്പാണിത്. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ശാക്തീകരണവും വിദ്യാഭ്യാസവും തൊഴിൽ സാധ്യതകളും അഭിരുചി വികസനവും പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ്, സ്വകാര്യ മേഖലയിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ, അങ്ങനെയുള്ള കുറെ കൃത്യമായ വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തി രൂപപ്പെടുത്തിയ ഒരു മാനിഫെസ്റ്റോയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. ആ മാനിഫെസ്റ്റോയെ പറ്റി ഡോക്ടർ തരൂരും ബൽറാമും വിശദീകരിക്കും. നമ്മൾ വളരെ പോസിറ്റീവായ നാളെയുടെ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചാണ് ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോകുന്നത്. അതിന്റെ വിശദാംശങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനും നിങ്ങൾ വഴി ഈ മണ്ഡലത്തിലെ ആളുകളിലേക്ക് എത്തുവാനും വേണ്ടിയാണ് ഇത്തരം ഒരു പരിപാടി നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. കൈത്താങ് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സമയമാണ് ഇതെന്നറിയാം. കൈത്താങ്ങിനൊപ്പം ഒരു കൈത്തൊഴിലും എന്ന രീതിയിലാണ് നമ്മൾ മുൻപോട്ട് പോകുന്നത്. സഹവർത്തിത്വത്തിന്റെ, സാഹോദര്യത്തിന്റെ, പരസ്പര സഹായത്തിന്റെ, പുരോഗമന ആശയങ്ങളുടെ നാളെയുടെ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചുകൊണ്ട് ബൽറാം നിങ്ങളോട് വോട്ട് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് പിന്തുണ നൽകാനായി നമ്മുടെ ആഗോള പൗരനും നമ്മുടെ വ്യക്തിപരമായ അഹങ്കാരവുമായ ഡോക്ടർ തരൂർ ഇവിടെ ഉണ്ട്. അവർ രണ്ടുപേരും നിങ്ങളോട് സംസാരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം നിങ്ങൾ കേൾക്കാതെയും കാണാതെയും പോകരുത്. ഇതായിരിക്കും നാളെയുടെ രാഷ്ട്രീയം എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അധ്യക്ഷ പ്രസംഗം നൽകുന്നതിന് വേണ്ടി മണ്ഡലം UDF കമ്മിറ്റി കൺവീനർ തങ്ങൾ. ഏറ്റവും ആദരണീയനായ, ഇന്ത്യക്ക് തന്നെ അഭിമാനമായി അന്തർദേശീയ ദേശീയ തലങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിലെ കുറേയേറെ ഇതുപോലുള്ള വേദികളിൽ ചോദിക്കാനും പറയാനും എന്നുള്ള പുതിയൊരു സംവിധാനവുമായി സംഘടിപ്പിക്കുന്ന ഈ കൊച്ചു ഗ്രാമത്തിലേക്ക്, തൃത്താല നിയോജക മണ്ഡലത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ വെച്ച് നടക്കുന്ന ഈ സംവാദ സദസ്സിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹം ഏറെയും സംസാരിക്കുന്നത് ഇംഗ്ലീഷിലാണ്. പക്ഷേ മലയാളം കൂടി കേരളീയനായതുകൊണ്ട്, കേരളത്തിൽ ജനിച്ച് വളർന്ന് പഠിച്ച് അന്തർദേശീയ തലത്തിൽ വിദ്യാഭ്യാസം നേടിയൊക്കെ വന്ന നമ്മുടെ അഭിമാനമായ ശ്രീ ശശി തരൂർ അവരുകൾ, അതുപോലെ തന്നെ നമ്മുടെ ഈ സംവിധാനത്തിൽ ഏറെക്കുറെ ശശി തരൂരുമായി ചേർന്ന് നിൽക്കുന്ന, അടുത്തു നിൽക്കുന്ന ആ ചിന്താധാരയുമായി കുറേയേറെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മറ്റൊരു അഭിമാന താരമാണ് VT ബൽറാം. അദ്ദേഹവും ഈ സദസ്സിൽ ഈ കാഴ്ചപ്പാടുമായി ഏതാണ്ട് സാന്നിധ്യം പുലർത്തിക്കൊണ്ട് സംസാരിക്കും. അതുപോലെ നമ്മുടെ ഈ സദസ്സിൽ സന്നിഹിതരായ ഒട്ടേറെ നേതാക്കന്മാർ, UDF നിയന്ത്രിക്കുന്ന നേതാക്കന്മാർ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വേദി ഒരു ക്ലാസ് മുറിയാണ്. നമ്മുടെ കോളേജിലും സ്കൂളിലൊക്കെ കാണുന്ന പോലെ ഉള്ള ഒരു സ്റ്റഡി ക്ലാസ് നടക്കുന്ന ഒരു ക്ലാസ് മുറി എന്നുള്ള നിലയ്ക്ക് ഇവിടെ സദസ്സിൽ കൂടുതൽ ആളുകൾ ഇരിക്കരുത് എന്നുള്ള നിർദ്ദേശങ്ങൾക്കനുസരിച്ചുമാണ് നേതാക്കന്മാർ മുഴുവനും വേദിയിൽ ശ്രോതാക്കളെ പോലെ തന്നെ ഇരിക്കുന്നത്. നമ്മുടെ ഈ വേദിയിൽ പങ്കെടുത്ത നമ്മുടെ UDF സംവിധാനത്തിന്റെ കപ്പിത്താൻ, ഞങ്ങളെ ക്യാപ്റ്റൻ CV ബാലചന്ദ്രൻ മാഷ് നമ്മുടെ വേദിയിലുണ്ട്. അതുപോലെ തന്നെ ജില്ലാ മുസ്ലിം ലീഗിന്റെ സെക്രട്ടറിയും UDF പ്രമുഖ നേതാവ് കൂടിയായ
ബഹുമാനായ PA സലാമാഷുണ്ട്. അപ്പോൾ ഈ പ്രസീഡിയത്തിലാണ് നാം ഇവിടെ ഈ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നത്. ഈ ക്ലാസ്സുകൾ ശ്രവിക്കാൻ വന്ന ഈ സംവാദത്തിൽ പങ്കെടുക്കാൻ വന്ന വിദ്യാർത്ഥികൾ, പുതിയ ജനറേഷൻ, അവർക്ക് വേണ്ടി അവർക്ക് വളരാനും വികസിക്കാനും അവരുടെ കാഴ്ചപ്പാടുകൾക്കനുസൃതമായി ഈ നാടിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി അവരവരുടെ സംഭാവനകൾ അർപ്പിക്കാൻ ആവശ്യമായ രീതിയിലുള്ള വിവരങ്ങൾ ശേഖരിക്കുന്ന ഒരു സദസ്സ് കൂടിയായതുകൊണ്ട് എല്ലാവരും, എല്ലാ സ്റ്റുഡൻസും അതുപോലെ തന്നെ പുതിയ ജനറേഷനും ഇത് ഉൾക്കൊള്ളണം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ സമയം വളരെ വിലപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ അഭിവാദ്യങ്ങളും UDF കമ്മിറ്റിക്ക് വേണ്ടി നേരുകയും ഈ സദസ്സ് സംഘടിപ്പിക്കുന്നത് UDF തൃത്താല നിയോജക മണ്ഡലം കമ്മിറ്റിയാണ്. ഇൻഗാസ് ഉണ്ട്, KMCC ഉണ്ട്. അവരുടെ ശ്രമഫലമായി, അവരുടെ ആഗ്രഹത്തിൻ്റെ ഫലമായിയാണ് ശശി തരൂർ അവരുടെ തൃത്താല നിയോജക മണ്ഡലത്തിലെ ഒരു പോയിന്റിൽ വെച്ച് ഇതുപോലെയുള്ളൊരു സംവാദം സംഘടിപ്പിക്കണം എന്നവർ ആവശ്യപ്പെടുന്ന അടിസ്ഥാനത്തിലാണ് ഈ സംവാദ സദസ്സ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. അവരെ എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് തൃത്താല നിയോജക മണ്ഡലം UDF കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുകയും നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ഈ വേദിയിൽ നമ്മെ അഭിമുഖീകരിക്കാൻ വേണ്ടി നമ്മളേവരും വളരെ പ്രതീക്ഷയോടുകൂടി നേരിട്ട് കാണണം എന്നാഗ്രഹിച്ച അന്തർദേശീയ രംഗത്ത് ഏറെ വ്യക്തിമുദ്രകൾ പതിപ്പിച്ച് ഭാവിയുടെ ഇന്ത്യയുടെ ആരായിരിക്കണം ശശി തരൂർ എന്നുകൂടിയുള്ള ഒരു ചർച്ചാ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ സാഭിമാനം സന്തോഷപൂർവ്വം ഈ വേദിയിലേക്ക് നിങ്ങൾ അഭിമുഖീകരിക്കാൻ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് UDF. ഇതെല്ലാം ആരംഭിക്കുന്ന മുമ്പ് നമ്മൾക്ക് വേണ്ടി ഇത്ര നല്ല വാക്കോട് സ്വാഗത പ്രസംഗം ചെയ്ത് സുമയെ ഒന്ന് ക്ഷണിച്ചാലോ? എവിടെ വരൂ. ഇതായിരിക്കാം സുമയ. ശരി. അപ്പോ ചോദിക്കാനും ഉത്തരം കേൾക്കാനുമാണ് എത്തിയിരിക്കുന്നത്. ഞാനും ദീർഘമായി പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ശരിക്കും നിങ്ങളുടെ ചോദ്യത്തിന്റെ പ്രതീക്ഷയിലാണ് ഞാൻ ഈ വേദിയിലെത്തിയിരിക്കുന്നത്. എല്ലാവരും രണ്ട് വാക്ക് പറയണം. നിങ്ങളെല്ലാവർക്കും അറിയാം എന്റെ സാന്നിധ്യം നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീ ബലറാമിന് വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തെ പെടുത്താൻ ആവശ്യമില്ല. 10 വർഷക്കാലം നിങ്ങളുടെ സേവനം ചെയ്തിട്ടുണ്ട്. ഞാൻ 10 വർഷം മുമ്പ് അദ്ദേഹത്തിന് പ്രചരണം ചെയ്തു. ആ സമയത്ത് നേതാവ് ജനങ്ങളുടെ പ്രതീക്ഷ എന്തായിരുന്നു, എന്തൊക്കെ ചെയ്യുന്നു, ചിലവരുടെ മനസ്സിൽ സംശയം ഉണ്ടായിരുന്നു. ഇപ്പൊ 10 വർഷക്കാലം എല്ലാ കഴിവും കാണിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ ഓരോ ഇനിഷ്യേറ്റീവ് ഞാൻ മന്ത്രിയായിരിക്കുന്ന സമയത്ത് പരിപാടി വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഓരോ പ്രവർത്തനം കാണാൻ സാധിച്ചിട്ടുണ്ട്. ഒരേ സമയത്ത് മാറിയിട്ടുണ്ട്. നിയമസഭയിൽ മാത്രമല്ല സാമൂഹ്യ മാധ്യമ വഴിക്ക് അദ്ദേഹത്തിന്റെ നല്ല ശക്തമായി അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ രാഷ്ട്രീയ ലോകത്തിൽ ശരിക്കൊരു വിളക്കമുണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ കോൺഗ്രസിന്റെ കേരളത്തിന്റെ ഭാവിക്കും ഒരു പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹത്തിന്റെ കാര്യമായിരിക്കുന്നതാണ് എന്റെ വിശ്വാസം. അപ്പൊ ഞാൻ സംസാരിക്കുന്നതാണ് കാരണം. ഇത് മാത്രമല്ല, നമുക്കറിയാം 6-ാം തീയതി വോട്ട് ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സിൽ 3 ആലോചനകൾ ഉണ്ടാവും. ഒന്ന്, നമ്മൾ എപ്പോഴും 8 വർഷക്കാലം ഭരിച്ച സർക്കാരിന്റെ അഹങ്കാരം, അവരുടെ രാഷ്ട്രീയം, അവരുടെ അഴിമതി, ഇതെല്ലാം ദിവസം പത്രം ടെലിവിഷൻ ചാനൽ മടുത്തിട്ടുണ്ടാവും.
അവർക്ക് ഇനിയൊരു അവസരം ഇതുപോലെ നമ്മുടെ സംസ്ഥാനത്തെ നശിപ്പിക്കാൻ അതൊരു നെഗറ്റീവ് ഫാക്ടറാണ്. അത് മനസ്സിൽ വെക്കണം. ഒരേ ബിജെപി അവർ തല ശ്രമിക്കുന്നത് കേരളത്തിൽ. പക്ഷെ ബിജെപി വർഗീയത, അവര് ഡൽഹിയിൽ അഹങ്കാരം, അവര് നമ്മുടെ നാട്ടിന് വേണ്ടി എല്ലാ മനുഷ്യന്മാരുടെയും കൈ ടാക്സ് വഴിക്കുന്നത്, ഇതെല്ലാം പെട്രോൾ ഡീസൽ ദിവസം ബിജെപി ഓർക്കണം. ഇവരാണ് ചെയ്ത് മറക്കാതിരിക്കാം. ഇതിനെ മോശമാക്കി വിഷയം കുറച്ചുകൂടി മനസ്സിലാക്കി തരാം. ഈ പെട്രോൾ ഡീസലിന്റെ വില എങ്ങനെയാണ്? ഒരു വില അന്താരാഷ്ട്രീയ ലെവലിലാണ്. അത് ക്രൂഡ് ഓയിലിന്റെ വില അനുസരിച്ചിട്ട് അതിന്റെ മുകളിൽ സർക്കാർ ഇഷ്ടപ്രകാരം ടാക്സ്, പിന്നെ സംസ്ഥാന സർക്കാർ അവകാശം അങ്ങനെയാണ് നടക്കുക. അപ്പോ ഞങ്ങള് ഡൽഹിയിൽ ഭരിക്കുന്ന സമയത്ത് അന്താരാഷ്ട്ര ഭയങ്കര വിലക്കയറ്റമായിരുന്നു. പെട്രോൾ $40 ബാരലായിരുന്നു. എന്നിട്ട് കൂടി നമ്മുടെ കേന്ദ്ര സർക്കാർ, കോൺഗ്രസ് നയിക്കുന്ന സർക്കാർ എല്ലാവരും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി നോക്കാൻ സബ്സിഡി കൊടുത്തിട്ട് ലീറ്ററിന്റെ വില $50 വെച്ചു. 2014 വരെ മോദി ഭരണത്തിൽ അപ്പോൾ ആദ്യമായിരുന്നു അന്താരാഷ്ട്ര മേഖലയിലെ വില നല്ലോണം ചുരുങ്ങി. $140 വീണു മാത്രമല്ല $25 വരെ എത്തി ഒരു ബാരൽ. പകുതി എന്തായിരുന്നു പെട്രോളിന്റെ ക്രൂഡ് ഓയിലിന്റെ വില. അതിന്റെ മുന്നിൽ ആരെങ്കിലും കണ്ടു? ഇല്ല. കാരണം സർക്കാർ അവസരവാദികളായിട്ട് അവർ പറഞ്ഞു ഇത് നല്ല തന്നെ വില ചുരുങ്ങി, ഒരേ വിലയ്ക്ക് ടാക്സിനെ കൂട്ടി. നിങ്ങൾക്കറിയാം 6 വർഷം ബിജെപി ഭരണത്തിൽ ഡീസൽ ടാക്സ് 860% കൂടിയിരിക്കണം. പെട്രോൾ ടാക്സ് 120% കൂടിയിരിക്കണം. ഒരേ സമയം സംസ്ഥാന സർക്കാർ എന്ത് ചെയ്ത് അവരും കൂടി. അപ്പൊ ഇപ്പൊ ഇന്ന് നിങ്ങൾ 100 രൂപ ചെലവാക്കുകയാണെങ്കിൽ അതിന്റെ അടിസ്ഥാന വില 34 ഒരു 34 രൂപ. ബാക്കി 66 രൂപ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും പകുതി നിങ്ങളുടെ കൈയിട്ടിട്ട് പണം കൊടുക്കുക. അതിന് കേന്ദ്ര സർക്കാർ ആക്ഷേപിച്ച് പോരാ. അത് 6 വർഷം ചെയ്യുന്നു. പക്ഷെ സംസ്ഥാന സർക്കാർ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചുകൂടി ചുരുങ്ങിയ സമയമാണ് അവർക്ക് എളുപ്പമായി ജനങ്ങളെ സഹായിക്കാൻ സാധിക്കും. കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാൻ സംസ്ഥാനത്തിൽ 10 രൂപ കട്ടിയിട്ടുണ്ട് സംസ്ഥാന എക്സൈസ് ടാക്സ്. ഇവിടെ ഒരു പൈസ പറ്റിയിട്ടില്ല ഈ ലെഫ്റ്റ് സർക്കാർ. അപ്പോ കേന്ദ്രത്തിന്റെ ഉത്തരവും പെരുമാറ്റമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എല്ലാ ദിവസവും നിങ്ങൾക്ക് ഈ സർക്കാർ ജനവിരുദ്ധ രാഷ്ട്രീയം മനസ്സിലാക്കാൻ നല്ലൊരു അവസരമായി. അതിനെ കുറിച്ച് സംസാരിക്കാൻ മാത്രമല്ല പറയണത്, കേന്ദ്രത്തിൽ ഭരിക്കുന്ന പാർട്ടിയും സംസ്ഥാനത്ത് ഭരിക്കുന്ന പാർട്ടിയും ചെന്നിട്ടുണ്ട്. പല ജനങ്ങളെ സംഘടനപ്പെട്ടിട്ടുണ്ട്. അവർ രണ്ടുപേരും ഒരു സന്ദേശമായി സമയം കൊണ്ടു കഴിഞ്ഞു. ഇങ്ങനെ നിങ്ങളുടെ രാഷ്ട്രീയത്തോട് പെരുമാറ്റമായിട്ടുള്ള രാഷ്ട്രീയ ഒരു സന്ദേശമായി സമയം വൈകി. അപ്പൊ അത് ഒരു നെഗറ്റീവ് ഫാക്ടറായിട്ട് നിൽക്കും. പക്ഷെ ഒരു പോസിറ്റീവ് ഫാക്ടർ സുധീർ പോലെ നാളെ ചിന്തിക്കുന്ന ഒരൊറ്റ മത്സരത്തിൽ അത് ഐക്യജനാധിപത്യ മുന്നണിയാണ്. ഞങ്ങൾ എങ്ങനെ എഴുതി പല എഴുതിയതല്ല. ഞങ്ങൾ തുടക്കത്തിലെ തീരുമാനിച്ചു എഴുതേണ്ടത്. അതുകൊണ്ട് ഞങ്ങൾ ജനങ്ങളുടെ എല്ലാ 14 ജില്ലയിലും LDF മാനിഫെസ്റ്റോ സംസാരിച്ചാണ് പകരം എനിക്കെന്നെ ഒരു ചുമതല പാർലമെന്റിന്റെ ആദ്യത്തെ സെഷൻ കഴിഞ്ഞ ശേഷം ഞാൻ 6-7 ഡിസ്ട്രിക്റ്റിൽ ഞാൻ തന്നെ പോയി. 14 ജില്ലയിൽ ഇവരെല്ലാവരും കൂടിക്കേരി. കോൺഗ്രസിന്റെ ബെന്നി ബെഹനാൻ ഉണ്ടായിരുന്നു, CMPയുടെ CP ജോൺ ഉണ്ടായിരുന്നു, ലീഗിന്റെ MG മുനീർ ഉണ്ടായിരുന്നു. 5-6 പാർട്ടികളുടെ പ്രതിനിധികൾ എല്ലാ ജില്ലയിലും പോയി ആൾക്കാരെ കണ്ട് സംസാരിച്ചു.
ചിലതൊക്കെ ഇതുപോലെ ഒരു കൂട്ടായ്മയിൽ ആൾക്കാരെ കൂടിയിട്ട് അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ചോദിച്ചു. പക്ഷേ ഞാൻ തന്നെ പറഞ്ഞു ഇത് മാത്രം പോരാ, നമ്മൾ ജനങ്ങൾ ഇറങ്ങിയിട്ട് അവരെ കണ്ടിട്ട് അവര് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നിട്ട് അങ്ങനെയാണ് ഞാൻ തന്നെ പിന്നെ തിരുവനന്തപുരത്തിന്റെ കോവളം ബീച്ചിൽ ഞാൻ പ്രസിദ്ധപ്പെട്ട കോവളം ബീച്ചിനെ പറയുന്നത്. കോവളം സ്ഥലത്ത് ചെറിയ ബീച്ചുകളുണ്ട്. ഇത് 5 സ്റ്റാർ ഹോട്ടലിലും അന്താരാഷ്ട്രീയ ടൂറിസ്റ്റ് വരുന്ന സ്ഥലങ്ങളല്ല. നമ്മുടെ നാട്ടുകാര് ഒരു ശനി ഞാനും കാറ്റ് കൊള്ളാൻ വേണ്ടി പോകുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ പോയിട്ട് ഐസ്ക്രീം വിൽക്കുന്ന സെയിൽസ്മാൻ, നമ്മുടെ ചെറിയ പയ്യൻ പട്ടം വിൽക്കുന്നത്, അവനോട് ചോദിച്ചു, ചായക്കടക്കാരനോട് ചോദിച്ചു, എന്താണ് അവരെ സംരക്ഷിക്കാൻ ലൈഫ് ഗാർഡ്സിനോട് ചോദിച്ചു. അവരെല്ലാവരും ചോദിച്ചു എന്തായിരുന്നു അനുഭവം ഈ കോവിഡ് മഹാമാരി വന്നപ്പോൾ, പ്രത്യേകിച്ച് നിങ്ങൾ എന്തൊക്കെയാണ് സഹായിച്ചത്, എന്ത് പറ്റി, എങ്ങനെ നിങ്ങൾ പഴച്ചു, സംസ്ഥാന സർക്കാരിന്റെ സഹായമുണ്ടായിരുന്നു, ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ നിങ്ങൾ എന്താ പ്രതീക്ഷിക്കുന്നത്, അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ ആ ബീച്ചിൽ ഇറങ്ങിയത്. വെറും ടൂറിസം മേഖല എന്ന് പറയുന്നത് ഒരു ലെവലിൽ ആൾക്കാർ ചിന്തിക്കും. പക്ഷേ ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്ന സാധാരണക്കാരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ ഞങ്ങൾ ഇറങ്ങി കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ കോഴിക്കോട് ഞാൻ എം.കെ. മുനീറിന്റെ SM സ്ട്രീറ്റിൽ പോയി ഇറങ്ങി. SM സ്ട്രീറ്റ് നിറയെ കടകളാണ്. ഓരോരോ കടയിലും കയറി ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് പറ്റി, മഹാമാരി സമയത്ത് ലോക്ക്ഡൌൺ വന്നപ്പോൾ അടയ്ക്കേണ്ടി വന്നുവല്ലോ, നിങ്ങൾക്ക് ആ സമയത്ത് വാടക കൊടുക്കേണ്ടി വന്നു, നിങ്ങൾക്ക് ആ വാടകയുടെ സഹായം കിട്ടിയ സംസ്ഥാന സർക്കാരിൽ നിങ്ങളുടെ സ്റ്റാഫിനെ പിരിച്ചുവിട്ടു, അവർക്ക് ശമ്പളം കൊടുത്തു, ഭാഗം ശമ്പളം കൊടുത്തു. ഞാൻ സ്റ്റാഫിനോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് പറ്റി, നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്തു? പലവരും ജോലി വിട്ട് പോയി നാട്ടിലേക്ക് പോയി, ചിലവര് പിന്നെ വേറെ ശേഷം ആൾക്കാർ അനുസരിച്ച് അനുഭവിച്ച് ഞങ്ങൾ കേട്ടു. പിന്നെ നമ്മൾ പെട്രോളും ഡീസലും കാര്യം പറയാനില്ല, ഓട്ടോറിക്ഷ ഡ്രൈവർമാരും ടാക്സി ഡ്രൈവർമാരും ആ പാതിൽ നിൽക്കുന്നു, അവരോടും കണ്ട് സംസാരിച്ചു. ഈ വിലക്കയറ്റത്തിന്റെ കാരണം ജനങ്ങൾക്ക് അവർ ടാക്സി ഉപയോഗിക്കാനോ ഓട്ടോ ഉപയോഗിക്കാനുള്ള പണമില്ലാത്ത കാരണം അവരുടെ ബിസിനസ്സും താണുപോയി. എന്നിട്ട് അവർ ചോദിക്കുന്നത് ഞങ്ങളെങ്ങനെ പഴിക്കും? ഓട്ടോക്കാരൻ പ്രത്യേകിച്ച് പറഞ്ഞു, നോക്കൂ സാർ, ഇപ്പോൾ കോഴിക്കോടിൽ 150 ഈ ഓട്ടോ ലൈസൻസ് വന്നിട്ടുണ്ട്, ഇലക്ട്രോണിക് ഓട്ടോ. അപ്പം ഞങ്ങൾ അതും വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കും? അപ്പം ഞാൻ പറഞ്ഞു, നോക്കൂ, ഇതാണെങ്കിൽ അഥവാ ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ നിങ്ങൾക്ക് സഹായം തന്നിട്ട്, സബ്സിഡി തന്നിട്ട് നിങ്ങളുടെ പെട്രോൾ ഡീസൽ ഓട്ടോയിനെ ഈ ഓട്ടോ ആക്കാൻ മാറ്റിയിട്ട് കൊണ്ടുവരാനുള്ള സഹായം ഉണ്ടായാൽ നിങ്ങൾ അത് അംഗീകരിക്കും ചോദിച്ചപ്പോൾ ഉടനെ അവർ പറഞ്ഞു, 4-5 ഓട്ടോക്കാരുണ്ടായിരുന്നു, ചെയ്യാം, ഇതായിരിക്കും ഞങ്ങൾക്ക് നല്ലതെന്ന്. അപ്പം ഇങ്ങനെയുള്ള സംസാരങ്ങൾ നടത്തിയിട്ട് ഇങ്ങനെയുള്ള നിർദ്ദേശം കിട്ടിയിട്ടാണ് നമ്മൾ പ്രകടന പത്രിക എഴുതിയത്. ജനകീയ പ്രകടന പത്രികയാണ്. അതിൽ ആൾക്കാരുടെ കഷ്ടകാലങ്ങളും ദരിദ്രമൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ പ്രത്യേകിച്ച് ഈ ന്യായ് പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. എല്ലാ പാവപ്പെട്ട കുടുംബത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് എല്ലാ മാസവും 6000 രൂപ ഒരു അവകാശമായിട്ട് നമ്മൾ കൊടുക്കാൻ പോവുകയാണ്. അത് കോൺഗ്രസ് പാർട്ടി കണക്ക് ചെയ്തിട്ടാണ് ഈ തുക എത്തിയിരിക്കുന്നത്. ഈ 6000 രൂപ കൊടുക്കാനുള്ള സാധ്യത നമ്മുടെ ബഡ്ജറ്റിലുണ്ട്. എന്നിട്ട് ഒരു ചെറിയൊരു കാര്യം ഞങ്ങൾ ചേർത്തിരിക്കുന്നത് വീട്ടമ്മമാർക്ക്. നമ്മളെല്ലാവരും ഇവിടെ നിൽക്കുന്ന എല്ലാ പുരുഷന്മാർക്കും അറിയാം വീട്ടമ്മമാരെ എത്ര ത്യാഗം ചെയ്തിട്ടാണ് ഞങ്ങൾ എല്ലാവരെയും വളർത്തിയിരിക്കണം, നമ്മുടെ കുടുംബങ്ങൾ നോക്കിയിരിക്കുന്നത്. അവർക്ക് അതിന് വല്ല സപ്പോർട്ട് കിട്ടുമോ? നമ്മുടെ സ്നേഹമല്ലാതെ വേറെ ഒന്നുമില്ലല്ലോ. സംസ്ഥാന സർക്കാരിന് വീട്ടമ്മമാർക്ക് ശമ്പളം കൊടുക്കാൻ അവകാശമില്ല. ഒന്നാം കാര്യം, ആ വാക്യം ഉപയോഗിക്കുന്നത് തെറ്റാണ് അവരുടെ സ്നേഹപ്രവർത്തനത്തിന്. പക്ഷെ അതേ സമയത്ത് അവർക്ക് നമ്മുടെ വക ഒരു അംഗീകാരം, ഒരു നന്ദി പറയണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സംസ്ഥാന സർക്കാർ നമ്മുടെ ടാക്സ് പണത്തോട് ചെയ്യണ്ടേ. അങ്ങനെയാണ് ഞങ്ങൾ 40 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ള വീട്ടമ്മമാർക്ക് ഒരു ശരിയൊരു താങ്ക് യു എന്ന് പറഞ്ഞിട്ട് 2000 രൂപ എല്ലാ മാസം കൊടുക്കാൻ തീരുമാനിച്ചു. ഇങ്ങനെയുള്ള പല ക്ഷേമ പദ്ധതികളുണ്ട്. 3000 രൂപ പെൻഷൻ, പിന്നെ എല്ലാ വീട്ടിൽ 100 യൂണിറ്റ് വൈദ്യുതി, ഇലക്ട്രിസിറ്റി എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. ചിലവർക്ക് അതിൻ്റെ ഉള്ള ബില്ല് കൊടുക്കാൻ പണമില്ലാത്ത കാരണം 100 യൂണിറ്റ് കൊടുത്താൽ അവർ ഉപയോഗിച്ചാൽ അത് ഫ്രീ ആയി കിട്ടും. ഉപയോഗിച്ചിട്ടില്ലെങ്കിലും അവർക്കൊരു ചിലവില്ല. അതിനെക്കാട്ടും ഉപയോഗിച്ചാൽ പണം കൊടുക്കണം, ബില്ല് കൊടുക്കണം, അത്രയേ ഉള്ളൂ. അങ്ങനെയുള്ള പല കാര്യങ്ങൾ ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ 2 കാര്യങ്ങൾ പ്രത്യേകിച്ച് ഞാൻ ഇവിടുത്തെ യുവാക്കളോടൊപ്പം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഭാവിയെക്കുറിച്ചാണ്. ഒന്ന്, വിദ്യാഭ്യാസ മേഖലയിൽ 100,000 കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ നിങ്ങളുടെ ചോദ്യം വന്നാലേ ഞാൻ പറയുള്ളൂ. ഒരു പ്രത്യേകിച്ച് ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഞങ്ങളൊരു എഡ്യൂക്കേഷൻ റിവ്യൂ കമ്മീഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മളുടെ ഭരണം വന്ന ഉടനെ ഒരു റിവ്യൂ കമ്മീഷൻ ഉണ്ടാക്കും. അതിൽ അധ്യാപകരുണ്ടാവും, വിദ്യാർത്ഥികളുണ്ടാവും,
ജോലി കൊടുക്കാൻ പോകുന്ന എംപ്ലോയേഴ്സിൻ്റെ പ്രതിനിധികളുണ്ടാവും. എന്നിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മളുടെ ഹയർ എഡ്യൂക്കേഷൻ്റെ ഓരോരോ കഴിവില്ലായും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കി റിഫോംസ് പ്രഖ്യാപിക്കാൻ. അതവർക്ക് ടൈം ബൗണ്ടായി ചെയ്യും. ചില കമ്മിറ്റികളും കമ്മീഷനുകളും നമ്മൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ 5 വർഷം ചെയ്തുകൊണ്ടിരിക്കാൻ സമ്മതിക്കില്ല. 3 മാസം 4 മാസത്തിനകത്ത് റിപ്പോർട്ട് ഇറക്കി നമ്മൾക്ക് ഈ നാടിനെ നന്നാക്കാൻ വേണ്ടി വിദ്യാഭ്യാസ മേഖലയിൽ വലിയൊരു വിപ്ലവം കൊണ്ടുവരാനാണ് നമ്മളുടെ ആഗ്രഹം. അതിലത്തെ പ്രത്യേകിച്ച് നമ്മളുടെ എൻജിനീയറിംഗ്, സയൻസ്, ടെക്നോളജി ഏരിയാസിൽ നമ്മൾക്ക് ഒരു സംശയവും വേണ്ട, എംപ്ലോയബിലിറ്റി ആണ് അതിൽ ക്രൈറ്റീരിയൻ ആവേണ്ടത്. വേറെ വിധത്തിന് വിദ്യാഭ്യാസമുണ്ട്, പക്ഷേ ഈ ടെക്നിക്കൽ ഏരിയാസിലും എൻജിനീയറിങ്ങിലും ഇപ്പോൾ നമ്മളുടെ ഭയങ്കര എന്താ പറയുക കുറവുണ്ട്. സുധീർ മോഹൻ ഇവിടെ നിങ്ങൾ വന്ന് കണ്ടില്ലേ? അദ്ദേഹം ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ അകത്ത് നയിക്കുന്ന സംഘടനത്തിൻ്റെ കേരള സെക്രട്ടറിയാണ്, ഞാൻ ദേശീയ സ്ഥിതിയിൽ ചെയർമാനാണ്. അപ്പോൾ കേരള ചാപ്റ്റർ എന്ത് ചെയ്ത് അവരൊരു സർവേ നടത്തി. 10,000 എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സോട് ചോദിച്ചു അവരെന്താ അനുഭവം, എന്താ അവർ ചെയ്യുന്നത്. 66% മറുപടി എന്തായിരുന്നു അറിയോ? ഞങ്ങളിപ്പോൾ ചെയ്യുന്ന ജോലിക്ക് ഞങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഡിഗ്രി ആവശ്യമുണ്ടായിരുന്നില്ല. അപ്പോൾ വിചാരിക്കും അവർ അച്ഛനമ്മമാരുടെയും പണം ചെലവാക്കി വേസ്റ്റായില്ലേ? വല്ല ഗുണം കിട്ടി അവർക്ക് ആ ഡിഗ്രിന്ന്? ഇല്ല. അപ്പോൾ ഈ ഡിഗ്രീസിൻ്റെ 2 പ്രശ്നമുണ്ട്. ഒന്ന്, അവർ പഠിപ്പിക്കുന്നതിൻ്റെ ക്വാളിറ്റി, അതൊരു പ്രശ്നമാണ്. രണ്ടാമത്തെ, പഠിപ്പിക്കുന്നതിൻ്റെ റെലവൻസ്. പറഞ്ഞാൽ ഈ ശരിക്കുള്ള ഈ പ്രവർത്തന ലോകത്തിൽ വല്ല ഉപയോഗമുണ്ടോ അവർ പഠിക്കുന്നത്? അത് ഇല്ല എന്നാണ് എംപ്ലോയേഴ്സ് നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് ഇതെല്ലാം മാറ്റം കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞില്ലേ, ബാക്കി നിങ്ങളുടെ ചോദ്യത്തിൽ ഞാൻ കുറച്ചുകൂടി പറഞ്ഞുതരാം. പക്ഷെ വലിയൊരു മാറ്റം ഞങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവരും. ഒരേ സമയത്ത് ഈ സംസ്ഥാനത്തിന് നടക്കുന്നത് ഈ ലെഫ്റ്റ് ഇടതുപക്ഷ സർക്കാർ വെറും കടത്തിലാണ് നമ്മളെ പെട്ടിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ കണ്ട കണക്ക് 3 ലക്ഷം കോടിയാണ് ഈ സംസ്ഥാനത്തിൻ്റെ കടം ലെഫ്റ്റ് ഭരണ സമയത്ത് അവരുണ്ടാക്കിയത്. ഇങ്ങനെ നടക്കാൻ സാധിക്കും? സെപ്റ്റംബർ ആകുമ്പോഴേക്കും അവർക്ക് പണമില്ല, അവർ ശമ്പളം കൂടി കൊടുക്കുന്നത് കടം വാങ്ങിയിട്ടാണ്. കിഫ്ബി കൊണ്ടുവന്ന് ശരിക്കും ഒരു ലോൺ എടുക്കുന്ന ഒരു സ്ഥാപനമായി മാറി. അത് മാത്രമല്ല, അവർ കിറ്റ് വിതരണമൊക്കെ ചെയ്ത് വലിയ അഭിമാനത്തോട് പറയുന്നു. പക്ഷെ ആ കിറ്റിൻ്റെ വില നമ്മൾ ഇന്ന് സുഖിക്കുന്നു, നാളെ നമ്മളുടെ കുട്ടികൾക്കാണ് ആ കിറ്റിൻ്റെ വില കൊടുക്കേണ്ടി വരിക. മനസ്സിലായില്ലേ? അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ നമുക്ക് ഈ സംസ്ഥാനത്തെ നന്നാക്കണമെന്നുണ്ടെങ്കിൽ സമ്പാദിക്കാൻ വളർച്ച അത്യാവശ്യമാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരണം. ഈ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞാൽ മുതലാളികൾ നമ്മുടെ നാട്ടിൽ വന്നിട്ട് മുതൽ ഇറക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അവർക്കും ഒരു നല്ലൊരു പരിസ്ഥിതി ഉണ്ടാക്കി കൊടുക്കണം അതിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അവരെന്തിനു വരണം? പക്ഷെ അവർ വന്നാലല്ലേ ഇവിടെ ഫാക്ടറി സ്ഥാപിക്കലും ഓരോരു വ്യവസായം ഉണ്ടാവുള്ളൂ, നമ്മുടെ കുട്ടികൾക്ക് ജോലി കിട്ടാൻ, തൊഴിൽ കിട്ടാനുള്ള അവസരം ഉണ്ടാവുള്ളൂ. എന്നിട്ട് അതൊക്കെ സംഭവിച്ചിട്ട് മാത്രമല്ലേ നമ്മൾക്ക് അവിടുന്ന് മുന്നോട്ട് പോകാനുള്ള ഭാഗ്യമുണ്ടാവാൻ സാധിക്കുക. ഒരു ഫാക്ടറി വന്നു കഴിഞ്ഞാൽ അവർ ടാക്സ് കൊടുക്കും, അവർ ആൾക്കാർക്ക് ജോലി കൊടുക്കും, ജോലി ചെയ്യുന്നവർ ടാക്സ് കൊടുക്കും. അങ്ങനെയല്ലേ സംസ്ഥാന സർക്കാരിൻ്റെ റവന്യൂ ജനറേഷൻ, അവർ പണം സമ്പാദിച്ചിട്ട് കുറച്ചും കൂടി നന്നായിട്ട് ക്ഷേമ പദ്ധതികൾ ചെയ്യാൻ സാധിക്കുക. കടം വാങ്ങിയിട്ടാണ് ചെയ്യേണ്ടത്. അപ്പം ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് നാളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു മുന്നണി ഞങ്ങളുടെ മാത്രമാണ്. ഞാൻ അഭിമാനത്തോട് പറയുന്നു, ഞങ്ങളുടെ ഒരൊറ്റ ഉദ്ദേശം ഇതാണ്. നാളത്തെ കേരളം, നിങ്ങളുടെ പ്രത്യേകിച്ച് ഇവിടെ ഇരിക്കുന്ന യങ് പീപ്പിൾ, യുവാക്കളോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ ഭാവി അഷ്യൂർഡ് ആവണം. കാരണം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന അവസരങ്ങളെല്ലാം ഏറ്റെടുക്കാനുള്ള സ്കില്ലും എഡ്യൂക്കേഷനും ട്രെയിനിങ്ങും നിങ്ങൾക്ക് ആവശ്യമുണ്ട്. എനിക്കറിയാം, അതാണ് ബലരാമൻ്റെയും ചിന്തയും വിശ്വാസവും. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഇവിടെ പ്രവർത്തിക്കുകയാണെങ്കിൽ കേരളത്തിൽ തന്നെ ഇരിക്കാനും ജോലി ചെയ്യാനും നമ്മൾ ഒരു നല്ലൊരു ബിസിനസ് എൻവയറമെൻറ്റ് ഉണ്ടാക്കി കൊടുക്കണം. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഉദ്ദേശം. 100,000 കാര്യങ്ങൾ പറയാനുണ്ട്. ഞങ്ങളുടെ പ്രകടന പത്രിക KPCC വെബ്സൈറ്റിൽ കാണും. പക്ഷേ സമയക്കുറവുള്ള കാരണം ഞാൻ ഇവിടെ നിർത്തുന്നു. നിങ്ങളെല്ലാവരെയും ചോദ്യത്തിന് മറുപടി പറയാൻ, എല്ലാവരുടെയുമല്ല, ഒരു 5-6 ചോദ്യത്തിന് ഞാൻ കേട്ടിട്ട് മറുപടി വരാൻ തയ്യാറാണ്. നന്ദി, നമസ്കാരം. അവസാനത്തെ ഒരു അപ്പീൽ, കൈപ്പത്തി അടയാളത്തിൽ നമ്മൾ VT ബലരാമിനെ വിജയിപ്പിക്കണം. ഞാൻ പറഞ്ഞ എല്ലാ കാരണത്തിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ വിജയം, ഇതൊന്ന് പിടിക്കും, അദ്ദേഹത്തിൻ്റെ വിജയം ബലരാമിൻ്റെ വിജയം മാത്രമല്ല, UDFൻ്റെ വിജയം മാത്രമല്ല, നമ്മളെല്ലാവരുടെയും വിജയമായി മാറി വരും. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഇനി ശരി, അപ്പോൾ ചോദ്യങ്ങൾ മൈക്കുണ്ടോ ഓഡിയൻസിൽ കൊണ്ടുകൊടുക്കാൻ? അപ്പോൾ നമ്മൾ ഇവിടുത്തെ സുഹൃത്തുക്കളുടെ കയ്യിൽ മൈക്കുണ്ട്. അപ്പോൾ നിങ്ങൾ കൈ ഏറ്റിയാൽ അധികം നിങ്ങളെ കണ്ടിട്ട് കൊടുക്കുക. ഇവിടെ ഒരു പെൺകുട്ടി ആവശ്യപ്പെട്ടു. അവിടെ
പറയൂ. ഹലോ സാർ, പേരും എന്താ ചെയ്യണമെന്ന് പറയൂ. ഐ എം ഷഹാന. ഞാൻ ഫിസിക്സ് ഗ്രാജുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, സെക്കൻഡ് ഇയർ ആണ്. ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? സെക്കൻഡ് ഇയർ. ഓക്കെ. അപ്പോൾ നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടീസ് ഒക്കെ പെർഫെക്റ്റ് അല്ല, എല്ലാത്തിനും ഓരോ ഫ്ലോസ്. സോ നമ്മൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടി, ഒരു സർട്ടൻ പൊളിറ്റിക്കൽ പാർട്ടിക്ക് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ ഹൗ മച്ച് ഡു വി കോംപ്രമൈസ് അവർ ഫ്രീഡം ഓഫ് സ്പീച്ച്? ദാറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. അത് ശരിക്കും ബലരാമിനോടും ചോദിക്കണം. അദ്ദേഹത്തിന് പലതവണ ആ അനുഭവം ഉണ്ടായിട്ടുണ്ട്, എനിക്കും ഉണ്ടായിട്ടുണ്ട്. നോക്കൂ, ജനാധിപത്യത്തിനകത്ത് സ്വന്തം അഭിപ്രായം പറയാൻ എല്ലാ ജനാധിപത്യ പ്രതിനിധിയുടെയും അവകാശമാണ്. പക്ഷെ അത് പറയുമ്പോൾ അദ്ദേഹം ഒരിക്കലും മറക്കാൻ സാധിക്കില്ല ഒരു പാർട്ടിയുടെ അംഗമാണെന്ന്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ അഭിപ്രായം പറയാൻ നമ്മൾ നല്ലോണം ചിന്തിച്ചിട്ട് നമ്മൾ പറയും, ഒരു രീതിയിൽ പറയും നമ്മുടെ പാർട്ടിയെ എംബാരസ് ചെയ്യാതിരിക്കാൻ. ചിലപ്പോൾ നമ്മൾ നേരിട്ട് പറയും, പാർട്ടിയിൽ ചിലവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും വേറെവർക്ക് ഇഷ്ടപ്പെടുന്നത് നമ്മളുടെ വിശ്വാസമായിരിക്കും. ചിലപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കാൻ തയ്യാറായിരിക്കണം ചില വിഷയങ്ങളിൽ. അപ്പോൾ ഇതെല്ലാം ഓരോരോ ഇഷ്യൂ ബേസ്ഡ് തീരുമാനങ്ങളാണ്. ഞാൻ എൻ്റെ സ്വന്തം കേസ് എടുത്താൽ കഴിഞ്ഞ വർഷം 2 വർഷത്തിൻ്റെ കഥയാണത്. കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു കേരളത്തിൻ്റെ 4 എയർപോർട്ടിലത്തെ ഒരു എയർപോർട്ട്, തിരുവനന്തപുരം എയർപോർട്ടിനെ അവർ പ്രൈവറ്റൈസ് ചെയ്യും. അതിൻ്റെ അർത്ഥം പിന്നെ ഒരു പ്രൈവറ്റ് ഓപ്പറേറ്ററിന് കൊടുക്കും. അപ്പോൾ ആ സമയത്ത് സംസ്ഥാന സർക്കാരിന് അവകാശമുണ്ടായിരുന്നു ഞങ്ങളിതിൽ പങ്കെടുക്കില്ല എന്ന് പറയാൻ. പക്ഷെ അത് പറഞ്ഞില്ല. അവർ അവസരവാദികളായിട്ട് വിചാരിച്ചു ഞങ്ങളെന്നെ ഇതിനെ ഏറ്റെടുത്ത് ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന ചില പണക്കാർക്ക് കൊടുത്തിട്ട് നടത്താമെന്ന് പറഞ്ഞിട്ട് സംസ്ഥാന സർക്കാർ ബിഡ് ചെയ്തു. പക്ഷെ അവർ ദുർഭാഗ്യത്തോടെ വേറെ ഒരു വ്യക്തി, ശ്രീ അഡാനി, അവരെയും കാട്ടും നല്ല ബിഡ് കൊടുത്തിട്ട് ആ കോൺട്രാക്റ്റ് ജയിച്ചു. കേരള ഒരു ബുദ്ധി കാണിച്ചു. അവർ പറഞ്ഞു ഞങ്ങളുടെ ബിഡിനെയും കാട്ട് 15% അകത്ത് വേറെ ബിഡ് വന്നാൽ ഞങ്ങൾക്ക് അതിനെ മാച്ച് ചെയ്യാനുള്ള അവകാശം തരണം. പക്ഷേ മറ്റേവർ ബിഡ് ഇവരെയും കാട്ട് 30-35% അപ്പോൾ അവർ ഒരു കളിയിൽ ഇറങ്ങി ആ കളിയുടെ റൂൾസ് പ്രകാരം കളിച്ചിട്ട് തോറ്റ ശേഷം ഞങ്ങൾ അംഗീകരിക്കില്ല, ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറയാൻ തുടങ്ങി. അതിന് ഞാൻ അപ്പോഴേ എതിരിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ തിരുവനന്തപുരത്തിൻ്റെ പ്രതിനിധിയായിട്ട് എനിക്ക് എല്ലാ ദിവസവും കേൾക്കുന്ന ആവലാതികളാണ് ഈ എയർപോർട്ടിനെ കുറിച്ച്. ഇതിനെ നന്നാക്കണം, ഒരു നിർബന്ധമാണ്. ഞങ്ങൾക്ക് ഒരു ദേശീയ തലസ്ഥാനത്തിൻ്റെ ഒരു സ്റ്റാൻഡേർഡുള്ള എയർപോർട്ടല്ല ഉള്ളൂ, അതിനെ നന്നാക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഞാൻ നിന്നു അതിന് വേണ്ടിയിട്ട്. ഞാൻ അത് കഴിഞ്ഞിട്ടാണ് പ്രചരണം മത്സരിച്ച് 2019 ജയിക്കുകയും ചെയ്തു. അപ്പോൾ എൻ്റെ വോട്ടർമാരെ എൻ്റെ സ്റ്റാൻഡ് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് സർക്കാർ തീരുമാനമെടുത്തിട്ട് എല്ലാ കടലാസുകളും ഇറക്കിയപ്പോൾ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചു അവർ സഹകരിക്കില്ല എന്ന്. എന്നിട്ട് അവർ നിയമസഭയിൽ വന്ന് റെസൊല്യൂഷൻ പാസ്സാക്കി. എൻ്റെ പാർട്ടി അവരെ പിന്തുണ കൊടുത്തു, ലെഫ്റ്റിന് പിന്തുണ കൊടുത്തു. ഞാൻ ഒറ്റയ്ക്ക് എതിരിച്ചു. ഞാൻ പറഞ്ഞു ഇത് തെറ്റാണ്. കാരണം നമ്മളുടെ എല്ലാവരുടെയും ആവശ്യം കേരളത്തിൽ 4 എയർപോർട്ട് നല്ലപോലെ വികസിപ്പിക്കണം. ആൾക്കാർക്ക് വരാനും പോകാനുള്ള സൗകര്യം ക്വാളിറ്റിയോട് ഇല്ലെങ്കിൽ പല ദോഷമുണ്ട്. ഞാൻ ഫോർ എക്സാമ്പിൾ തിരുവനന്തപുരത്തിൽ ഓരോരു ബിസിനസ്സിനെ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങളുടെ ടെക്നോ പാർക്കുണ്ട്, IT മേഖല, ഇന്ത്യയിലത്തെ ആദ്യത്തെ ടെക്നോ പാർക്കായിരുന്നു. ഇപ്പോൾ അതിൻ്റെ സ്ഥിതി ഭയങ്കര ദയനീയമാണ്. കാരണം ആരും വരുന്നില്ല. അവരെന്താണ് എന്നോട് പറയുന്നത്, ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ കൂടി ഞങ്ങൾക്ക് കണക്ടിവിറ്റി ഇല്ല. ടെക് മഹീന്ദ്ര എന്ന് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കമ്പനിയുണ്ട്. അവരോടൊപ്പം ഞാൻ നെഗോസിയേഷൻ പേഴ്സണലി നടത്തി തിരുവനന്തപുരത്ത് വന്ന് സ്ഥാപിക്കണമെന്ന്. 1000കണക്കിന് ജോലികൾ അവർ കൊണ്ടുവന്നിട്ടുണ്ടാവും. അതുമാത്രമല്ല, ഇങ്ങനൊരു വലിയ കമ്പനി വരുമ്പോൾ എല്ലാ നമ്മളുടെ സാധാരണക്കാരുടെ സർവീസസിൽ അവർ ഉപയോഗിക്കുക. അവർ ടാക്സി എടുക്കും, അവർ വീട് വാടകയൊക്കെ എടുക്കും, അവർ ആഹാരം കഴിക്കും, റെസ്റ്റോറൻറ്റ് പോകും, സിനിമ കാണും, കുപ്പായം മേടിക്കും, മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ വളർച്ച എന്ന് പറയുന്നത് ഒരു കമ്പനിയെ കൊണ്ടുവരുമ്പോൾ അത് എല്ലാവർക്കും ഗുണം ചെയ്യണതാണ്. ഇത് വെറും മുതലാളികൾക്ക് പണമുണ്ടാക്കുന്നൊരു വഴിയല്ല. നമ്മളുടെ ജനങ്ങൾ, വികസനത്തിൻ്റെ അർത്ഥം ഇതാണ്, ജനങ്ങൾക്ക് അവസരങ്ങൾ നമ്മൾ കൂടണം. അപ്പോൾ ഞാൻ പറഞ്ഞു ടെക് മഹീന്ദ്രയോട് വരുമെന്ന് പറഞ്ഞു. വരാൻ തയ്യാറായിരുന്നു. അവസാനത്തെ നിമിഷത്തിൽ ആ ടെക് മഹീന്ദ്രയുടെ ചീഫ് എന്നെ വന്ന് കണ്ടു പറഞ്ഞു, പൂനെയാണ് ഞങ്ങളുടെ ഹെഡ് ക്വാർട്ടേഴ്സ്, അവിടുന്ന് തിരുവനന്തപുരം എത്താൻ ഒരു രക്ഷയുമില്ല, ഫ്ലൈറ്റേ ഇല്ല. നിങ്ങൾക്ക് ബോംബെയിൽ നിന്നും കൂടി ഫ്ലൈറ്റുകൾ പോരാ. അപ്പോൾ പൂനെയിൽ നിന്ന് ബോംബെ എത്തി ബോംബെയിൽ നിന്ന് തിരുവനന്തപുരത്ത് വരാൻ വലിയൊരു പാടാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇൻകൺവീനിയൻസ് അയക്കാൻ സാധിക്കും. അവർ ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ ഭാവിക്ക് ഒരു എയർപോർട്ട് നന്നാക്കണം അത്യാവശ്യം. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് നിന്നു. ചിലവർ ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ അവസാനത്തിൽ ഇപ്പോൾ എൻ്റെ പാർട്ടി നേതാക്കളും ഐക്യ ജനാധിപത്യ നേതാക്കളും
എൻ്റെ സ്റ്റാൻഡ് പിന്തുണ തരുന്നുണ്ട്. ചിലവർ എന്നോട് നേരിട്ട് പറഞ്ഞിട്ട് ഞങ്ങളുടെ ഈ മാനിഫെസ്റ്റോയിലും പ്രകടന പത്രികകളും എഴുതിയിട്ടുണ്ട് 4 എയർപോർട്ടിനെ വികസിപ്പിക്കാൻ നമ്മൾ പൂർണ്ണ പിന്തുണ കൊടുക്കുന്നു. അപ്പോൾ അവസാനം താങ്കൾക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ താങ്കൾ എടുക്കുന്ന സ്റ്റാൻഡ് എടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ചില കാര്യത്തിൽ, പ്രത്യേകിച്ച് രാഷ്ട്രീയ ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പാർട്ടി ഒരു സ്റ്റാൻഡ് എടുക്കുമ്പോൾ നമ്മൾക്കത് ഇഷ്ടമല്ലെങ്കിൽ ഒന്നും പറയാതിരിക്കുകയാണ് ഭേദം. പാർട്ടിയെ എതിരിച്ചിട്ട് നമ്മൾ ഇറങ്ങിയാൽ അതിൽ ചില ബുദ്ധിമുട്ടുകളുണ്ട്, പാർട്ടിക്കും നമ്മളെല്ലാവർക്കും. അതാണ് ഷോർട്ട് ആൻസർ that I can give you. Good morning, sir. Good morning. My name is Hatim, and I have enrolled for Bachelor of Cyber Security and Criminology in Australia. Oh, wonderful. Okay. Yes, sir. Today's youth are in great danger by getting addicted to the drugs. ഞാൻ അടുത്ത് വന്നാൽ ഈ നമ്മളുടെ മൈക്ക് സെന്റർ അവിടെ നിൽക്കൂ. ഞാൻ അടുത്ത് വന്നാലാണ് ഈ മൈക്കിന്റെ ഫീഡ്ബാക്ക് വരുന്നത്. Today's youth are in grave danger by getting addicted to drugs. So, what do you think about our government not taking action about this? About what, sorry? About against the drugs and not catching the culprits, as the main source are from college campuses. You know, the problem is the government is doing. This is one area where I'm not going to attack the government. This is actually the central government's responsibility. Plus, of course, there is some cooperation. The Narcotics Bureau is a central agency. And then, of course, state government, police, Coast Guard all have a role. The challenge is it's incredibly difficult. I've talked to these fellows. Essentially, much of this work is done through intelligence. You know, people will hide drugs in all sorts of places and carry them. So when you get a tip-off, you can do a very intrusive search. But you can't just catch every person and make them take off their clothes and see if they've hidden drugs in their body cavities and all that. അപ്പോൾ ഇൻ്റലിജൻസ് വർക്ക് ചെയ്തിട്ട് അവർ കുറച്ചൊക്കെ ഇൻഫർമേഷൻ കിട്ടിയിട്ട് ടിപ്പ്-ഓഫ് കിട്ടിയിട്ടാണ് ആൾക്കാരെ അവർ പിടിക്കുന്നത്. അത് എത്ര ശതമാനം പിടിക്കുന്നു എനിക്ക് നല്ല സംശയമുണ്ട്. ഒരു 5-10% കള്ളന്മാരെ അവർ പിടിക്കുന്നുള്ളൂ. എളുപ്പമല്ല. പക്ഷെ ഡ്രഗ്സ് മാത്രമല്ല, എല്ലാ സ്മഗ്ലിംഗ് ഇങ്ങനെ. ആരെങ്കിലും വിചാരിച്ചോ ഈ ലെഫ്റ്റുകാരുടെ സമയത്തിൽ ഈ ഡിപ്ലോമാറ്റിക് ബാഗേജിനും കൂടി അവർ സ്വർണം കൊണ്ടുവരാൻ എടുക്കുന്നത്? അപ്പോൾ ഇത് ഒരു ബുദ്ധിമുട്ടുള്ളൊരു ജോലിയാണ്. ഇതിൽ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഇതിൽ സർക്കാരിനെയും പോലീസിനെയും ഒക്കെ ആക്ഷേപിച്ചിട്ട് കാര്യമില്ല. ആവും പോലെ ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ എല്ലാ പാസഞ്ചറിനെയും തടുത്ത് കുപ്പായം വരാൻ പറഞ്ഞാൽ ഭയങ്കര ഒരു ബഹളമുണ്ടാകും. അതുകൊണ്ട് അവർ ഇൻ്റലിജൻസ് വർക്കൊക്കെ ചെയ്ത് കുറച്ചൊക്കെ ഇൻഫർമേഷൻ എടുത്തിട്ട് ആരാണ് ലൈക്ലി സസ്പെക്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ആൾക്കാർ പിടിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഡ്രഗ്സിൻ്റെ വിഷയത്തിൽ അവരവരെ നെറ്റ്വർക്കൊക്കെ കണ്ടുപിടിച്ചിട്ട് വല്ലവരും ഈ വാർത്ത ഒരു കൺസിഡറേഷന് വേണ്ടി പറയാൻ തയ്യാറാണ്. അങ്ങനെയാണ് അവരവർ ജോലി ചെയ്യുന്നത്. ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച കാര്യമാണ് പറയണത്. ശരിക്കും നമ്മൾക്ക് അത്ര സർക്കാരിൻ്റെ കുറ്റം പറഞ്ഞ കാര്യമില്ല. ഞങ്ങൾ പല വിഷയത്തിൻ്റെ എതിരെ സർക്കാരിനെതിരാണ്, പക്ഷെ ഇതിലില്ല. ഈ മൈക്ക് സോറി. സർ, എൻ്റെ പേര് അഞ്ജലി ജയദേവ്. ഞാൻ ഒരു BA എക്കണോമിക്സ് സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ April 6 ഇലക്ഷന് അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങളെ പോലെ ഒരുപാട് പേര് ഇത്തരത്തിൽ ആദ്യമായിട്ട് വോട്ട് ചെയ്യാനുണ്ടായിരിക്കും. അപ്പോൾ ഒരുപാട് തരത്തിലുള്ള വാഗ്ദാനങ്ങൾ ഞങ്ങൾക്ക് പല മുന്നണികളും നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഭരണകൂടത്തെ അവരൊരുപാട് വികസനം ചെയ്തു എന്ന് അവർ തന്നെ അവകാശപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു ഭരണകൂടത്തെ നമ്മൾ വികസനം കൊണ്ട് മാത്രമാണോ അതോ അവരുടെ സാമൂഹ്യ നീതി അവരെത്രത്തോളം നടപ്പിലാക്കി എന്നതിനെ കൂടി ചേർത്ത് അവരെ വിലയിരുത്തണമോ, അല്ലെങ്കിൽ എന്തൊക്കെ സൂചകങ്ങൾ നോക്കിയാണ് ഞങ്ങൾ ഇപ്പോഴത്തെ ഭരണകൂടത്തെ വിലയിരുത്തേണ്ടത്? എക്സലന്റ് ക്വസ്റ്റ്യൻ. ഒന്നാം കാര്യം, ഇത് വലിയൊരു പ്രഷ്യസ് ആസറ്റ്, നിങ്ങൾ ബഹുമൂല്യ ജനാധിപത്യ അവകാശമാണ് ഈ ആദ്യത്തെ വോട്ട്. അതുകൊണ്ട് വലിയ സന്തോഷത്തോടെ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ പലവരോട് മൊബൈൽ ഫോണിൽ നിങ്ങൾ പടം എടുക്കാൻ പറയും. നിങ്ങളുടെ വിരലിൽ മാർക്ക് ഇപ്പോൾ കൂടി എനിക്ക് നമ്മളുടെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ മാർക്ക് ഇപ്പോൾ കൂടി മാഞ്ഞിട്ടില്ല. നിങ്ങൾ അതൊക്കെ മറക്കാത്തൊരു സന്തോഷമാണ്. എനിക്ക് അത് കിട്ടാനുള്ള ഭാഗ്യമുണ്ടായിരുന്ന കാര്യം, ഞാൻ 19 വയസ്സിൽ വിദേശത്തിൽ പഠിക്കാൻ പോകുമ്പോൾ ഇന്ത്യയുടെ വോട്ടിംഗ് ഏജ് 18 ആയിരുന്നില്ല, 21 ആയിരുന്നു. അപ്പം ഞാൻ എൻ്റെ ആദ്യത്തെ കഞ്ഞി വോട്ട് എനിക്ക് വേണ്ടിയിട്ട് തന്നെ കൊടുക്കേണ്ടി വന്നു. രാജ്യത്ത് തിരിച്ചു വന്നിട്ട് രാഷ്ട്രീയം ചെയ്യുമ്പോൾ 51 വയസ്സിൽ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതൊന്നും ഒരിക്കലും മറക്കാത്തൊരു വലിയൊരു അവകാശമാണ്. എൻജോയ്. അതിവിടെ ഇരിക്കുന്ന എല്ലാ ആദ്യത്തെ വോട്ടർമാരോടും ഞാൻ അതാണ് പ്രത്യേകിച്ച് ചൂണ്ടിക്കാണിക്കുന്നത്. രണ്ടാമത്തെ പറയാനുള്ളത്, ആക്ച്വലി ആഞ്ചലിയുടെ ചോദ്യത്തിൽ തന്നെ മറുപടി ഉണ്ട്. അതിൻ്റെ അർത്ഥം, വികസനം ഒന്നാം കാര്യം എല്ലാവരും പറയുന്നു അവർ ചെയ്തു എന്ന്. പക്ഷെ ശരിക്കും എന്താ ചെയ്തത് നിങ്ങൾ തന്നെ കണ്ണു തുറന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൻ്റെ യാഥാർത്ഥ്യം. പലവരും സത്യം പറയും, പലവർ നല്ലപോലെ എന്താ പറയുക എക്സാജറേറ്റ് ചെയ്യും.
കൂടിയിട്ട് അവരതിനെ ഒരു ചെറിയൊരു ഒരു കുഴി ഉണ്ടെങ്കിൽ അതിനെ വലിയൊരു കെട്ടിടമാക്കും അവർ സംസാരത്തിൽ. നിങ്ങൾ അതൊക്കെ മനസ്സിലാക്കി ചെയ്യണം. പക്ഷെ ഒരേ സമയത്ത് രാഷ്ട്രീയത്തിൽ പാർട്ടികൾക്ക് മൂല്യങ്ങളുണ്ടാവണം, വിശ്വാസങ്ങളുണ്ടാവണം, ഒരു ഐഡിയോളജി, ഒരു ഐഡിയ എന്താണ് അവർക്ക് വേണ്ടത്. ഞാൻ പറയുകയാണ്, സത്യമാണെങ്കിൽ ലെഫ്റ്റിൻ്റെ ഐഡിയോളജി പുരോഗതിയുടെ വിരുദ്ധമാണ്. ഞാൻ എപ്പോഴും ആൾക്കാരെ ഓർമ്മപ്പെടുത്തും, ഇവർ 19ാമത്തെ നൂറ്റാണ്ടിലത്തെ കമ്മ്യൂണിസ്റ്റ് വിശ്വാസമാണ്. അവരെന്താ ചെയ്യുന്നത്? ആദ്യം രാജീവ് ഗാന്ധി രാജ്യത്തിൽ കമ്പ്യൂട്ടർ കൊണ്ടുവന്നപ്പോൾ എന്ത് ചെയ്ത്? ഗൂണ്ടാമാരെ വടികൊണ്ട് അയച്ചിട്ട് കമ്പ്യൂട്ടറിനെ സ്മാഷ് ചെയ്തു. അവർ സംസ്ഥാന സർക്കാരിൻ്റെ ഓഫീസിലും LIC ഓഫീസിലും. മൊബൈൽ ഫോൺ ആദ്യം ഈ രാജ്യത്ത് വന്ന് മൊബൈൽ ഫോൺ വേണ്ടാന്ന് പറഞ്ഞത് CPM പാർട്ടി. അവർ പറഞ്ഞതൊക്കെ പണക്കാരുടെ കളിക്കാണ്, ഞങ്ങൾക്കിതൊന്നും വേണ്ട, സാധാരണക്കാർക്ക് വേണ്ട. സാധാരണക്കാർക്ക് ശരിക്കും ശക്തി കൊടുത്തത് മൊബൈൽ ഫോണും കമ്മ്യൂണിക്കേഷൻ വഴിയാണ്. ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ 8 വർഷം വെയിറ്റിംഗ് ലിസ്റ്റായിരുന്നു ഒരു ഫോൺ കിട്ടാൻ. നമ്മൾ ഇതൊക്കെ നല്ല പുരോഗതി വരുമ്പോൾ അതിനെ മനസ്സിലാക്കാനുള്ള ബുദ്ധി ഈ മാർക്സിസ്റ്റിന് ഒരിക്കലും ഉണ്ടാവാൻ സാധിക്കില്ല. അതുകൊണ്ട് എപ്പോഴേ പറയുന്നു, അതും ഒക്കെ മനസ്സിൽ വെക്കണം. വികസനം എന്ന് വെറുതെ മുദ്രാവാക്യമായി പറയുന്ന ഒന്നാണ്, പക്ഷേ എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കേണ്ടത്. മൂന്നാമത്തത്, സാമൂഹ്യത്തിൻ്റെ അകത്ത് എങ്ങനെ അവർ കാണുന്നു BJPൻ്റെ വർഗീയത. ഇതൊരു അടിസ്ഥാനം നിൽക്കുന്നൊരു ചോദ്യമാണ്. കാരണം നമ്മളുടെ സ്വതന്ത്ര സംഘർഷ ആ സമയത്ത് തന്നെ ഈ വിഷയം വന്നു. എന്താ, മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു രാജ്യം സ്ഥാപിക്കേണ്ടത്. അത് വിശ്വസിച്ചവർ പാകിസ്ഥാൻ ഉണ്ടാക്കിപ്പോയി. പക്ഷെ നമ്മളുടെ നേതാക്കൾ എന്ത് പറഞ്ഞ്? അല്ല, ഞങ്ങളുടെ സ്വതന്ത്ര സംഘർഷം എല്ലാവർക്കും വേണ്ടിയിട്ടായിരുന്നു, എല്ലാവർക്കും വേണ്ടി നമ്മളൊരു ഭരണഘടന എഴുതും, എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ രാജ്യം നടത്തും. അപ്പം നമ്മളുടെ ഭരണഘടനത്തിൽ എഴുതിയത് അത് എല്ലാവരും ഉണ്ടായിരുന്നല്ലോ. മഹാത്മാഗാന്ധി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഉണ്ടായില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ ചിന്തയും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടും ഇതിൽ കാണും. ജവഹർലാൽ നെഹ്റു, മൗലാന അബുൽ കലാം ആസാദ്, രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ അംബേദ്കർ, ഇവരെല്ലാവരും ഇങ്ങനെയാണ് ചിന്തിച്ചത്. ഈ രാജ്യം എല്ലാവരും ഒന്നായി കാണണം. ഒരു പൗരനാണെങ്കിൽ നിങ്ങളുടെ മതമായാലും എന്തായാലും ജാതി ഏതായാലും ഭാഷ ഏതായാലും നിറം ഏതായാലും ഏത് ഭാഗത്തിൽ ജനിച്ചോ അതൊന്നും പ്രശ്നമല്ല. നിങ്ങൾ ഭാരതീയ പൗരനാണെങ്കിൽ നിങ്ങളുടെ അവകാശം വേറെ എല്ലാ ഭാരതീയരും പോലെ ഒരേ അവകാശമാണ്. ആ വിശ്വാസമാണ് 72 വർഷം ഈ രാജ്യം നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ BJP പ്രത്യേകിച്ച് പറയണത് ഇല്ല, ഇതൊരു ഹിന്ദു രാഷ്ട്രമാണ്, ഈ രാജ്യത്തിൻ്റെ ജനങ്ങൾ ഹിന്ദുക്കളാണ്, ബാക്കി എല്ലാവരും അതിഥികളോ അല്ലെങ്കിൽ കള്ളന്മാരാണെന്നൊരു വിശ്വാസം. അതൊക്കെ ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഇങ്ങനെയുള്ള വർഗീയത നമ്മളുടെ രാജ്യത്തെ ഭിന്നിക്കുന്നത് മാത്രമല്ല, കേരളത്തിൽ നമ്മൾക്കറിയാം ചരിത്രത്തിൻ്റെ കഥ അതല്ല. നമ്മളുടെ കേരള ചരിത്രത്തിൽ എല്ലാ മതം, എല്ലാ ജാതി വ്യക്തികൾ ഒരുമിച്ച് ജീവിച്ച് വളർന്ന് ഒരുമിച്ച് പ്രവർത്തിച്ച് ഒരേ സ്വപ്നം കണ്ടിട്ടാണ് ഈ നാടിനെ നന്നാക്കിയത്. നമ്മൾ ഒരിക്കലും ഈ വിഷത്തിനെ നമ്മളുടെ അകത്ത് കൊണ്ടുവരാൻ സമ്മതിക്കരുത്. അപ്പോൾ ഇതെല്ലാം ചിന്തിക്കണം. ഒരു ഇങ്ങനെ വർഗീയത പറയുന്ന ഒരു വ്യക്തിക്ക് നല്ല എന്താ പറയുക, വികസനം ചെയ്യാൻ അറിഞ്ഞാൽ കൂടി നമ്മൾ രണ്ടിനെയും ബാലൻസ് ചെയ്യണ്ടേ. ശരി, ഇയാളൊരു കെട്ടിടം പണിതു അല്ലെങ്കിൽ പാലം പണിതു, പക്ഷെ ഒരേ സമയത്ത് എൻ്റെ മുസ്ലിം സുഹൃത്തിനെയോ എൻ്റെ ക്രിസ്ത്യൻ സുഹൃത്തിനെ ഇങ്ങനെ ആക്ഷേപിക്കുന്നു. ഏതാണ് ഞാൻ വില വയ്ക്കുന്നത്? നമ്മുടെ സ്വന്തം മൂല്യങ്ങൾ നമ്മൾ ചോദ്യം ചോദിക്കണം വോട്ട് ചെയ്യണം മുമ്പ്. എന്താണ് നമ്മൾക്ക് വേണ്ടത്, എന്താ നമ്മൾ വില വയ്ക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ? ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ വോട്ട് ചെയ്യേണ്ടത്. എല്ലാം എടുക്കൂ. ആൻഡ് പ്ലസ് എൻ്റെ ചെറിയൊരു അഭിപ്രായമാണ്, ഭാവിയെക്കുറിച്ചും ചിന്തിക്കണം. ഇന്നത്തെ വോട്ട് ഇന്നലെക്കുറിച്ചുള്ള പ്രവർത്തനം മാത്രമല്ല, നാളെ ഇവർ നമുക്ക് വേണ്ടി എന്ത് ചെയ്യും നമ്മൾ ആലോചിക്കണം. അപ്പോൾ നാളെക്കുറിച്ച് ചിന്തിക്കുന്നവർ എങ്ങനെയാണ് ഭാവിയിൽ എന്തൊക്കെയാണ് അവർ ചെയ്യാൻ പോകുന്നത് അതും കൂടി മനസ്സിലാക്കിയിട്ട് നാലാമത്തെ അവസാനത്തെ പോയിന്റ് അതുകൂടി മനസ്സിലാക്കിയിട്ട് വോട്ട് ചെയ്യണം. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഇതൊരു ലാസ്റ്റ് ക്വസ്റ്റ്യനായി എടുത്താലോ? ഒന്നും കൂടി ഉണ്ടല്ലോ ഇവിടെ. ശരി, ലാസ്റ്റ്. ഞാൻ മുബീന, ഇപ്പോൾ BCom ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ്. എൻ്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരുപാടായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ കേൾക്കുന്നതാണ് ന്യായ് പദ്ധതിനെ പറ്റിയിട്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റാൻ ഉതകുന്ന പല കാര്യങ്ങളും ഈ പദ്ധതിയുടെ പിറകിലുണ്ടെന്ന് കേട്ടു, പല ഭാഗത്തു നിന്ന് കേട്ടു. അപ്പോൾ ഇനി ഈ പദ്ധതി നമ്മൾ നടപ്പിലാക്കുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിന് അതേപോലെ നമ്മുടെ സാധാരണക്കാർക്ക് ഉണ്ടാകുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? നോക്കൂ, ഈ ന്യായ് പദ്ധതി ശരിക്കും ഇപ്പോഴത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ പരിഹരിക്കാനാണ്. അതൊരു ലോങ് ടേം സൊല്യൂഷനായി കാണുന്ന നിർബന്ധമില്ല, നമ്മൾ കാണണം എന്തായിരിക്കും അനുഭവം എന്ന്. പക്ഷേ ഈ പാവപ്പെട്ടവർക്ക് പണം കൊടുത്താൽ അവർ ഉടനെ ചെലവാക്കും എന്നാണ് നോർമലി പറഞ്ഞാൽ. അവർക്ക് ജീവിക്കാൻ സൗകര്യമായിട്ട് ജീവിക്കാനുള്ള പണമില്ലാത്ത കാര്യമാണ് ന്യായം അവർക്ക് കിട്ടാൻ പോകുന്നത്. ഇപ്പോൾ ഈ 6000 രൂപ കിട്ടിയാൽ അവരതിന് ചിലവാക്കും. അവർ മുണ്ട് മേടിക്കും, ചെരുപ്പ് മേടിക്കും, സൈക്കിൾ മേടിക്കും, എന്താണെന്ന് അറിയില്ല, അവരിഷ്ടപ്രകാരം ചെയ്യും. അത് ചെയ്യുമ്പോൾ നമ്മളുടെ എക്കോണമിയിൽ കുറച്ചൊരു സ്റ്റിമുലേഷൻ വരും. കാരണം നിങ്ങൾ ഒരു 100,000 ആൾക്കാർ പോയിട്ട് മുണ്ട് മേടിക്കാൻ തുടങ്ങിയാൽ മുണ്ടിൻ്റെ ഫാക്ടറി
അവർ ബിസിനസ് കൂടുതലാവും, അവർക്ക് ഇനിയും തൊഴിലാളികൾക്ക് ഹയർ ചെയ്യേണ്ടി വരും മുണ്ടുണ്ടാക്കാൻ, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ഒരു സ്റ്റിമുലസ് കിട്ടിയിട്ട് ഈ പലവർക്കും കൂടുതൽ തൊഴിൽ കിട്ടും. ഇതിൻ്റെ കാരണം കൂടുതൽ ചിലവുണ്ടാവും, നമ്മളുടെ എക്കോണമിയിലൊരു വളർച്ചയുണ്ടാവും. അത് കണ്ടിട്ടാണ് ഞാൻ എൻ്റെ ലോജിക്ക്. വെറും കയ്യിൽ കാശ് കൊടുക്കണമെന്ന് മാത്രമല്ല, നമ്മളുടെ എക്കോണമിയെ വളർച്ച കൊണ്ടുവരാനാണ് നമ്മളുടെ ഉദ്ദേശം. അതൊന്ന്. ലോങ് ടേമിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടിയേ പറ്റുള്ളൂ. ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലെങ്കിൽ ഈ നമ്മൾ എന്താണ് ഈ സംസ്ഥാന സർക്കാരിൻ്റെ വരുമാനം നിങ്ങൾക്ക് അറിയോ? കള്ള പറഞ്ഞ ലിക്കർ, ഫോറിൻ ലിക്കറും എൻ്റെ എക്സൈസ് ഡ്യൂട്ടി, അതാണ് 22% അവർ കിട്ടുന്നത് റവന്യൂ. പിന്നെ ടൂറിസം. പക്ഷേ ഈ കോവിഡ് മഹാമാരി വന്ന ശേഷം ടൂറിസം ഉണ്ടായിട്ടേ ഇല്ല. കുറച്ചൊരു ഡൊമസ്റ്റിക് ടൂറിസം വരുന്നൊന്നുമില്ല, പക്ഷെ അത്രയൊന്നുമില്ല നമ്മുടെ പണ്ട് കാലത്ത് പോലെ. പിന്നെ ഇവർക്ക് റെമിറ്റൻസസ് ആണ് ഇവരുടെ വലിയൊരാശം. ഗൾഫിൽ പോയി ആൾക്കാർ ജോലി ചെയ്തിട്ട് പണം അയച്ചു കൊടുത്താൽ അത് കേരളത്തിലെത്തും. ഒന്നാം കാര്യം, അതൊരു ഭയങ്കര അൺറിലയബിൾ വഴിയാണ്. കാരണം എപ്പോൾ വേണമെങ്കിലും ജോലികൾ നഷ്ടപ്പെടാൻ സാധിക്കും. ഇപ്പം കൂടി ഞാൻ ഇന്നലെ മലപ്പുറത്തായിരുന്നു, പലവരും തിരിച്ചു വരാൻ തുടങ്ങിക്കഴിഞ്ഞു. പുതിയ വ്യക്തികൾ പോവാനുള്ള എണ്ണം ചുരുങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞു. അപ്പം നമുക്ക് ഭാവിയെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ കേരളത്തിൽ തന്നെ ഒരു റവന്യൂ ജനറേഷൻ, വരുമാനം സംസ്ഥാന സർക്കാരിന് കിട്ടാനുള്ള ഒരു വളർച്ച കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ന്യായബോർഡ് വേറെ ഏത് ക്ഷേമ പദ്ധതിയും നന്നായിട്ട് നടക്കാൻ ഉള്ള പണം ഉണ്ടാവില്ല. ഈ ലെഫ്റ്റുകാർ ചെയ്യുന്ന പോലെ അവരുടെ കഴിവില്ലായ എല്ലാം വെച്ച് വലിയ അടയാളമാണ് അവർ കടമെടുത്തിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്, മനസ്സിലായില്ലേ? അവസാനത്തെ ആരും കടം തരില്ല. ആരാണ് ഈ കടം വീട്ടാൻ പോകണമെന്ന് ചോദിക്കുക ഇവർ, ബാങ്കുകാർ. അപ്പം നമ്മൾക്ക് ഒരു ലോങ് ടേം കാഴ്ചപ്പാടും ആ വിഷനുകൊണ്ട് ഈ സംസാരം നന്നാക്കണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യേണ്ടി വരും എന്നാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. താങ്ക് യു. ഐ എം ബിൻഷാദ്. ഞാൻ വി ടി ബൽറാം കൊണ്ടുവന്നിട്ടുള്ള തൃത്താല ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഓ വെരി ഗുഡ്. അതിനുശേഷം കോളേജ് കൊണ്ടുവരുമ്പോൾ ഞാൻ വലിയൊരു കാര്യമായിട്ട് കണ്ടതാണ്. കാരണം നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നില്ല ഒന്ന്. അതിനുശേഷം PG MES KVM കോളേജിൽ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ അവിടെ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. വെരി ഗുഡ്. സോ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ നമ്മുടെ കേരള മോഡൽ എന്നുള്ളത് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ബാക്കിയുള്ള സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ ലിവിങ് സ്റ്റാൻഡേർഡ്സിന്റെ ഉപരിയായിട്ട് നോക്കുമ്പോൾ വളരെയധികം ഡെവലപ്ഡ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ബട്ട് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇൻകം വരുന്നത് ഒന്ന് ലിക്കറിന്റെ പേരിലാണ്, മറ്റൊന്ന് ലോട്ടറിയുടെ പേരിലാണ്. രണ്ടും ചൂഷണം ചെയ്യുന്ന, ഭാവിയിലെ എക്സ്റ്റേണൽ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്ന ഒരു മേഖലയാണ്. സോ ഭാവിയിലേക്ക് കേരളം മുന്നോട്ട് വെക്കുന്ന ഒരു മോഡൽ എന്താണ്? പ്ലസ് നമ്മുടെ വലിയൊരു വരുമാനം വരുന്നത് പ്രവാസികളിൽ നിന്നാണ്. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ മുന്നോട്ട് വെക്കുന്ന മോഡൽ എന്താണ്? ദിസ് ഇസ് മൈ ക്വസ്റ്റ്യൻ. അത് 2 ക്വസ്റ്റ്യൻ ആയപ്പോൾ ഒന്നിൻ്റെ സമയമുള്ളൂ. എന്തായാലും ഞാൻ ആദ്യത്തെ ചോദ്യമാണ് ശരിക്കും ഇമ്പോർട്ടൻറ്റ് ചോദ്യം. കാരണം ഞാൻ പല വിഷയത്തിലും നമ്മളുടെ സർക്കാരിനെ ആക്ഷേപിക്കും, പക്ഷെ കേരള മോഡലിനെ ഞാൻ ഒരിക്കലും എതിരിച്ചിട്ടില്ല. കാരണം കേരള മോഡൽ ഒരു നല്ല മോഡലാണ്, ഭാരതത്തിന് ഒരു ഉദാഹരണമാണ്. എന്താ ഈ മോഡൽ? ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്, നമ്മളുടെ വ്യക്തികളുടെ പഠിപ്പ്, അറിവ്, സോഷ്യൽ ഇൻഡിക്കേറ്റേഴ്സ്, ആരോഗ്യം, അത് നോക്കിയിട്ട് നമ്മളുടെ സംസ്ഥാനം ചിലവാക്കിയിരിക്കുന്നത് ഈ ഭരണമല്ല ഞാൻ പറയണത്. ഞാൻ ഒരു 150 വർഷത്തിൻ്റെ കഥയാണത്. രാജാക്കന്മാരുടെ സമയം മുതൽക്ക് ആസ്പത്രികളിൽ, ആരോഗ്യ മേഖലയിൽ, പഠിപ്പിൽ, വിദ്യാഭ്യാസ മേഖലയിൽ ഇതൊക്കെ നമ്മൾ ചിലവാക്കിയിട്ട് നന്നാക്കിയ കാരണമാണ് കേരള മോഡലിനെ ആൾക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു ഐഡിയൽ മോഡലാണ്. ഈ ആഴ്ചയിലത്തെ ദ വീക്ക് എന്ന് പറഞ്ഞ മാഗസീൻ, മനോരമ ഇംഗ്ലീഷിൽ കൊണ്ടുവരുന്നത് ദ വീക്ക്, അതിൽ എൻ്റെ ആർട്ടിക്കിൾ താങ്കൾ വായിച്ച് നോക്കണം. ഒരൊറ്റ പേജേ ഉള്ളൂ, വലിയ നേരം എടുക്കില്ല. അപ്ഡേറ്റിംഗ് ദ കേരള മോഡൽ. കാരണം നമ്മൾക്ക് ആവശ്യമുള്ളത് കേരള മോഡലിനെ വലിച്ചെറിയാനല്ല, അതിനെ കുറച്ചും കൂടി 21ാമത്തെ നൂറ്റാണ്ടത്ത് കൊണ്ടുവരാൻ ആവശ്യമുണ്ട്. ഇതെല്ലാം ഞാൻ പറഞ്ഞത് ചെയ്തുകൊണ്ടിരിക്കണം. ഒരേ സമയത്ത് ഇതിനു വേണ്ടി ഞാൻ ഈ കുട്ടിയോട് പറഞ്ഞ പോലെ റവന്യൂ ജനറേഷൻ ചെയ്യാനും നമുക്ക് ഈ നാടിനെ നന്നാക്കി വേണ്ടി കുറച്ചും കൂടി ഒരു ഡ്യൂറബിൾ ബേസിസ് നടത്താൻ നമ്മൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റും മോഡേണൈസേഷനും ആവശ്യമുണ്ട്. അവകാശം ജനങ്ങൾക്കുണ്ടാവണം, നല്ലതാണ്. അത് കേരളക്കാർ വലിയൊരു പ്രത്യേകതയാണ്. പക്ഷേ ആ അവകാശത്തെ ഉപയോഗിക്കുമ്പോൾ ഒരു കോമൺ ഗുഡ്, കാരണം നമ്മളുടെ എല്ലാ ജനങ്ങളുടെയും ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കണം. അതിന് ചില മോർ ഓപ്പൺ പോളിസീസ് ആവശ്യമുണ്ട്. ചില ടഫ് സ്റ്റാൻഡും എടുക്കേണ്ടി വരും. നമ്മൾ പ്രകടന പത്രിക പറഞ്ഞിട്ടുണ്ട്, ഈ ഹർത്താൽ നിർത്തേണ്ടി വരും കേരളത്തിൽ. പറഞ്ഞാൽ എല്ലാവർക്കും ജനാധിപത്യ അവകാശമുണ്ട് അവർക്ക് പ്രതിഷേധം ചെയ്യാൻ. പക്ഷെ അവർ വേറെ മനുഷ്യനെ, അന്യനെ ഉപദ്രവിക്കാനും, ഒരു ആസ്പത്രി പോകുന്ന ഒരു വയസ്സുകാരനെ തടുക്കാനും, ബസ്സിനെ തടുത്തിട്ട് ടയറിന്ന് കാറ്റയാനും, കച്ചവടക്കാരൻ്റെ കട
ബലത്തോടെ അടുപ്പിക്കാനും ഇത് അവകാശം ആർക്കുമില്ല. അത് ഏത് ജനാധിപത്യത്തിൽ ഇന്ത്യയിൽ വേറെ ഏത് സ്റ്റേറ്റിലും നടക്കില്ല, ഇവിടെ മാത്രമാണ് ഈ തെമ്മാടിത്തരം. പക്ഷെ ഇതിൻ്റെ കാരണമാണ് ഇൻവെസ്റ്റേഴ്സ് ഭയപ്പെടുന്നുള്ളൂ വരാൻ. ചുവന്ന കൊടിയും ഹർത്താലും പേടിച്ചിട്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരാത്തത് നമ്മുടെ സംസ്ഥാനം. അതുകൊണ്ട് നമ്മൾക്ക് ചില സ്റ്റാൻഡ് വെറും പിന്നെ പോസിറ്റീവ് മാത്രം പറയുന്ന ഒരു രാഷ്ട്രീയക്കാരനായിട്ട് അറിയപ്പെടാൻ വേണ്ടി അങ്ങനെ പറഞ്ഞാൽ പോരാ. ചില കാര്യങ്ങൾ നമ്മൾ നെഗറ്റീവായിട്ട് പറയണം, സ്റ്റാൻഡ് എടുക്കണം. നമ്മൾ ഇതിനെ ഈ ഹർത്താൽ നിരോധിച്ചിട്ടില്ലെങ്കിൽ ആരുമില്ല. ഞാൻ എൻ്റെ സ്വന്തം അനുഭവം പറയാം. ഞാൻ ഐക്യരാജ്യസഭ വിട്ടിട്ട് രാഷ്ട്രീയത്തിൽ വരുന്ന മുമ്പ് ഒരു 2 വർഷം ഞാൻ ആക്ച്വലി കേരളത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു, പ്രൈവറ്റ്ലി, ഒരു പ്രൈവറ്റ് കൺസൾട്ടൻസി ആയിട്ട്. എനിക്കും കൂടി ഓർമ്മയുണ്ട്, നമ്മുടെ ആ കാലത്ത് എനിക്ക് ആ സമയത്ത് രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല, പാർട്ടി ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ന്യൂയോർക്കിൽ താമസിക്കുമ്പോൾ ഇവിടുത്തെ ഇൻഡസ്ട്രി മിനിസ്റ്റർ എലമറയും കരീം ലെഫ്റ്റിൻ്റെ അദ്ദേഹം ന്യൂയോർക്കിൽ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിന് മീറ്റ് ചെയ്യാൻ വേണ്ടി 10-25 മില്യനേഴ്സിനെ വിളിച്ചൊരു ഡിന്നർ നടത്തി അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു പ്രസൻറ്റേഷൻ ചെയ്യാൻ കേരളത്തിൽ എന്തുകൊണ്ട് പണം കൊണ്ടുവരുന്നത്. അദ്ദേഹത്തിന് ഒരു ഒറ്റ പൈസ കിട്ടിയില്ല. അതിൽ ഭൂരിപക്ഷം മലയാളികളായിരുന്നു, മറുനാടൻ മലയാളികൾ. നല്ലപോലെ വിദേശത്തിൽ പണമുണ്ടാക്കി ഇന്ത്യയിൽ വേറെ ഭാഗത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ. അവരെല്ലാവരും എന്നോട് പറഞ്ഞു, കേരളത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല, ഈ കമ്മ്യൂണിസ്റ്റുകാർ ഞങ്ങളെ ജോലി ചെയ്യാൻ സമ്മതിക്കില്ല. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കണം, ഈ നാടിനെ നന്നാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ മാറ്റിയേ പറ്റൂ. അതിലത്തെ ഒന്ന് ഇതാണ്. അതാണ് പ്രത്യേക. പ്രവാസികളുടെ വിഷയത്തിൽ ഞാനൊരു കാര്യം ചുരുങ്ങിയിട്ട് പറയാം, വല്ലാതെ വൈകിയെന്ന് എനിക്ക് സന്ദേശം കിട്ടി. ഇതെന്താണ്, പ്രവാസികൾ നമ്മൾക്ക് വലിയ ഒരു അസറ്റാണ്. ഞാൻ എപ്പോഴും പറയും, NRI എന്ന് പറഞ്ഞാൽ ദ നാഷണൽ റിസർവ് ഓഫ് ഇന്ത്യ. അവർ ശരിക്കും നമ്മുടെ സ്വത്താണ്. അവർക്ക് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യാൻ, അവർ ബുദ്ധിമുട്ടിൽ വന്നിട്ട് തിരിച്ചു വന്നാൽ അവർക്ക് അതുമീതെ നമ്മൾ സഹായം കൊടുക്കാൻ ആവശ്യമാണ്. അവർ അവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ നാടിന് വേണ്ടി പല കോൺട്രിബ്യൂഷൻസ് അവർ ചെയ്യുന്നുണ്ട്. അതിനെ അംഗീകരിക്കണം, അവർ കുറച്ചുകൂടി എളുപ്പമാക്കണം. ഒരേ സമയത്ത് ഇവിടെ എത്തുമ്പോൾ അവർക്ക് സഹായം കൊടുക്കണം. ഞങ്ങളുടെ പ്രകടന പത്രികയിലെ ഒരു ആക്സിഡൻ്റ് ആയിട്ട് ചില പോയിൻറ്റ്സ് വിട്ടുപോയി. അത് തിരക്കിൽ ഇറക്കുന്ന സമയത്തായിരുന്നു. ഞങ്ങളുടെ KPCC വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്ത് ഞങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണും, മലയാളത്തിലും ഇംഗ്ലീഷിലും എന്തൊക്കെയാണ് നമ്മൾ NRIs ചെയ്യാൻ പോകുന്നത്. അതുകൂടി പറഞ്ഞ് ഞാനിവിടെ ക്ഷണിച്ച് നമ്മുടെ അധ്യക്ഷൻ ശ്രീ തങ്ങളിലും നമ്മുടെ സദാ മാസ്റ്ററും ശ്രീ ബാലചന്ദ്രനും ഒക്കെ നിങ്ങൾ നന്ദി പറഞ്ഞിട്ട് ഒരിക്കലും കൂടി എൻ്റെ അവസാനത്തെ വാക്ക്, VT ബൽറാമിനെ വിജയിപ്പിക്കണം. നമ്മുടെ നാടിൻ്റെ ഭാവിക്ക് നന്നായിരിക്കുന്ന ഒരു സംശയമില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ ഉത്തരം പറയുമ്പോൾ ശ്രീ ബൽറാമിൻ്റെ കാഴ്ചപ്പാടും എൻ്റെയും ഒരുമാതിരി ഒന്നാണ് ഇതിൽ. എല്ലാം 100% ഞാൻ പറയില്ല, പക്ഷേ ഭൂരിപക്ഷ കാര്യത്തിൽ നമ്മൾ ഈ നാടിനെ നന്നാക്കാനാണ് ആഗ്രഹിക്കുന്നത്. ആ നന്നായ കേരള കാണാൻ പ്രായമുള്ള ഒരാളാണ് ബൽറാം. അദ്ദേഹത്തിന് ഇനിയും കുറേ വർഷങ്ങളുണ്ട് നിങ്ങളുടെ സേവനത്തിന്. നിങ്ങൾ അദ്ദേഹത്തെ വിജയിപ്പിച്ചിട്ട്, അദ്ദേഹത്തിൻ്റെ 10 വർഷ സേവനത്തിന് നിങ്ങൾ അംഗീകരിച്ചിട്ട് അദ്ദേഹത്തെ വിജയിപ്പിക്കുക. വോട്ട് ഫോർ VT ബൽറാം, വോട്ട് ഫോർ UDF, വോട്ട് ഫോർ കേരളാസ് ഫ്യൂച്ചർ. നാട് നന്നാക്കാൻ വേണ്ടി വിജയിപ്പിക്കുന്നത് മാത്രം അഭ്യർത്ഥിച്ചാൽ ഞാൻ വാക്ക് ചുരുക്കട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. താങ്ക് യു സോ മച്ച്. ശശി തരൂർ എന്ന് പറയുന്നത് ലോക മലയാളിയുടെ ഒരു മേൽവിലാസമാണ്. ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വന്തം പേരാൽ അറിയപ്പെടുന്ന ഒരു മലയാളി അതിതാ നമ്മുടെ ഇടയിൽ ഇപ്പോൾ നിൽക്കുന്ന ഡോക്ടർ ശശി തരൂരാണ്. അദ്ദേഹം അറിയപ്പെടുന്ന ആൾ മാത്രമല്ല, അറിവുള്ള ആൾ കൂടിയാണ്. കാഴ്ചപ്പാടുകളുള്ള ആളുകളാണ്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള, ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള, ഏറ്റവും കൂടുതൽ പ്രഭാഷണങ്ങൾ നടത്തുന്ന, ഏറ്റവും മനോഹരമായി പാർലമെൻറ്റിനകത്തും പുറത്തും തൻ്റെ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു നല്ല ഭരണാധികാരിയായി കൂടി ഇടക്കാലത്ത് പ്രവർത്തിച്ച നമ്മുടെ അഭിമാനമായിട്ടുള്ള ഡോക്ടർ ശശി തരൂർ. അദ്ദേഹം നമുക്കെല്ലാവർക്കും ഒരു മോട്ടിവേഷനാണ്. അദ്ദേഹത്തിന് കേരള രാഷ്ട്രീയത്തിലും ഒരുപക്ഷെ വലിയ റോളുകൾ നാളുകളിൽ വഹിക്കാനുണ്ടാകും. അതിനൊക്കെ ഒരു പുതിയ തലമുറയുടെ വലിയ പിന്തുണ ഉണ്ട് എന്നുള്ളതാണ് ഈ സദസ്സ് തെളിയിക്കുന്നത്. ഇവിടെ ഓർഗനൈസ് ചെയ്ത് വന്ന ആളുകളെക്കപ്പുറം ഈ പരിപാടിയുടെ ഭാഗമാവുന്നത് ഇന്ന് ഡോക്ടർ ശശി തരൂർ ഇവിടെ വരുന്നു എന്ന് കേട്ടറിഞ്ഞ് വരുന്ന ആളുകളാണ്. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. കഴിഞ്ഞ തവണയും എൻ്റെ ക്യാമ്പയിന് വേണ്ടി അദ്ദേഹം വന്നിരുന്നു. ഇത്തവണയും മറ്റെല്ലാ തിരക്കും മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹം ഇവിടേക്ക് കടന്നു വരുന്നു എന്നുള്ളത് നമ്മളോടുള്ള ഒരു വലിയ സ്നേഹപ്രകടനമായി കാണുകയാണ്. ആ സ്നേഹം തിരിച്ചും അദ്ദേഹത്തോടൊപ്പം നമ്മുടെ എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് എന്നും ഉണ്ടാവും എന്ന് അദ്ദേഹത്തിന് ഉറപ്പ് നൽകുകയാണ്. അദ്ദേഹത്തിൻ്റെ ഈ വിലപ്പെട്ട സമയത്തിന് തൃത്താലയിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി ഞാൻ അദ്ദേഹത്തോട് നന്ദി പറയുകയാണ്.
നടത്തിയത് നമ്മളുടെ പ്രവാസികളാണെന്ന് മനസ്സിലാക്കി അവരോട് പ്രത്യേകിച്ച് നന്ദി. OICCയും ഒക്കെ UAE നിന്ന് വന്നവരും കൂടി ഇതിലുണ്ടെന്ന് കേട്ടു. അവരുടെ സേവനത്തിന് വലിയ നന്ദി. ഇൻകാസും KMCCയും ചേർന്നാണ്, ദുബായ് കമ്മിറ്റിയാണ്, തൃത്താല നിയോജക മണ്ഡലം UDF കമ്മിറ്റിയാണ് ഈ പരിപാടിയുടെ സംഘാടകരായി പ്രവർത്തിച്ചിട്ടുള്ളത്. അവരിൽ പലരും ഈ വേദിയിലും സദസ്സിലുമുണ്ട്. അവർക്കെല്ലാം നന്ദി പറയുകയാണ്. ഞാൻ എന്തെങ്കിലും സംസാരിക്കണോ? ചോദ്യോത്തര സെഷൻ തുടരില്ലേ വീട്ടിയുമായി? അടുത്ത ക്വസ്റ്റ്യൻ വീട്ടിയോട് ചോദിക്കാവുന്ന രീതിയിൽ ഈ ചോദ്യോത്തര ഇന്ററാക്ഷൻ തുടരുകയാണ്. ഓക്കെ, ഒരു 3-4 ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ടാവാം. സർ, എൻ്റെ പേര് ശാരിക. ഞാൻ BA എക്കണോമിക്സ് സ്റ്റുഡൻ്റ് ആണ്, സെക്കൻഡ് ഇയർ പഠിക്കുകയാണ്. എവിടെ പഠിക്കുന്നു? ഞാൻ വള്ളത്തോളിലാണ് പഠിക്കുന്നത്. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ LDF സർക്കാർ കുറേ പദ്ധതികൾ ഞങ്ങൾ സ്റ്റുഡൻസിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് കേട്ടു. പലതും ഞങ്ങൾക്ക് എന്താ പറയുക, കിട്ടിയെന്നോ കിട്ടിയില്ല അങ്ങനെ ഒരു അവസ്ഥയൊക്കെ ആയിട്ട് നിൽക്കുകയാണിപ്പോൾ. നമ്മളുടെ ഈ UDF സർക്കാർ വന്നാൽ നമുക്ക് എന്താണ് ഇതിലും കൂടുതലായിട്ട് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുക? സാറ് വന്നു കഴിഞ്ഞാൽ ഇനി എന്താണ്? നല്ല ചോദ്യമാണ്. ശരീരനെ പറഞ്ഞതുപോലെ കുറേയേറെ കാര്യങ്ങൾ നമ്മൾ കേട്ട് മാത്രം പരിചയമാണ് നമുക്കുള്ളൂ. എന്താണ് യഥാർത്ഥത്തിൽ ചെയ്തത് എന്ന് ചോദിച്ചാൽ പലപ്പോഴും നേരത്തെ ചെയ്തു വന്നിരുന്ന കാര്യങ്ങൾ തന്നെയാണ് ചെയ്തത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടിയും ഈ ഗവൺമെൻറ് ചെയ്തു എന്ന് അവകാശപ്പെടുന്ന ഒരു കാര്യമാണ്. പക്ഷെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം എന്ന് പറയുന്നത് അങ്ങനെ ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ കാലത്ത് മാത്രം ഇടപെടൽ സാക്ഷ്യം വഹിച്ചൊരു മേഖലയല്ല. ഡോക്ടർ ശശി തരൂരിനെ പറഞ്ഞതുപോലെ എത്രയോ കാലങ്ങളായി, പതിറ്റാണ്ടുകളായി, ഒരുപക്ഷെ സ്വാതന്ത്ര്യത്തിന് മുൻപ് തന്നെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ വലിയ രീതിയിൽ ശ്രദ്ധ ചെലുത്തിയ ഭരണാധികാരികൾ നമ്മുടെ നാട്ടിലുണ്ടായത്, രാജഭരണകാലം മുതൽ. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയാണ്, അതിൻ്റെ ഒരു നേട്ടമാണ് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് കഴിഞ്ഞ UDF ഗവൺമെൻറ് സമയത്ത് വലിയ ഇടപെടലുകൾ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് എല്ലാ പഞ്ചായത്തുകളിലും ഹയർ സെക്കൻഡറി സ്കൂളുകൾ അനുവദിക്കുക എന്നുള്ളത് കഴിഞ്ഞ UDF ഗവൺമെൻറ് എടുത്ത നയപരമായൊരു തീരുമാനമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ വട്ടേനാട് സ്കൂളിൽ ഹയർ സെക്കൻഡറി ആരംഭിച്ചത്. ഒരുപക്ഷെ നിങ്ങളിൽ എത്ര പേർക്ക് അത് ഓർമ്മയുണ്ടെന്നറിയില്ല. വട്ടേനാട് സ്കൂളിൽ ഹയർ സെക്കൻഡറി ആരംഭിച്ചത് UDF ഗവൺമെൻറ്റിൻ്റെ ആ നയത്തിൻ്റെ ഭാഗമായിട്ടാണ്. വിദ്യാഭ്യാസ മേഖലയിലെ അധ്യാപകരുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള അധ്യാപക പാക്കേജ് ആരംഭിച്ചത് കഴിഞ്ഞ UDF ഗവൺമെൻറ്റാണ്. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞ പോലെ തൃത്താലയ്ക്കൊരു ഗവൺമെൻറ് കോളേജ് അനുവദിക്കാൻ വേണ്ടി കേരളത്തിൽ തന്നെ ആ നിലയിലുള്ളൊരു നയം രൂപീകരിച്ചത് UDF ഗവൺമെൻറ്റാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ 20ഓളം പുതിയ ഗവൺമെൻറ് കോളേജുകൾ ഉയർന്നു വന്നത്. യഥാർത്ഥത്തിൽ അതിന് മുൻപുള്ള ഒരു 20 വർഷം കേരളത്തിൽ ആകെ അനുവദിക്കപ്പെട്ടത് 2-3 ഗവൺമെൻറ് കോളേജുകളാണ്. പിന്നെ അധികം ഒറ്റയടിക്ക് ഗവൺമെൻറ് കോളേജുകൾ വരുന്നത് 2011 നമുക്ക് തൃത്താലയ്ക്ക് വേണ്ടി രൂപപ്പെടുത്തിയ ആ നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിൻ്റെ ഒരു കൗതുകരമായിട്ടുള്ളൊരു യാഥാർത്ഥ്യം എന്ന് പറയുമ്പോൾ അന്ന് പ്രതിപക്ഷ ഉപനേതാവായിരുന്ന ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ, അദ്ദേഹം CPM-ൻ്റെ വലിയ നേതാവാണ്, മുൻപ് ആഭ്യന്തരമന്ത്രിയൊക്കെ ആയിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ മണ്ഡലമായ തലശ്ശേരിയിൽ പോലും ഗവൺമെൻറ് കോളേജ് അനുവദിക്കപ്പെട്ടത് UDF ഗവൺമെൻറ് കൊണ്ടുവന്ന ഈ നയത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പെട്ടെന്നുണ്ടായതല്ല. പാഠപുസ്തകങ്ങൾ സൗജന്യമായിട്ട് വിതരണം ചെയ്യുന്ന രീതി തുടങ്ങിയത് SSA എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. അത് UPA ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ്. അപ്പോൾ അങ്ങനെ കാലങ്ങളായി നടന്നു വന്നിരുന്ന ഒരുപാട് കാര്യങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ തൃത്താല നിയോജകമണ്ഡലത്തിൽ ഒരു ഉദാഹരണം പറയാം, നമ്മുടെ ഒരു അനുഭവം പറയാം, നമുക്ക് നേരിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഗവൺമെൻറ്റിൻ്റെ പല പ്രഖ്യാപനങ്ങളും പ്രഖ്യാപന രൂപത്തിൽ നിൽക്കുകയാണ്. പക്ഷേ കഴിഞ്ഞ UDF ഗവൺമെൻറ് ഞാനടക്കമുള്ള MLA-മാർക്ക് വേണ്ടി MLA ആസ്തി വികസന ഫണ്ട് എന്ന പേരിലുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു ഫണ്ട് ആവിഷ്കരിച്ചു. ഓരോ വർഷവും 5 കോടി രൂപ വീതം MLA-മാർക്ക് അതത് മണ്ഡലങ്ങളിൽ ചെലവഴിക്കാനുള്ള അവകാശം നൽകി. ഈ ഫണ്ടാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം MLA-മാരും ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള കെട്ടിടമായിട്ട് ചെലവഴിച്ചത്. അതിനു മുൻപ് ഈ സ്കൂളുകളൊക്കെ പഞ്ചായത്തുകൾക്ക് വിട്ടുകൊടുത്ത സ്ഥാപനങ്ങളാണല്ലോ.
1995 പഞ്ചായത്ത് രാജ് നിയമം നടപ്പാക്കിയതോടുകൂടി സ്കൂളുകൾ പഞ്ചായത്തുകളുടെ അധീനതയിലാണ്. LP സ്കൂളുകൾക്ക് ഗ്രാമപഞ്ചായത്ത്, ഹൈസ്കൂളുകളൊക്കെ ജില്ലാ പഞ്ചായത്ത്. പക്ഷേ ഇവർക്ക് വിട്ടുകൊടുത്തു എങ്കിൽ പോലും അവിടെ കാര്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള ഫണ്ട് നീക്കി വയ്ക്കാൻ ഈ സ്ഥാപനങ്ങൾക്ക് കഴിഞ്ഞിരുന്നില്ല. ചിലപ്പോൾ 5 ലക്ഷത്തിൻ്റെ ഒരു ക്ലാസ് റൂം, അല്ലെങ്കിൽ ടോയ്ലറ്റ്, അല്ലെങ്കിൽ ഒന്ന് ഓട് മേയൽ, അങ്ങനത്തെ, അല്ലെങ്കിൽ ചുറ്റുമതിൽ, കിണർ, ഇങ്ങനെയൊക്കെയുള്ള 5 ലക്ഷം 10 ലക്ഷത്തിൻ്റെയൊക്കെ ഫണ്ടാണ് സ്കൂളുകളിലേക്ക് വന്നിരുന്നത്. അതിന് പകരം 50 ലക്ഷത്തിൻ്റെ കെട്ടിടം, 1 കോടിയുടെ കെട്ടിടം, 2 കോടിയുടെ കെട്ടിടം എന്നുള്ളതൊക്കെ നമ്മുടെ സ്കൂളുകളിലേക്ക് കടന്നു വന്നത് UDF ഗവൺമെൻറ് ഈ MLA ആസ്തി വികസന ഫണ്ട് കൊണ്ടുവന്നതിന് ശേഷമാണ്. അന്ന് തൊട്ടാണ് കേരളത്തിലെ സ്കൂളുകളിലെ ഇൻഫ്രാസ്ട്രക്ചർ ഗണ്യമായ രീതിയിൽ ഡെവലപ്പ് ചെയ്തത്. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം എന്താ ചെയ്തത്? കിഫ്ബിയിലൂടെ കുറേ പദ്ധതികൾ പ്രഖ്യാപിച്ചു. ഈ പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ അന്ന് തൊട്ട് CPMകാർ അതിൻ്റെ പ്രചരണം ഏറ്റെടുത്തു. ഇതാ ഈ സ്കൂളിൽ 3 കോടി, ആ സ്കൂളിൽ 5 കോടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രചരണം ഏറ്റെടുത്തു. പക്ഷേ അതിൻ്റെ 90% ഇതുവരെ നിർമ്മാണം ആരംഭിച്ചിട്ടില്ല. 5 വർഷത്തിനിപ്പുറം നിൽക്കുമ്പോഴും. ഇപ്പം നമ്മുടെ നിയോജകമണ്ഡലത്തിന് അനുഭവം എടുത്തു നോക്കിയാൽ, ഇപ്പോൾ ഗോഖലെ സ്കൂള് അവിടെ പഠിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? അവിടെ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 4 കോടി രൂപയുടെ കെട്ടിടമാണ് ഹയർ സെക്കൻഡറിക്ക് വേണ്ടി അവിടെ പൂർത്തീകരിക്കുന്നത്. അതേ സ്കൂളിൽ 3 കോടി രൂപ കിഫ്ബി പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2017 പ്രഖ്യാപിച്ചതാണ്. 17 കഴിഞ്ഞു, 18 കഴിഞ്ഞു, 19 കഴിഞ്ഞു, 20 കഴിഞ്ഞു, 21-ലൊക്കെയാണ്. 4-4.5 വർഷമായിട്ടും ആ 3 കോടിയുടെ കെട്ടിടം ഗോഖലെ സ്കൂളിൽ ഇതുവരെ ഒന്നും ആയിട്ടില്ല. ഇതേ രീതിയിൽ കുമരനെല്ലൂർ സ്കൂളിലെ കിഫ്ബി പ്രഖ്യാപിച്ചിട്ടുണ്ട് 3 കോടി, ഒന്നും ആയിട്ടില്ല. അവിടെയും MLA ഫണ്ട് കൊണ്ടുള്ള കെട്ടിടമാണ് അവിടെ ഫ്രണ്ടിൽ നിർമ്മാണം നടക്കുന്നത്. 1.25 കോടിയാണ്. മേഴത്തൂർ സ്കൂളിനെ കുറിച്ച് ആരോ പറഞ്ഞു അല്ലേ? മേഴത്തൂർ സ്കൂളിൽ നിങ്ങളുടെ കെട്ടിടം MLA ഫണ്ട് കൊണ്ട് നിർമ്മിച്ചതാണ്. കിഫ്ബി അവിടെ 3 കോടി പ്രഖ്യാപിച്ചിട്ടുണ്ട്, അവിടെ ഒന്നും ആയിട്ടില്ല. ചാത്തന്നൂർ സ്കൂളിലുണ്ട്, അതുപോലെ തന്നെ ആനക്കര സ്കൂളിലുണ്ട്. ഇതാണ് അവസ്ഥ. അപ്പോൾ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഈ ഗവൺമെൻറ് വന്നുകൊണ്ട് മാത്രം എന്തൊക്കെയോ പ്രത്യേകമായി ചെയ്തു, ഇത് ചരിത്രത്തിലാദ്യമാണ് എന്നുള്ളത് ഒരു അതിരുകടന്ന അവകാശവാദമാണ്, ഒരു PR തള്ളാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പം സ്മാർട്ട് ക്ലാസ് റൂം, ഒരു നിയോജക മണ്ഡലത്തിലെ എല്ലാ സർക്കാർ സ്കൂളുകളിലും സ്മാർട്ട് ക്ലാസ് റൂം എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാക്കിയ കേരളത്തിലെ ആദ്യത്തെ നിയോജക മണ്ഡലം നമ്മുടെ തൃത്താലയാണ്. അത് കഴിഞ്ഞ ടേമിൽ തന്നെ നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ പറ്റി. പക്ഷേ MLA ഫണ്ട് കൊണ്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ക്ലാസ് റൂമുകളെയും സ്മാർട്ട് ക്ലാസ് റൂം ആക്കാൻ പറ്റിയില്ല. പക്ഷേ ഒരു ക്ലാസ് റൂമെങ്കിലും സ്മാർട്ട് ക്ലാസ് റൂം ആവണം. ഇൻറ്ററാക്റ്റീവ് വൈറ്റ് ബോർഡ് വെച്ചുകൊണ്ടുള്ള ടച്ച് സ്ക്രീനൊക്കെയുള്ള അല്ലേ സ്മാർട്ട് ക്ലാസ് റൂം നമ്മൾ യാഥാർത്ഥ്യമാക്കി. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം കുറേ കൂടി ബൾക്ക് പർച്ചേസ് നടത്തി കുറച്ചുകൂടി ലോവർ കോസ്റ്റിൽ അവർക്ക് ചെയ്യാൻ പറ്റുമ്പോൾ അതെല്ലാ ക്ലാസ് റൂമിലേക്കും വ്യാപിപ്പിക്കാൻ സാധിച്ചു. അപ്പോൾ ഇതൊരു തുടർച്ചയാണ്. ആ തുടർച്ചയാണ് ഭാവിയിൽ ഉണ്ടാവേണ്ടത്. അതോടൊപ്പമാണ് ഡോക്ടർ ശശി തരൂർ പറഞ്ഞത്, UDFൻ്റെ പ്രകടന പത്രികയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇതിനെ അപ്പുറത്തേക്ക് ഇതിൻ്റെ ഗുണനിലവാരം പരിശോധിക്കാൻ ഒരു എഡ്യൂക്കേഷണൽ റിവ്യൂ കമ്മീഷൻ നമ്മൾ ആവിഷ്കരിക്കും. വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി അതിൻ്റെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രത്തോളം പ്രൊഡക്റ്റീവാണ് എന്ന് ഓരോ ഘട്ടത്തിലും വിലയിരുത്തും. അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് മുന്നോട്ട് പോകും. ഇതാണ് UDF മുന്നോട്ട് വയ്ക്കുന്ന ആശയം. ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഇന്ന് രാജ്നാഥ് സിംഗ് കേരളത്തിലെത്തിയാണ്. രാജ്നാഥ് സിംഗിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു, ഇത് കഴിഞ്ഞാൽ അടുത്ത ഞങ്ങൾ കൊണ്ടുവരുന്നത് ഏക സിവിൽ കോഡാണ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രസ്താവന ഉണ്ടായിരുന്നു. മിക്കവാറും എല്ലാ ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ്. കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഏക സിവിൽ കോഡിന് ആവശ്യപ്പെട്ട രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്. ഒന്ന് ഭാരതീയ ജനതാ പാർട്ടിയും മറ്റത് വർഷങ്ങൾക്ക് മുമ്പ് ശരീഅത്തിനെതിരെ EMSന്റെ നേതൃത്വത്തിലുള്ള CPM-ഉം. കോൺഗ്രസിന്റെ സ്റ്റാൻഡ് അതിലെന്തായിരിക്കും? ഏക സിവിൽ കോഡിന്റെ വിഷയത്തിൽ CPM-ഉം BJP-യും ഏകാഭിപ്രായക്കാരിക്കെ കോൺഗ്രസിന്റെ സ്റ്റാൻഡ് എന്തായിരിക്കും? നിലവിലെ സാഹചര്യത്തിൽ ഏക സിവിൽ കോഡ് കൊണ്ടുവരുന്നതിന് കോൺഗ്രസും UDFും ഒരു കാരണവശാലും അനുകൂലിക്കുന്നില്ല. അതിൻ്റെ കാരണം BJP-യെക്കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കുന്നത്, നീ പറിക്കുന്ന ആണിയൊക്കെ ആവശ്യമില്ലാത്തതായിരിക്കും എന്നുള്ളത് തന്നെയാണ്. BJP ഏതെങ്കിലും നല്ല ഉദ്ദേശത്തോടു കൂടി എന്തെങ്കിലും കൊണ്ടുവരുമെന്ന് നമ്മളാരും പ്രതീക്ഷിക്കുന്ന പോലുമില്ല. അതുകൊണ്ടാണ് BJP ഏക സിവിൽ കോഡ് എന്ന് പറയുമ്പോൾ ആ നിമിഷം തൊട്ട് അതിനെ സംശയിച്ചുകൊള്ളണം. പൊതുവിൽ ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ ആളുകൾക്ക് ആകർഷണീയമായി കേൾക്കും, എല്ലാവർക്കും ഒരു നിയമം എന്താ കുഴപ്പം എന്നൊക്കെ തോന്നും. യഥാർത്ഥത്തിൽ
സിവിൽ കോഡുകൾ എന്ന് പറയുന്നത് നമ്മുടെ സാംസ്കാരിക വൈവിധ്യങ്ങളുടെ ഒരു പ്രതിഫലനം കൂടിയാണ്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ കരുത്ത് എന്താ? നമ്മുടെ ബഹുസ്വരതയാണ്, നമ്മുടെ വൈവിധ്യങ്ങളാണ്. അത് ഒരു ലയബിലിറ്റി അല്ല നമുക്ക്, അത് നമ്മുടെ ഏറ്റവും വലിയ സ്ട്രെങ്താണ്. അപ്പോൾ ആ വൈവിധ്യങ്ങളെ നിലനിർത്തുക, അതിനെ എംബ്രേസ് ചെയ്യുക, അതിനെ സെലിബ്രേറ്റ് ചെയ്യുക, ഇതാണ് നമ്മുടെ യഥാർത്ഥ ദൗത്യം. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എല്ലാം യൂണിഫൈഡ് ആകണം എന്നുള്ളതാണ് BJPയുടെ കാഴ്ചപ്പാട്. അത് സിവിൽ കോഡിൻ്റെ കാര്യത്തിൽ മാത്രമല്ല. യൂണിഫൈഡ് സിവിൽ കോഡ്, യൂണിഫോം സിവിൽ കോഡ്, ഒരു യൂണിഫോം റിലിജിയൻ, യൂണിഫോം ഭാഷ, അല്ലേ? ഹിന്ദി മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്നുണ്ട്, അല്ലേ? ആദ്യകാലത്തൊക്കെ അതിനൊരു പോസിറ്റീവ് വശം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ ഡിവൈസീവ് അജണ്ടയുടെ ഭാഗമാവുകയാണ്. തമിഴ്നാട്ടിലൊക്കെ അതിനെതിരെയാണ് വലിയ പ്രക്ഷോഭം ഉണ്ടാകുന്നത്. യൂണിഫോം ആചാരങ്ങൾ, ഇപ്പോൾ ഒരു 10 വർഷം മുമ്പ് 15 വർഷം മുമ്പ് കേരളത്തിൽ ഇല്ലാതിരുന്ന പല ആഘോഷങ്ങളും ഉത്തരേന്ത്യയിൽ നിന്ന് കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു യൂണിഫോമിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ആഗ്രഹിക്കുന്നത് ഡൈവേഴ്സിറ്റിയാണ്, പ്ലൂറലിസമാണ്. അതിൽ നിന്നും തീർത്തും ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ആശയമാണ് ഈ യൂണിഫോമിറ്റിക്ക് വേണ്ടിയുള്ള വാദങ്ങൾ. അതുകൊണ്ടാണ് ഈ ഘട്ടത്തിൽ നമുക്കതിനെ അനുകൂലിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, ഇതിൻ്റെ ലോജിക്ക് എന്താണെന്നൊരു പത്രം അത്യാവശ്യം എന്നുള്ളതാണ്. ആളുകളെ ബന്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിയമങ്ങൾ ക്രിമിനൽ ലോസ് ആണ്. ക്രിമിനൽ ലോസ് ഇന്ത്യയിൽ എല്ലാവർക്കും ഒരുപോലെയാണ്. ഏതൊരാൾ കട്ടാലും ആ കളവിന് ഇന്ത്യൻ പീനൽ കോഡ് ഒരേ ശിക്ഷയാണ് നിഷ്കർഷിക്കുന്നത്. ഹിന്ദുവിനൊരു ശിക്ഷ, മുസ്ലിമിന് വേറെ ശിക്ഷ, ക്രിസ്ത്യാനിക്ക് വേറെ ശിക്ഷ എന്നല്ല. ഇപ്പോൾ ശരീരത്ത് പ്രകാരം ഒരുപക്ഷെ കളവിന് കൈവെട്ടലൊക്കെയാണ് വിദേശ രാജ്യങ്ങളിലെ ശിക്ഷ. അതല്ലല്ലോ നമ്മുടെ ശിക്ഷ. നമ്മുടെ ഇപ്പോൾ മുസ്ലിം കളവ് ചെയ്താലും ഹിന്ദു കളവ് ചെയ്താലും കൈവെട്ടലോ കാലുവെട്ടലോ ഒന്നുമില്ല. അപ്പോൾ ആളുകളെ ബാധിക്കുന്ന പ്രശ്നങ്ങളിലൊക്കെ ഇപ്പോൾ തന്നെ യൂണിഫൈഡ് ആണ്. പിന്നെ എന്താ, ഓരോരുത്തരെയും സാംസ്കാരിക വൈവിധ്യങ്ങളുടെ പ്രധാനമായിട്ട് 2 കാര്യങ്ങളിലാണ് ഈ വൈവിധ്യം നിലനിൽക്കുന്നത്. ഒന്ന് വിവാഹം, 2 സ്വത്തവകാശം. ഈ 2 കാര്യങ്ങളിലാണ് ഈ സിവിൽ കോഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള വ്യത്യാസമുള്ളൂ. അതിൽ ഒരു മാറ്റം ഉണ്ടാവണമെങ്കിൽ അത് ബോധവൽക്കരണത്തിലൂടെ, സമവായത്തിലൂടെ, എല്ലാവരുടെയും സമ്മതത്തോടു കൂടി നടപ്പാക്കേണ്ടതാണ്. അതല്ലാതെ മുകളിൽ നിന്ന് അടിച്ചേൽപ്പിക്കേണ്ടതല്ല. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ യൂണിഫൈഡ് സിവിൽ കോഡ്, യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത് അൺആക്സെപ്റ്റബിൾ ആണ് നമ്മളെ സംബന്ധിച്ച്. അതെ, CPM എന്നും ഇങ്ങനെയാണ്. അതവർ പല ഘട്ടങ്ങളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. EMSൻ്റേതായിട്ട് കോട്ട് ചെയ്തിട്ടുള്ള മറ്റൊരു വാചകം ബാബറി മസ്ജിദ് പൊളിച്ചു കളഞ്ഞ് പ്രശ്നം തീർക്കണം എന്നുള്ളതാണ്. പിറ്റേ ദിവസം അത് വിവാദമായപ്പോൾ അദ്ദേഹം തിരുത്തി. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, മുകളിൽ രാമക്ഷേത്രവും താഴെ പള്ളിയും ആവാം, അതല്ലെങ്കിൽ പള്ളി മുകളിലാവാം, താഴെ രാമക്ഷേത്രമാവാം, ഇങ്ങനെയാണ് പറഞ്ഞത്. ഇങ്ങനെ ചെയ്യണമെങ്കിൽ നിലവിലുള്ള സ്ട്രക്ചർ പൊളിച്ചു കളയാണ്ട് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ പൊളിച്ചു കളയണം തന്നെയാണ് പറഞ്ഞത് അദ്ദേഹം. പിന്നീട് വിവാദമായപ്പോൾ ഇങ്ങനെയൊന്ന്, അന്ന് ഈ സോഷ്യൽ മീഡിയയും ലൈവ് കവറേജ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എന്താണ് അദ്ദേഹം അന്ന് കൃത്യമായിട്ട് പറഞ്ഞത് എന്ന് ആർക്കും ഫുട്ടേജ് കിട്ടിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ എക്സ്പ്ലനേഷൻ തന്നെ ചിന്തവാരികയിൽ അദ്ദേഹം ദീർഘമായിട്ട് അതിനെക്കുറിച്ച് വിവാദമായപ്പോൾ അതിൻ്റെ വിശദീകരണം നൽകിയത് ഇങ്ങനെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കടുത്ത നിലപാടുകൾ, അതിന് കാരണം ആ കാലത്തൊക്കെ ഇവർ ഒരുമിച്ച് തന്നെയായിരുന്നു. ആ കാലത്ത് 89-ൽ 91-ൽ ഒക്കെ ഇവർ ഒരുമിച്ച് തന്നെയായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അവരുടെ അജണ്ടകൾ പരസ്പര പൂരകങ്ങളാവുന്നത് ഇതാദ്യമായിട്ടല്ല, ഈ ഒരു വിഷയത്തിലല്ല, വിവിധ വിഷയങ്ങളിൽ അവർക്ക് ഒരേ നിലപാട് തന്നെയാണ്. കുട്ടികളുടെ പ്രശ്നം. എൻ്റെ പേര് നുസ്രത്ത്. ഞാൻ B.Ed ഗ്രാജുവേറ്റഡ് ആണ് കോമേഴ്സിൽ. കഴിഞ്ഞ ജനുവരിയിൽ നടന്ന കൊളീജിയറ്റ് എഡ്യൂക്കേഷൻ്റെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ എക്സാം എഴുതിയൊരു ഉദ്യോഗാർത്ഥി കൂടിയാണ് ഞാൻ. ഒരുപാട് പിൻവാതിൽ നിയമനങ്ങൾ കണ്ടിട്ട് മനസ്സ് മടുത്തിട്ട് ഇനി PSC വേണോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ UDF ഗവൺമെൻറ് വന്നു കഴിഞ്ഞാൽ PSCയുടെ പ്രവർത്തനം സുതാര്യമാക്കാൻ എന്ത് ചെയ്യും? PSC എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. പക്ഷെ കഴിഞ്ഞ 5 വർഷം അത് പാർട്ടി സർവീസ് കമ്മീഷൻ എന്നതിലാണ് പ്രവർത്തിച്ചത്. ചിലർ അതിനെ പിണറായി സർവീസ് കമ്മീഷൻ എന്നും പറയാറുണ്ട്. ചിലർ ഇവിടെ നുസ്രത്ത് പറഞ്ഞതുപോലെ പിൻവാതിൽ സർവീസ് കമ്മീഷൻ എന്നും പറയുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ അനുഭവമാണ്. അതുകൊണ്ട് തന്നെ UDF ഗവൺമെൻറ് വന്നാൽ ഞങ്ങൾ പ്രകടന പത്രികയിൽ തന്നെ വളരെ കൃത്യമായിട്ട് പറയുന്നു,
പിൻവാതിൽ നിയമനങ്ങൾക്കെതിരെ ഒരു നിയമനിർമ്മാണം തന്നെ ഞങ്ങൾ കൊണ്ടുവരാൻ പോവുകയാണ്. കാരണം സർക്കാർ ജോലി എന്ന് പറയുന്നത് ഞാനടക്കമുള്ള ജനപ്രതിനിധികളുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഭാര്യമാർക്കും ബന്ധുക്കൾക്കും SFIക്കാർക്കും യൂത്ത് കോൺഗ്രസ്സുകാർക്കും യൂത്ത് ലീഗുകാർക്കും DYFIക്കാർക്കും ഒക്കെ വീതം വെച്ച് നൽകാനുള്ളതല്ല. അത് അർഹതയുടെ അടിസ്ഥാനത്തിൽ ഇവരെ പോലെ കഷ്ടപ്പെട്ട് പഠിക്കുന്ന റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും മുകൾ തട്ടിൽ വരുന്ന ആളുകൾക്ക് നിയമാനുസൃതമുള്ള സംവരണ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ച് വളരെ കൃത്യമായിട്ട് ലഭിക്കേണ്ടതാണ്. ഇപ്പോൾ PSC റാങ്ക് ഹോൾഡേഴ്സിൻ്റെ സമരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താ? ഏറ്റവും കൂടുതൽ സമരരംഗത്തിറങ്ങിയത് ഈ പറയുന്ന ലാസ്റ്റ് ഗ്രേഡ് സെർവൻസിൻ്റെ റാങ്ക് ലിസ്റ്റിലാണ്. ആ റാങ്ക് ലിസ്റ്റിൽപ്പെട്ട എല്ലാവർക്കും നിയമനം നൽകണമെന്നല്ല അവർ ആവശ്യപ്പെട്ടത്. മുൻപുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം കിട്ടിയ ആളുകളുടെ എണ്ണത്തിൻ്റെ ഒരു പകുതിയെങ്കിലും ഞങ്ങൾക്ക് തരണം. അതിനനുസൃതമായിട്ട് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യണം. കഴിഞ്ഞ 2 റാങ്ക് ലിസ്റ്റിൽ നിന്നും ആദ്യത്തെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് 13,000 ആളുകൾക്ക് നിയമനം നൽകി. രണ്ടാമത്തെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഏതാണ്ട് 11,500 ആളുകൾക്ക് നിയമനം നൽകി. ഇപ്പോൾ ഉള്ള റാങ്ക് ലിസ്റ്റിൽ നിന്ന് വെറും 5,500 ആളുകൾക്കാണ് നിയമനം നൽകുന്നത്. ഇതുകൊണ്ടാണ് ഒരുപാട് ആളുകൾക്ക് നിയമനം കിട്ടാതെ അവർ സമരരംഗത്തേക്ക് ഇറങ്ങേണ്ടി വരുന്നത്. ആ സമരം ചെയ്യുന്ന ആളുകൾ ആക്ഷേപിക്കുകയായിരുന്നു, പരിഹസിക്കുകയായിരുന്നു, മന്ത്രിമാരടക്കം ഇരുന്ന് അവരോട് ഒരു ചർച്ച പോലും നടത്താതെ അധിക്ഷേപിക്കുകയായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സമീപനം UDF ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടാവും. ആണോ? ലാസ്റ്റ് അവസാനത്തെ ഒരു 2 ക്വസ്റ്റ്യൻസിൽ നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ, അവിടെ ഒന്ന് ചോദിക്കുന്നുണ്ട്. ഐ കം ടു യു. ഗുഡ് മോർണിംഗ് സർ. ഫൗസിയ, hi. Assistant Professor in Education കം റിസർച്ച് സ്കോളർ. ഓക്കെ, ഗുഡ്. ക്വസ്റ്റ്യൻ ഇതാണ്, ക്വസ്റ്റ്യൻ അല്ല, യുവർ ഒപ്പീനിയൻ. നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 2020 അടുത്ത കാലത്ത് വന്നിട്ടുള്ള ഒരു പോളിസിയാണ്. സോ അതിൽ ടീച്ചർ എഡ്യൂക്കേഷൻ കമ്മ്യൂണിറ്റിക്ക് ഒരുപാട് ഫ്യൂഷനും തന്നെ ടെൻഷനും ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. 4 year ഇൻ്റഗ്രേറ്റഡ് B.Ed എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി എൻഹാൻസ്മെൻ്റ് ഉണ്ടാവും എന്നുള്ളതാണ്. പക്ഷെ നിലവിൽ 2 year B.Ed എഡ്യൂക്കേഷൻ ഉള്ളതും ഒരു 4 year ഇൻ്റഗ്രേറ്റഡ് BA+ B.Ed എന്നുള്ള ആ ഒരു ഇതും കൂടി ചിന്തിക്കുകയാണെങ്കിൽ ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു ടീച്ചർ എഡ്യൂക്കേറ്റേഴ്സിൻ്റെ ടീച്ചർ എന്നുള്ള നിലയിൽ വി ഫീൽ കൺഫ്യൂസ്ഡ്. സോ വാട്ട്സ് യുവർ ഒപ്പീനിയൻ? അല്ലെങ്കിൽ അതിൻ്റെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും? ടീച്ചർ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യാൻ കഴിയുമോ? ഇനി അത് നടപ്പിലാവുകയാണെങ്കിൽ what will be the future? See, there has not been any quality discussion based on this national education policy so far in Kerala. The Kerala Assembly has not discussed it so far. കേരളം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ രംഗത്ത് ഈ പറഞ്ഞ പോലെ വലിയ പാരമ്പര്യമുള്ള നാടാണല്ലോ. വിദ്യാഭ്യാസ രംഗത്തെ ഓരോ മൈന്യൂട്ട് ചേഞ്ചസും ഏറ്റവും ആദ്യം തന്നെ ചർച്ചയ്ക്ക് വിധേയമാക്കുന്ന ഒരു നാടാണ് കേരളം. പക്ഷേ കേരള അസംബ്ലിയിൽ ഇതുവരെ ഇത്തരത്തിലുള്ള ഒരു ചർച്ച കൊണ്ടുവരാൻ ഗവൺമെൻറ്റിന് സാധിച്ചിട്ടില്ല. കേരളം ഇതിനെക്കുറിച്ച് കേരളത്തിൻ്റേതായിട്ടുള്ളൊരു ഒപ്പീനിയൻ ഈ പോളിസി ഡ്രാഫ്റ്റിങ്ങിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അറിയിച്ചതായിട്ടും നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ഒപ്പീനിയൻ കൃത്യമായിട്ട് അതിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ടില്ല. അതിൻ്റെ ഉത്തരവാദി ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന ആളുകളും വിദ്യാഭ്യാസ വകുപ്പുമാണ്. ഈ നയത്തിൽ മൊത്തത്തിലുള്ള ചില വിമർശനങ്ങളുണ്ട്. അതിലൊന്നാണ് ടീച്ചർ ഇപ്പോൾ പറഞ്ഞ ടീച്ചിങ് അല്ലെങ്കിൽ ടീച്ചർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതോടൊപ്പം B.Ed കോളേജുകൾ ഒരു ലോൺ എൻറ്റിറ്റി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു എന്നുള്ളത് പോലും ഇല്ലാതാവുകയാണ്. മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള ക്യാമ്പസുകൾ വേണം. B.Ed കോഴ്സ് നടത്തണം, അതിൻ്റെ ഒപ്പം ചിലപ്പോൾ ആർക്കിടെക്ചർ കോഴ്സ് നടത്തേണ്ടി വരും, അതിനോടൊപ്പം BA ഫൈൻ ആർട്സ് നടത്തേണ്ടി വരും. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള കോഴ്സുകൾ നടത്തുന്ന മൾട്ടി ഡിസിപ്ലിനറി ക്യാമ്പസുകൾ ഉണ്ടാവണമെന്നൊക്കെയാണ് ഈ നയത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അതുകൊണ്ട് B.Ed കോളേജുകൾ, ടീച്ചർ എഡ്യൂക്കേഷന് വേണ്ടി മാത്രമുള്ള കോളേജുകൾ എന്നുള്ള സങ്കല്പം പോലും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രായോഗികമാവില്ല. അല്ല, ഭാവിയിൽ ഒരുപക്ഷെ അതിനടക്കം ചേഞ്ച് വരേണ്ടി വരും. അപ്പോൾ കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വളരെ തുറന്ന ഒരു ചർച്ച, ജനാധിപത്യപരമായിട്ടുള്ള ചർച്ച രൂപീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നുള്ളതാണ് UDF ഗവൺമെൻറ് ഉദ്ദേശിക്കുക. കാരണം ഭരണഘടനയുടെ കൺകറൻറ്റ് ലിസ്റ്റിലുള്ള ഒരു ഐറ്റമാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും സ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കൂടുതൽ സംസ്ഥാനങ്ങൾ ഏറ്റെടുക്കേണ്ട ഒരു ദൗത്യമാണ്. അപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ ഏത് ചേഞ്ചും സംസ്ഥാനങ്ങളുടെ കൃത്യമായിട്ടുള്ള അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ വരാൻ പാടുള്ളൂ എന്നുള്ളത് തന്നെയാണ് UDFൻ്റെ അഭിപ്രായം. അപ്പോൾ അത്തരത്തിലുള്ള ചർച്ചയുടെ വേളയിൽ താങ്കളുടെ ഈ കൺസേൺസ് തീർച്ചയായിട്ടും അഡ്രസ്സ് ചെയ്യപ്പെടുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഓക്കെ.
സാറേ മുർഷിദ്. എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള യൂണിവേഴ്സിറ്റികളിൽ നാഷണൽ ലെവലിൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലെവലിലുള്ള യൂണിവേഴ്സിറ്റികളിൽ നമ്മുടെ രാജ്യത്തെ യൂണിവേഴ്സിറ്റികൾ വളരെ റേറ്റിംഗ് കുറച്ചാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിനെ മുൻപന്തിയിൽ എത്തിക്കാനുള്ള കോൺഗ്രസ് സ്വീകരിക്കുന്ന നയങ്ങൾ എന്തെല്ലാമാണ്? വളരെ ശരിയാണ്. നമ്മുടെ രാജ്യത്തെ 100 യൂണിവേഴ്സിറ്റികളുടെ ലിസ്റ്റ് എടുത്താൽ പോലും കേരളത്തിൽ നിന്നുള്ള യൂണിവേഴ്സിറ്റികളുടെ സ്ഥാനം വളരെ താഴെയാണ് നിൽക്കുന്നത്. കോളേജുകളുടെ കാര്യത്തിൽ പോലും തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് അടക്കമുള്ള 1-2 കോളേജുകൾ മാത്രമാണ് ആദ്യത്തെ 100 ലിസ്റ്റിൽ വരുന്നത്. ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ രംഗത്ത്, സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിൽ കുറേ മെച്ചപ്പെട്ട മാതൃകകളുണ്ട്. പക്ഷേ മുകളിലേക്ക് പോകും തോറും ഉന്നത വിദ്യാഭ്യാസത്തിൽ കിടക്കുമ്പോൾ, പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിൽ നടക്കുമ്പോൾ അങ്ങനെ സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസ് നമുക്ക് ഉണ്ടാവുന്നില്ല. UDF അത്തരത്തിൽ സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസ് ഉണ്ടാക്കും, മികവിൻ്റെ കേന്ദ്രങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനമായിട്ട് മുന്നോട്ട് വയ്ക്കാനുള്ളത്. ഇപ്പോൾ ഈ ഗവൺമെൻറ് നോക്കൂ, ഈ ഗവൺമെൻറ് 5 വർഷം പൂർത്തീകരിച്ച് 5ാമത്തെ വർഷത്തെ ബജറ്റ് ഇപ്പോൾ 2 മാസം മുമ്പ് ഡോക്ടർ തോമസ് ഐസക് അവതരിപ്പിച്ചു. ഈ ബജറ്റിലാണ് ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ പുനഃസംഘടന എന്ന് പറയുന്നൊരു ആശയം അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. ആ ബജറ്റ് തയ്യാറാക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട ചില മീറ്റിങ്ങൊക്കെ വിളിച്ചു, ഫേസ്ബുക്കിലും മറ്റും അതിൻ്റെ പ്രചരണം നടത്തി. ജസ്റ്റ് എ PR എക്സസൈസ്. അങ്ങനെ ഈ മേഖലയിൽ ഇടപെടാനുള്ള താല്പര്യമുണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും 5 വർഷം മുമ്പേ തുടങ്ങാമായിരുന്നു. അങ്ങനെ തുടങ്ങിയാൽ ഇപ്പോഴേക്കും അതിൻ്റെ റിസൾട്ടിലേക്ക് നമുക്ക് വരാൻ സാധിക്കുമായിരുന്നു. ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിക്ക് ഈ വക കാര്യങ്ങളിൽ എന്തെങ്കിലും താല്പര്യമോ ഭാവനയോ ഉള്ളതായിട്ടൊന്നും നമുക്കറിയില്ല. നമ്മുടെ അയൽവക്കത്തുള്ള ആളാണ് ആ വകുപ്പിൻ്റെ മന്ത്രി. അദ്ദേഹം വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള ഇടപെടൽ നടത്തി, എന്തെങ്കിലും ഭാവനാസമ്പന്നമായിട്ടുള്ള നയങ്ങൾ രൂപീകരിച്ചു എന്നതിൻ്റെ പേരിലൊന്നല്ല. സ്വന്തക്കാർക്ക് ജോലി കൊടുക്കുന്നു, മാർക്ക് ദാനം നടത്തുന്നു, അല്ലെങ്കിൽ ആളുകളായിട്ട് മെക്കിട്ട് കയറുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലാണ് 5 വർഷം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ വാർത്തകൾ പോലും കേട്ടിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു സമീപനം തീർച്ചയായിട്ടും ഉണ്ടാവും. മികവിൻ്റെ കേന്ദ്രങ്ങൾ നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കും. ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഒരു സമഗ്രമായിട്ടുള്ള പുനഃസംഘാടനം, ഒരു റീസ്ട്രക്ചറിങ് തീർച്ചയായിട്ടും UDFൻ്റെ മെയിൻ അജണ്ടയായിട്ട് മാറുകയാണ്. അദ്ദേഹം ഹലോ ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് ആക്കാം അല്ലേ? 1 2 3 4. ഓക്കെ ഓക്കെ. എൻ്റെ പേര് സമീർ എന്നാണ്. 15 വർഷമായിട്ട് UAE വർക്ക് ചെയ്യുന്ന ആളാണ്. ഓക്കെ. അപ്പോൾ അങ്ങനെ UAE ഒരുപാട് തവണ വിസിറ്റ് ചെയ്യുമ്പോൾ ഒരു ഡെവലപ്ഡ് രാജ്യത്തിൻ്റെ ചില ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളും അവിടുത്തെ കുറേ സിസ്റ്റങ്ങളൊക്കെ കുറേയൊക്കെ നേരിൽ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. നമ്മൾ ഒരു വിദേശ രാജ്യത്തിനെ കമ്പയർ ചെയ്ത് സംസാരിക്കല്ല, പക്ഷേ എങ്കിലും ഇപ്പം തന്നെ കഴിഞ്ഞ 5-10 വർഷത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ ഒരുപാട് സർവീസ് മേഖലകളൊക്കെ വളരെയധികം ക്വാളിറ്റി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു പാസ്പോർട്ടിന് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഷാർപ്പ് ടൈം നമുക്ക് അക്ഷയയിൽ നിന്ന് കിട്ടും. 9:15 എന്നുള്ള സമയം കിട്ടിക്കഴിഞ്ഞാൽ ആ സമയത്തിന് നമ്മളവിടെ എത്തിയാൽ മതി. അവർ നമ്മളെ വിളിച്ചിട്ട് ആ കാര്യങ്ങളെല്ലാം, അതുപോലെ പല കാര്യങ്ങളും അക്ഷയ വഴി കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ലീവിന് വന്ന സമയത്ത് ഒരു കാറ് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് നമ്മുടെ അടുത്തുള്ള വേറെ ഒരു മണ്ഡലം ഏതോ ആവട്ടെ, അവിടുത്തെ RTO ഓഫീസറിന് കാണേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നു. ഒരു മത്തിക്കച്ചവടം ചെയ്യുന്ന പോലെ റോഡ് സൈഡിൽ RTO ഓഫീസറുടെ കാർ ഇട്ടിട്ട് അങ്ങേരെ അതിലിരിക്കുകയാണ്. പിന്നെ അങ്ങേരെ ഒരു അസിസ്റ്റൻറ്റ്, ഒരു സിസ്റ്റം ഇല്ലാതെ അവിടെ ഒരുപാട് ആളുകൾ വരുന്നു. ഞാൻ ചോദിച്ചു എങ്ങനെയാണ് ഇവിടുത്തെ സിസ്റ്റം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ബൈക്കിൻ്റെ രജിസ്ട്രേഷൻ്റെ കാര്യം ഇൻസ്പെക്ഷൻ കഴിഞ്ഞിട്ട് കാറ് നോക്കുമെന്ന് പറഞ്ഞു. അവിടെ ആദ്യം വരുന്ന ഒരു പ്രിഫറൻസ് ബേസ് ഒന്നുമില്ല. അപ്പം ഞാൻ എൻ്റെ ഒരു സാമർഥ്യം കൊണ്ട് മാത്രം, കാരണം ഞാൻ മറ്റുള്ള ഏജൻറ്റ് വഴിയൊന്നുമല്ല അവിടെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇതാണ് ഒരു കാര്യം. ഒരു ചേഞ്ചും നമുക്ക് ഫീൽ ചെയ്യണില്ല ആസ് എൻ NRI. സെക്കൻഡ്, നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിന്, ഇതൊരു സർവീസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ പലപ്പോഴും ഒരു ടൗണിലേക്ക് എത്തുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റും നമ്മുടെ കൊച്ചി എത്തി എന്ന് പറഞ്ഞ പോലെ ഒരു ടൗൺ എത്തിയിട്ടുണ്ടെന്ന്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുറച്ച് ആളുകളുണ്ട് എന്നുള്ളതല്ലാതെ ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള വട്ടംകുളം പിന്നെ ആ സെൻറ്ററിൽ നമ്മൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഒരു ചേഞ്ച് ഇപ്പോൾ കഴിഞ്ഞ 1-2 വർഷമായിട്ട് നമുക്കറിയാൻ പറ്റും. എത്ര ഭംഗിയിലാണ് ആ സാധനം ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ഇങ്ങനെ എന്തുകൊണ്ട് നമുക്ക് ഹൈടെക് ബസ് സ്റ്റോപ്പുകൾ ഉണ്ടാക്കാമെങ്കിൽ എന്തുകൊണ്ട് ഇത്തരം മോഡൽ സിറ്റികൾ സെലക്ട് ചെയ്തിട്ട്
നമ്മൾ അത് ഒരു നമ്മൾ പറയും, മനസ്സിലായില്ലേ? ഒരൊറ്റ പോയിന്റ് കൂടി, നമ്മൾ 1 ഓഫ് ദ 50 ഡെസ്റ്റിനേഷൻസ് ഓഫ് എ ഹ്യൂമൻ ലൈഫ് എന്ന് പറഞ്ഞ ടൂറിസ്റ്റ് പ്ലേസ് നമ്മൾ കേരളത്തിനെ പറ്റി പറയാറുണ്ട്. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. പക്ഷെ അവർക്കൊന്നും ഒരു ഫീല്, ഒരു ടെക്നിക്കലി ഡെവലപ്പിംഗ് കൺട്രി എന്നുള്ളൊരു ഫീല് പോലും നമ്മുടെ സിറ്റികളിൽ നിന്നും കിട്ടാറില്ല. ഈ കാര്യങ്ങളെ പറ്റി എന്ത് കാഴ്ചപ്പാടാണ് UDF-നുള്ളത്? തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞ സർവീസ് റിലേറ്റഡ് സാധനങ്ങൾ, അത് സാങ്കേതികവിദ്യ മെച്ചപ്പെടുന്നതിനനുസരിച്ച് ഓരോ മേഖലയിലേക്കും അതിൻ്റെ ഗുണപരമായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് ജനങ്ങൾക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്ന തരത്തിൽ ഉണ്ടാവണം എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹം പറഞ്ഞ ഒരു മേഖല, ഈ പറഞ്ഞ മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട മേഖല ഇന്നും ആ മാറ്റത്തിനൊപ്പം എത്തിയിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഇനിയും വേറെ ചില ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. ഇതിനേക്കാൾ ആളുകൾക്ക് നേരിട്ട് പ്രയോജനം കിട്ടേണ്ടുന്ന മറ്റ് ചില മേഖലകളുണ്ട്. ഇപ്പോൾ നമ്മുടെ ലാൻഡ് റെക്കോർഡ്സ്, ഈ റീസർവേ എന്നൊക്കെ വാക്ക് കേൾക്കാൻ തുടങ്ങിയിട്ട് നമ്മൾ പതിറ്റാണ്ടുകളായി. എന്താണ് കേരളത്തിൽ സമഗ്രമായിട്ടുള്ള ഒരു ടെക്നോളജി ബേസ്ഡ് റീസർവേ നടത്താൻ ഇത്ര കാലതാമസം എന്ന് മനസ്സിലാവുന്നില്ല. ഈ ഗവൺമെൻറ് വന്നപ്പോൾ തുടക്കം മുതൽ മന്ത്രിമാരൊക്കെ പറയുമ്പോൾ ഞങ്ങളൊക്കെ അതിനെ കൈയടിക്കുകയും അതിൽ ക്രിയേറ്റീവായിട്ടുള്ള നിർദ്ദേശം നിയമസഭയ്ക്കകത്തുള്ള ചർച്ചകളിലൊക്കെ മുന്നോട്ട് വയ്ക്കുകയും ചെയ്താൽ എത്രയും പെട്ടെന്ന് നടപ്പാക്കണം. നമ്മുടെയൊക്കെ ഈ വിവിധ വില്ലേജുകൾ ഇപ്പോഴും റീസർവേ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. ഒരു ഭൂമി കൃത്യമായിട്ട് സാറ്റലൈറ്റ് ഇമേജർ വെച്ചുകൊണ്ട് സർവേ ചെയ്യുകയും അത് ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത് അതിൻ്റെ ഡിജിറ്റൽ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുകയും ചെയ്താൽ മറ്റ് ഒരുപാട് കാര്യങ്ങൾക്ക് അതിൻ്റെ ഗുണം കിട്ടും. അപ്പോൾ ഇത്തരത്തിൽ ചില ഡിപ്പാർട്ട്മെൻറ്റുകൾ, ചില മേഖലകൾ വലിയ രീതിയിൽ പുറകോട്ട് നിൽക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. അത് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതുപോലെ നമുക്ക് നല്ല രീതിയിലുള്ള ഇടപെടൽ ഉണ്ടാവണം, നല്ല രീതിയിലൊരു മാറ്റം അതിൽ കൊണ്ടുവരാൻ സാധിക്കണം. അതിൽ ഒന്ന് ഈ പറഞ്ഞ മോട്ടോർ വെഹിക്കിൾസാണ്. അവർ ഫൈൻ അടിക്കാനൊക്കെ വളരെ കറക്റ്റാണ്. കൃത്യമായിട്ട് നമ്മുടെ വണ്ടിയുടെ നമ്പറും നമ്പർ പ്ലേറ്റൊക്കെ വെച്ച് ഫൈന് നമുക്ക് ഓവർ സ്പീഡിനൊക്കെ തരും. ബാക്കിയുള്ള കാര്യങ്ങളിൽ നാട്ടുകാർക്ക് പ്രയോജനം കിട്ടുന്ന കാര്യങ്ങളിൽ ആ സ്പീഡും മറ്റു കാര്യങ്ങൾ കാണുന്നില്ല. ഇതുപോലെ പല മേഖലകളും. നമ്മുടെ പോലീസ് ഒരുപാട് മാറാനുണ്ട്. അവരുടെ ഒരു മനോഭാവം, അവരുടെ രീതി, അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ചാലിശ്ശേരിയിൽ നമ്മളൊരു ചൈൽഡ് ഫ്രണ്ട്ലി പോലീസ് സ്റ്റേഷൻ കൊണ്ടുവന്നിരിക്കുകയാണ്. നിങ്ങളൊരു പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കാരണം വലിയ രീതിയിൽ കുട്ടികളെ ലൈംഗികമായിട്ടടക്കം ചൂഷണം ചെയ്യുന്ന അനുഭവങ്ങൾ പല രീതിയിൽ നമ്മളിലേക്ക് വാർത്തയായിട്ട് വരുന്നുണ്ട്. ദ പ്രോബ്ലം ഈസ് മോസ്റ്റ് ഓഫ് ദ കേസസ് ഗോട്ട് അൺറിപ്പോർട്ടഡ്. റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. കാരണം പലപ്പോഴും ഈ അബ്യൂസേഴ്സ് എന്ന് പറയുന്നത് ഏറ്റവും അവരുടെ ക്ലോസ് വിസിനിറ്റിയിലുള്ള ആളുകളായിരിക്കും. ചിലപ്പോൾ ബന്ധുക്കളായിരിക്കും, ബ്രദേഴ്സ് ആയിരിക്കും, സിബ്ലിങ്സ് ആയിരിക്കും, ഈവൻ പാരൻസ് ആയിരിക്കും, അങ്കിൾസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ തുറന്നു പറയാൻ കഴിയുന്നില്ല. അപ്പോൾ അത്തരം വിഷയങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുക, റിപ്പോർട്ട് ചെയ്യാനുള്ളൊരു കറേജ് കൊടുക്കുക, അവർക്ക് അതിൻ്റെ പേരിൽ മറ്റു തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ അനുഭവിക്കേണ്ട സമൂഹത്തിൻ്റെ ഒരു ടാബു അവരുടെ മേൽ പതിയാതെ നോക്കുക. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഒരു ചൈൽഡ് ഫ്രണ്ട്ലി പോലീസ് സ്റ്റേഷൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പോലീസ് സ്റ്റേഷൻ്റെ മെയിൻ കെട്ടിടത്തിന് ചേർന്ന് അല്ലാതെ അല്പം മാറ്റി നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നു. അവിടെ യൂണിഫോം ഇല്ലാത്തൊരു പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കും അവിടെ ഉണ്ടാവുക. കാരണം കാക്കി ഉടുപ്പ് കണ്ടാൽ തന്നെ ആളുകളുടെ ധൈര്യം വലിയ രീതിയിൽ ചോർന്നു പോകും. അപ്പോൾ കാക്കി ഉടുപ്പില്ലാത്ത ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഈ വക കാര്യങ്ങളും പോക്സോ അടക്കമുള്ള നിയമങ്ങളിൽ അവഗാഹമുള്ള ഒരു പോലീസുകാരനെ അവിടെ നിയമിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചില ഇനീഷ്യേറ്റീവ്സാണ് നമ്മുടെ ഒരു MLA എന്ന നിലയിൽ നമ്മുടെ ഒരു ചെറിയ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഇത് നമുക്ക് മനസ്സിലില്ലാത്തത് കൊണ്ടല്ല, അതിനുള്ള ഫണ്ടിൻ്റെ അവൈലബിലിറ്റി ആണ് പ്രശ്നം. ഇപ്പം നമ്മൾ ഓരോ വർഷവും ബജറ്റിലേക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കും. അപ്പോൾ കുട്ടനാട് ജംഗ്ഷൻ അല്ലെങ്കിൽ വേറെ പടിഞ്ഞാറങ്ങാടി ജംഗ്ഷൻ എന്ന് പറഞ്ഞ് അതിൽ ഈ നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് ചിലപ്പോൾ നമ്മളൊരു 8 കോടി രൂപ അതിനാവശ്യമുണ്ട് എന്ന് വളരെ കൃത്യമായിട്ട് കണക്കാക്കി അതിന് പ്രപ്പോസൽ കൊടുത്താൽ അനുവദിച്ച് കിട്ടുന്നത് ചിലപ്പോൾ 5 കോടിയാവും. അപ്പോൾ വട്ടംകുളം എന്ന് പറയുന്നത് ഒരു മന്ത്രിയുടെ മണ്ഡലമായതുകൊണ്ട് 8 കോടി ചോദിച്ചാൽ 8 കോടിയും കൊടുക്കാനുള്ള സംവിധാനം ഈ ഗവൺമെൻറ് സമയത്ത് ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് അങ്ങനെ മന്ത്രിമാരുടെ മണ്ഡലങ്ങളിലൊക്കെ കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ വെള്ളിയാങ്കല്ല് മുതൽ മറ്റേ നമ്മുടെ നാടവറമ്പ് വരെയുള്ള നമ്മുടെ റോഡിന് വേണ്ടിയിട്ട് 8 കോടി രൂപ അന്ന് ചോദിച്ചതാണ്. പക്ഷെ നമുക്ക് അനുവദിച്ച് കിട്ടി വെറും 4 കോടിയാണ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? വെള്ളിയാങ്കല്ല് മുതൽ ആ പാലത്തറ ഗേറ്റ് വരെ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി ഇവിടെ കിടക്കുകയാണ്. അപ്പോൾ അതിന് രണ്ടാമത്തെ വർഷം, ഒരു വർഷം കാത്തിരിക്കണം. പിന്നെ
അതിനിടയിൽ ജനകീയ പ്രക്ഷോഭവും ആണ്. അപ്പോൾ ആ നിലയിലുള്ള ഒരു ആവശ്യത്തിനല്ല അതിൻ്റെ അല്ലെങ്കിൽ എസ്റ്റിമേറ്റ് ഉണ്ടാക്കി അതിന് നിലയിലല്ല ഫണ്ട് തരുന്നത്. ആദ്യം തന്നെ ഒരു ഫണ്ട് നിശ്ചയിച്ച് എന്താ പറയുക, ചെരുപ്പിനൊത്ത് കാല് മുറിക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ ഈ വക കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് കട്ട് ചെയ്യേണ്ടി വരും. അവിടുത്തെ മറ്റു തരത്തിലുള്ള ഫുട്പാത്ത്, ഡ്രെയിനേജ് സംവിധാനങ്ങൾ, കവർ സ്ലാബ്, അതിൻ്റെ മുകളിൽ ടൈല്, കൈവരി, ഇതൊക്കെ വേണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അതിനൊന്നുള്ള ഫണ്ട് കിട്ടാതെ വരുമ്പോൾ ടാറിങ് നടത്തി പോരുക എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ നിർബന്ധിതരാവുകയാണ്. ഇതാണ് പ്രശ്നം വരുന്നത്. ഇനി ഹരിതയുടെ മുൻ സംസ്ഥാന ട്രഷറർ ഫാത്തിമ സുഫീല അടക്കം 3 ചോദ്യകർത്താക്കളുണ്ട്. 3 ചോദ്യം ഒന്നിച്ച് ചോദിച്ച് ഒറ്റ ഉത്തരം. യെസ് സാർ, ഞാനിവിടെ ഒരു ചോദ്യത്തിനുപരി മറ്റൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഞാനിവിടെ ഒരു എഞ്ചിനീയറിംഗ് പാസ് ഔട്ട് വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഞങ്ങൾ പഠനത്തിന് ശേഷം ഞങ്ങൾ പാസ് ഔട്ട് ആയിട്ടൊരു കമ്പനിയിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മുടെ എഞ്ചിനീയറിംഗ് മേഖലയിൽ ഈ ഒരു കമ്പനിയിൽ നമ്മൾ വർക്ക് ചെയ്യാൻ നമ്മൾ എലിജിബിൾ ആക്കുന്ന ഒരു സ്കില്ലും നമ്മൾക്ക് ട്രെയിൻ ചെയ്ത് കിട്ടുന്നില്ല എന്നുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ നമ്മുടേതായ രീതിയിൽ പ്രോഗ്രാമിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചൊരു കമ്പനിയിൽ കയറി കഴിഞ്ഞാൽ അവിടെയുള്ള വർക്ക് എത്തിക്സ്. ഇപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ ഇവിടെ തന്നെ ടോപ്പ് MNC ബൈജൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവായിട്ട് ജോയിൻ ചെയ്തു. 4 മാസമാണ് അവനവിടെ വർക്ക് ചെയ്തത്. ശമ്പളം കുറവായതുകൊണ്ടല്ല, അവിടെ ഒരു വർക്ക് ടു ലൈഫ് ബാലൻസ് ഇല്ല. ഒരു 9 to രാത്രി വരെ പണിയെടുപ്പിക്കുന്ന ഒരു സാഹചര്യം. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ തന്നെ സ്റ്റാർട്ടപ്പ് കമ്പനീസിൽ കയറുമ്പോൾ തന്നെ നമുക്കൊരു വർക്ക് എത്തിക്സ് ഇവിടെ ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. പുറം രാജ്യത്തെ പോലെ നമ്മുടെ ഒരു മിനിമം വേജ് ലോ, ഇതുപോലത്തെ കാര്യങ്ങൾ ബുദ്ധിമുട്ടാണെന്ന് അറിയാം. ബിക്കോസ് അതിനൊരു ബില്ല് പാസ്സാക്കണം, അങ്ങനത്തെ നിയമപരമായ കാര്യങ്ങളുണ്ട്. ബട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് സ്റ്റുഡൻസിനെ ഇങ്ങനത്തെ എഞ്ചിനീയറിംഗ് ലൈഫിൽ തന്നെ ഇതിന് പ്രാപ്തരാക്കാം. ബിക്കോസ് അവർക്ക് ഇന്റേൺഷിപ്സ് കാര്യങ്ങളൊക്കെ ചെയ്തുതരാം. അവരെ എത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ ഒഴിവാക്കാം. ഓക്കെ, താങ്ക് യു. ഒരുമിച്ചെടുക്കാമല്ലോ അല്ലേ? 2 ചോദ്യങ്ങളുണ്ട്. ഒന്ന് എൻ്റെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ടതാണ്. ഞാൻ മാസ്റ്റർ ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസാണ്. അപ്പോൾ ഇതിൽ നിലവിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ലൈബ്രറി ഇല്ല. ലൈബ്രറി വളരെ ചെറിയ ലൈബ്രറി ഏതെങ്കിലും ലാംഗ്വേജ് ടീച്ചറോ മറ്റാരെങ്കിലും കൈകാര്യം ചെയ്യുകയാണ്. അപ്പോൾ ലൈബ്രറിയൻ പോസ്റ്റിന് വേണ്ടിയിട്ട് ഈ സർക്കാരിൻ്റെ കാലത്ത് ഞങ്ങൾ ഒരുപാട് പേര് അതിനുവേണ്ടി പരിശ്രമിച്ചെങ്കിലും കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ലൈബ്രറിയൻ പോസ്റ്റ് ഹയർ സെക്കൻഡറി തലത്തിൽ വരികയാണെങ്കിൽ നമുക്ക് വായനയുടെ പ്രാധാന്യം അറിയാം. അപ്പോൾ അതിന് ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ സർക്കാർ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളതൊരു അപേക്ഷയാണ്. രണ്ടാമത്തത്, ഞാൻ കുടുംബയോഗങ്ങളിൽ ഇങ്ങനെ UDFന് വേണ്ടിയിട്ട് പോവാറുണ്ട്. അപ്പോൾ ഈ ന്യായ് പദ്ധതിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ എൻ്റെ ഉള്ളിലുള്ളൊരു സംശയമാണ്, എവിടെ നിന്നാണ് ഈ ഫണ്ടിങ്? ഈ സർക്കാർ ഒരുപാട് കടത്തിലാണ്, കോടികളുടെ കടത്തിലാണെന്ന് അറിയാം. അപ്പോൾ ന്യായ് പദ്ധതി 6000 രൂപ വെച്ച് 3000 രൂപ വെച്ച് പെൻഷനായിട്ടൊക്കെ കൊടുക്കുമ്പോൾ എങ്ങനെയാണ് UDF സർക്കാർ അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടിങ് കരുതി വെച്ചിട്ടുള്ളത്? ഹലോ, എൻ്റെ പേര് നിയാസ്. എനിക്ക് ചോദിക്കാനുള്ളത് കോൺഗ്രസിൻ്റെ ഇൻസൈഡായിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ചിട്ടാണ്. പലപ്പോഴും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ 91-ൽ PV നരസിംഹറാവിൻ്റെ സമയത്താണ് നമ്മുടെ എക്കണോമിക് പോളിസി ചേഞ്ച് ചെയ്യുന്നത്. സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണമൊക്കെ. ഇതെന്തോ ഒരു കുറ്റകൃത്യമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു രീതി നമ്മുടെ നാട്ടിലെ CPMകാർക്കുണ്ട്. സത്യത്തിൽ അതുവഴി വലിയ രീതിയിലുള്ള ദാരിദ്ര്യ ലഘൂകരണം നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഇതിൻ്റെ പിറകിൽ കാര്യങ്ങൾ പഠിച്ച ആളുകൾക്ക് എല്ലാം അറിയാം. പക്ഷേ ഈവൻ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് പോലും VT ബൽറാമോ, മാത്യു കുഴൽനാടനോ പോലെയുള്ള ചുരുക്കം ചില ആളുകൾ ഒഴിച്ച് ഈ ആഗോളവൽക്കരണ നയങ്ങൾ അല്ലെങ്കിൽ സ്വകാര്യവൽക്കരണ നയങ്ങളൊക്കെ തന്നെ ഈ നാട്ടിൽ എന്തോ ജനങ്ങളോടുള്ള കുറ്റകൃത്യമാണെന്നുള്ള രൂപത്തിൽ അവതരിപ്പിക്കുന്ന രീതി കോൺഗ്രസിനകത്ത് തന്നെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതിനെ ഡിഫെൻഡ് ചെയ്യാൻ ഈവൻ UDF പ്രവർത്തകർക്കെങ്കിലും അതിനെക്കുറിച്ചിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ക്ലാസ്സോ അതേപോലുള്ള കാര്യങ്ങൾ എത്തിക്കാൻ, അവരെ ടീച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും നടപടികൾ കോൺഗ്രസിൻ്റെ ആഭ്യന്തര കമ്മിറ്റികൾ സാർ ആവശ്യപ്പെടും. Hello sir, I'm a pharmacist and my name is Mubina. And ഞാൻ ഈ ഒരു മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, ഈ ഒരു കോവിഡ് ക്രൈസിസ് വന്നതിന് ശേഷം there is so many problems in this field and I felt it too about my salary and all thing. And the second question is, it's my own experience. And ഞാൻ നമ്മുടെ ന്യൂസ് പേപ്പർ എന്നും നമ്മൾ വായിക്കുമ്പോൾ അറിയാം there are so many opportunities, job opportunities. ആൻഡ് ഈ അടുത്ത് ഞാനൊരു ഹോസ്പിറ്റലിൽ പോയപ്പോൾ, ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലായിരുന്നു, ഞാൻ ടെമ്പററി പോസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയതാണ് ഞാൻ. ആൻഡ് വെൻ ഐ റീച്ച് ദ ഞാൻ അവിടുത്തെ HR കണ്ടു ആൻഡ് ഹീ സേസ് ഇറ്റ്സ് ഓൾറെഡി സെറ്റിൽഡ്, യു ക്യാൻ ഗെറ്റ് ദി ജോബ് എന്ന് പറഞ്ഞു എന്നോട്. ആൻഡ് നെക്സ്റ്റ് എന്നോട് വേറെ ഒരാളോട് കാണാൻ പറഞ്ഞു അദ്ദേഹം. എന്നിട്ട് ഞാൻ പോയി അദ്ദേഹത്തിൻ്റെ അടുത്ത് ആൻഡ് ഹീ സേസ് ദ ഫണ്ണി ആൻസർ ഐ ഗോട്ട് എവർ. ആൻഡ് ദ തിങ് ഈസ്,
മോള് പൊക്കോ ഇപ്പോൾ ആൻഡ് യു ഗോ ആൻഡ് സീ സം ഓഫ് ദ ലീഡേഴ്സ്, പൊളിറ്റിക്കൽ ലീഡേഴ്സ്. ആൻഡ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ആൻഡ് ഇന്നത്തെ യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ ന്യൂജൻസ് നിങ്ങൾ പറയുന്നില്ലേ, അവർ ഡിപ്പെൻഡ് ചെയ്യേണ്ടത് എന്താണ്? അവരുടെ എഡ്യൂക്കേഷൻ ആണോ, സ്കിൽസ് ആണോ, എക്സ്പീരിയൻസ് ആണോ, ഓർ ദ ബുൾഷിറ്റ് ഹാൻഡ്സ് ഓഫ് ദിസ് ലീഡേഴ്സ്? എനിക്ക് അതാണ് അറിയേണ്ടത്. ഇപ്പം ഞാനൊരു ഫാർമസിസ്റ്റ് ആയതുകൊണ്ട് ആ ഒരു ഫീൽഡിലത്തെ കാര്യം ഞാൻ പറഞ്ഞത്. ആൻഡ് എഞ്ചിനീയറിംഗ് ഫീൽഡ് ആയാലും എന്തായാലും ദിസ് റീസൺ ഈസ് ദ സെയിം ആൻഡ് ഇറ്റ് സ്റ്റിൽ എക്സിസ്റ്റ്. ആൻഡ് അതിന് വല്ല മാറ്റം ഈ UDF സർക്കാർ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവൂ? തീർച്ചയായിട്ടും. ഇപ്പോൾ 4 ക്വസ്റ്റ്യൻസ് ആണ്, 4 പേരുടെ ക്വസ്റ്റ്യൻസ് ആണ്, 4 കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാനൊന്ന് സമപ്പ് ചെയ്തുകൊണ്ട് പറയാൻ ശ്രമിക്കാം. ഒന്ന്, ആദ്യം സംസാരിച്ച ആളും ഇവിടെ അവസാനം സംസാരിച്ച ആളും എംപ്ലോയബിലിറ്റിയെ കുറിച്ചാണ് പറയുന്നത്, അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസിൽ ഉണ്ടാവുന്ന അവർ ഫേസ് ചെയ്യേണ്ടി വരുന്ന ചാലഞ്ചസിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ പറഞ്ഞത് കറക്റ്റാണ്. നമ്മൾക്ക് പലർക്കും സർവകലാശാല ബിരുദങ്ങളുണ്ട്, സർട്ടിഫിക്കറ്റുകളുണ്ട്. പക്ഷേ അവർക്ക് ഒരു തൊഴിൽ കമ്പോളത്തിലേക്ക് കടന്ന് ചെല്ലുമ്പോൾ അവർക്ക് ജോലി നൽകേണ്ടത് അതത് മേഖലയിലെ സ്വകാര്യ സംരംഭകരാണല്ലോ കൂടുതലായിട്ട്. സർക്കാർ ജോലി അധികം ആളുകൾക്ക് നമുക്ക് നൽകാൻ സാധിക്കില്ല, അതിന് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട്. പക്ഷേ ബാക്കിയുള്ള ആളുകൾക്ക് മുഴുവൻ തൊഴിൽ കിട്ടേണ്ടത് ഇതുപോലെയുള്ള സ്വകാര്യ സംരംഭങ്ങളിലാണ്. അപ്പോൾ ഒന്ന്, അതിനെക്കുറിച്ചാണ് ഡോക്ടർ ശശി തരൂർ പറഞ്ഞത്. കൂടുതൽ സംരംഭങ്ങൾ ഉണ്ടാവണം, കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാവണം. അതിനുവേണ്ടിയുള്ള മൊത്തത്തിലുള്ള കാര്യങ്ങളാണ് ഈ ന്യായ് പദ്ധതി അടക്കമുള്ള കാര്യങ്ങൾ. നമ്മളൊരു ഫിനാൻഷ്യൽ എഞ്ചിനെ മുന്നോട്ട് നയിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി നമ്മുടെ നാട്ടിൽ വന്ന് പറഞ്ഞ പ്രസംഗവും നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരു കാറിനകത്തേക്ക് നമ്മൾ പെട്രോൾ ഒഴിക്കണം. ആ പെട്രോൾ ഒഴിക്കാതിരുന്നാൽ നമ്മൾ എത്ര ചാവി തിരിച്ചിട്ടും എത്ര ആക്സിലേറ്റർ കാലമർത്തിയിട്ടും കാര്യമില്ല, വണ്ടി മുന്നോട്ട് പോവില്ല. അപ്പോൾ നമ്മുടെ നാടിൻ്റെ സാമ്പത്തിക വളർച്ച ഉണ്ടാവണമെങ്കിൽ അടിസ്ഥാനപരമായിട്ട് ആളുകളുടെ പർച്ചേസിംഗ് പവർ വർദ്ധിക്കണം, ആളുകളുടെ വാങ്ങൽ ശേഷി വർദ്ധിക്കണം. വാങ്ങൽ ശേഷി വർദ്ധിച്ചാൽ സ്വാഭാവികമായിട്ട് ആളുകൾ വാങ്ങാൻ തുടങ്ങും. വാങ്ങാൻ തുടങ്ങുമ്പോൾ സാധനങ്ങളുടെ ഡിമാൻഡ് വർദ്ധിക്കും. ഡിമാൻഡ് വർദ്ധിച്ചാൽ ഉൽപ്പാദനം വർദ്ധിക്കും. ഉൽപ്പാദനം വർദ്ധിക്കുമ്പോൾ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാവും. ഇങ്ങനെയാണ് ആ സൈക്കിള് മുന്നോട്ട് പോവുക. കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടായാൽ ആ പണം സാലറീസ് ആയിട്ട് കൂടുതൽ ആളുകളിലേക്ക് എത്തും. ആ സാലറി വീണ്ടും മാർക്കറ്റിൽ ഇറങ്ങും. ഇങ്ങനെ സാമ്പത്തിക വളർച്ച ഉണ്ടാവേണ്ടത്. അപ്പോൾ അതിന് വേണ്ട ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി ക്ലൈമറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിൻ്റെ ഫസ്റ്റ് ഇൻപുട്ടാണ് ഈ പറയുന്ന ന്യായ് പദ്ധതി. ആളുകളുടെ വാങ്ങൽ ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നേരിട്ടുള്ള ഇടപെടൽ. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ 1 ലക്ഷം സാലറിയുള്ള ഒരാൾക്ക് 1,05,000 ആ സാലറി വർദ്ധിപ്പിച്ചാൽ ആ 5,000 രൂപ കൊണ്ട് പ്രത്യേകിച്ച് ചിലപ്പോൾ സമൂഹത്തിന് ഗുണമുണ്ടാവുക എന്ന് വരില്ല. കാരണം ഈ 1 ലക്ഷം സാലറി ഉള്ള ആളും ചിലപ്പോൾ മാസം അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കുന്നത് 25,000 30,000 ആയിരിക്കും വീട്ടു ചെലവിനൊക്കെയാണ്. ബാക്കി അയാളുടെ അക്കൗണ്ടിൽ കിടക്കുകയായിരിക്കും. ആ ആൾക്ക് 1,05,000 സാലറി വർദ്ധിപ്പിച്ചാലും ആ പൈസ അവിടെ കിടക്കുമെന്നല്ലാണ്ട് വേറെ അതിൻ്റെ ഒരു മണി ഫ്ലോ ഉണ്ടായിക്കൊള്ളാമെന്ന് ഉറപ്പില്ല. അതേസമയം 5,000 രൂപ നിലവിൽ ഒരു മാസം വരുമാനമുള്ള ആൾക്ക് 10,000 രൂപയാക്കി അത് മാറ്റിയാൽ ഈ 10,000 രൂപയും മാർക്കറ്റിൽ ഇറങ്ങും. ഇതാണ് ന്യായ് പദ്ധതിയുടെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഇക്കണോമിക് ലോജിക്ക്. അതോടൊപ്പം ഇവിടെ പറഞ്ഞതുപോലെ തൊഴിലവസരങ്ങൾ വർദ്ധിക്കും, അത് ഉണ്ടാവണം. അതോടൊപ്പം തൊഴിലിലേക്ക് ചെല്ലുമ്പോൾ ആളുകളുടെ ഒരു സ്കില്ല് വളരെ പ്രധാനമാണ്. സർവകലാശാല ഡിഗ്രികളും സർട്ടിഫിക്കറ്റുകളും മാത്രം പോരാ. ഈ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ ചാത്തന്നൂരിൽ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് ആരംഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ UDF ഗവൺമെൻറ്റിൻ്റെ വിദ്യാഭ്യാസ മേഖലയിലെ നൈപുണ്യ പരിശീലന മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടപെടലാണ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കുകൾ എന്ന പേരിൽ ഏറ്റവും ആധുനികമായിട്ടുള്ള സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആരംഭിക്കുക എന്നുള്ളത്. ഏതാണ്ട് 20 കോടിയോളം രൂപ ചെലവിലാണ് ഓരോ CSPകളും ആരംഭിക്കുക. കേരളത്തിൽ 9 എണ്ണം മാത്രം ആരംഭിച്ചതിൽ 1 നമ്മുടെ നിയോജക മണ്ഡലത്തിലാണ്. സാധാരണ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, 9 എണ്ണം കേരളത്തിൽ ആരംഭിക്കുന്നു എന്ന് തീരുമാനിക്കാൻ ഏതോ സർക്കാരും ഈ 9 എണ്ണത്തിന് എവിടേക്കാണ് സെലക്ട് ചെയ്യുക? ഒന്ന് തിരുവനന്തപുരം എടുക്കും, പിന്നെ ചിലപ്പോൾ കൊല്ലം എടുക്കും, പിന്നെ എറണാകുളം എടുക്കും, തൃശ്ശൂർ എടുക്കും, ചിലപ്പോൾ പാലക്കാട് എടുക്കും, അല്ലേ? പാലക്കാടേ ചിലപ്പോൾ എടുക്കുകയുള്ളൂ നമ്മുടെ ചുറ്റുവട്ടത്ത്, അല്ലെങ്കിൽ തൃശ്ശൂർ എടുക്കുകയുള്ളൂ, അതല്ലെങ്കിൽ മലപ്പുറമോ അല്ലെങ്കിൽ കോഴിക്കോടോ എടുക്കുകയുള്ളൂ. അത് തൃത്താലയ്ക്ക് കിട്ടുക എന്ന് പറയുന്നത് സാധാരണഗതിയിൽ സംഭവിക്കുന്ന ഒരു കാര്യമല്ല. തൃത്താലയിൽ തന്നെ ചാത്തന്നൂർ എന്ന് പറയുന്ന ഉൾപ്രദേശത്ത് സ്ഥാപിക്കുക എന്നുള്ളത് സാധാരണഗതിയിൽ സംഭവിക്കുന്ന ഒരു കാര്യമല്ല. പക്ഷേ കേരളത്തിൽ 9 സ്ഥാപനങ്ങൾ ആരംഭിക്കുമ്പോൾ അതിലൊന്ന് നമ്മുടെ നാടിന് നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ പറ്റുകയാണ്. അതുപോലെ തന്നെ കൗശൽ കേന്ദ്ര ഈ പറഞ്ഞ രീതിയിൽ തന്നെയുള്ള സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള ഒരു ഇടപെടലാണ്.
ഒരു ഫിനിഷിംഗ് സ്കൂൾ സങ്കല്പമാണ് ഇതൊക്കെ. നമ്മൾ കാര്യങ്ങളൊക്കെ അറിവുണ്ട്, ബേസിക് ആയിട്ടുള്ള വിവരമുണ്ട്. പക്ഷെ എന്താണ് കറക്റ്റ് ആ ജോലിക്ക് വേണ്ടത് എന്നുള്ള ഒരു സാധനം ഒരു 6 മാസം കൊണ്ട് 3 മാസം കൊണ്ട് ആ ഷാർപ്പായിട്ടുള്ള ആ സ്കില്ല് മാത്രം കൊടുക്കുക എന്നുള്ളതാണ് ഈ സ്ഥാപനങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ 3 കൗശൽ കേന്ദ്ര കേരളത്തിൽ ആരംഭിച്ചപ്പോൾ ഒന്ന് കൊല്ലത്താണ്, ഒന്ന് കോഴിക്കോടാണ്, ഒന്ന് നമ്മുടെ കുട്ടനാടാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇടപെടലുകളാണ് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ നമ്മൾ തൃത്താലയിൽ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പൊട്ടൻഷ്യൽ വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെയും വിമർശനം. ഇത്രയും വലിയൊരു സ്ഥാപനം അവിടെ ഉണ്ടായിട്ട് അവിടെ ആകെ പുതിയ കോഴ്സുകൾ ആരംഭിക്കുന്നത് ഈ മറ്റേ മാല ഉണ്ടാക്കുന്നതും അതുപോലെയുള്ള കോഴ്സസിനല്ല ശരിക്കും നമ്മളത് വിഭാവനം ചെയ്തത്. പൂർത്തീകരിച്ചത് ഈ ഗവൺമെൻറ്റിൻ്റെ സമയത്താണ്. ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള അസാപ്പ് എന്ന് പറയുന്ന സംവിധാനമാണ്. അവിടുത്തെ പ്രശ്നമെന്ന് പറയുന്നത് ഏറ്റവും നല്ല ഈ സർവീസ് പ്രൊവൈഡേഴ്സിനെ കൊണ്ടുവന്ന് ഏറ്റവും ആധുനികമായിട്ടുള്ള കോഴ്സുകൾ അവിടെ റൺ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലോകത്ത് വലിയ മാറ്റങ്ങൾ തീർത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു 1 ഇയർ കോഴ്സ് അല്ലെങ്കിൽ 2 ഇയർ കോഴ്സ് ബിടെക് ബിരുദധാരികൾക്ക് ചേരാൻ കഴിയുന്ന ഒരു കോഴ്സ് അവിടെ റൺ ചെയ്യാൻ പറ്റിയാൽ അത് അവരുടെ എംപ്ലോയബിലിറ്റി വലിയ രീതിയിൽ വർദ്ധിപ്പിക്കും. ഇവിടെ ചെന്ന പോലെ നിങ്ങൾക്ക് ഒരു രാഷ്ട്രീയക്കാരനെയും ശുപാർശയില്ലാതെ തന്നെ നിങ്ങളെ പൊക്കിക്കൊണ്ടു പോകാൻ പറ്റുന്നൊരു സ്കിൽ സെറ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കും. പക്ഷെ അങ്ങനത്തെ കോഴ്സ് റൺ ചെയ്യാൻ ഇത് നടത്തിക്കുന്ന ആളുകൾ തയ്യാറാവണം. അത് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് നിൽക്കുന്നത്. അതിലൊരു മാറ്റം തീർച്ചയായിട്ടും അടുത്ത UDF ഗവൺമെൻറ്റിൻ്റെ സമയത്തുണ്ടാവും. ഞാൻ ഈ വിഷയം കഴിഞ്ഞ 5 വർഷമായിട്ട്, ഈ 5 വർഷമല്ല, ഏതാണ്ട് 3 വർഷമായി ഇത് സ്ഥാപനം ശരിക്ക് ഫങ്ഷണലായിട്ട് ഈ 3 വർഷമായിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മന്ത്രിമാരോടും. അപ്പോൾ നോക്കാം, നമുക്ക് പരിശോധിക്കാം, ഇപ്പോൾ ആളെ മാറ്റാം, അടുത്ത ആളെ വെക്കാം എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞ് ഒരു സീരിയസ് അപ്രോച്ച് ഇടപെടൽ വരുന്നില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നമായിട്ട് മാറുന്നത്. അതിലൊരു മാറ്റം ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. നമ്മൾ പറഞ്ഞു. പിന്നെന്താ ലൈബ്രറി. സത്യത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു നാട്ടിൽ ഉണ്ടായി കാണണമെന്ന് ആഗ്രഹിക്കുന്നത് നല്ല ലൈബ്രറികളാണ്. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ MLA ഫണ്ട് കൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിച്ചതും ലൈബ്രറികളെയാണ്. സ്കൂൾ ലൈബ്രറികൾ എന്ന് പറയുന്ന ആശയമാണ് MLA ഫണ്ട് കൊണ്ട് നമ്മൾ ആദ്യമായിട്ട് ചെയ്തത്. ജവഹർലാൽ നെഹ്റു സ്കൂൾ ലൈബ്രറീസ് എന്ന പേരിൽ നമ്മൾ എല്ലാ സ്കൂളുകളിലും സ്കൂൾ ലൈബ്രറി ആരംഭിച്ചു. ആലൂരിലെ ലൈബ്രറി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വളരെ ചെറിയ ഒരു ഒറ്റനില കെട്ടിടം, ഇടിഞ്ഞു പൊളിഞ്ഞ് പോകാനുള്ള ആ അവസ്ഥയിൽ കിടക്കുന്ന കെട്ടിടത്തിനെ ഒരു നല്ല ലൈബ്രറിയാക്കി നമ്മൾ ആലൂരിൽ മാറ്റിയിട്ടുണ്ട്. പടിഞ്ഞാറങ്ങാടിയിലെ ജ്ഞാനോദയം വായനശാലയ്ക്ക് വേണ്ടി MLA ഫണ്ടിൽ നിന്ന് 20 ലക്ഷം രൂപ അനുവദിച്ച് അതിൻ്റെ നിർമ്മാണം ആരംഭിക്കാൻ പറ്റുന്ന ഘട്ടത്തിലെത്തിയ പഴയ കെട്ടിടം പൊളിക്കാത്തതിൻ്റെ ആ കാലതാമസമാണ് പ്രശ്നം. അതുപോലെ തന്നെ ഒരു വലിയ ലൈബ്രറി നമ്മുടെ നിയോജകമണ്ഡലത്തിൽ ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിനുവേണ്ടി വെള്ളിയാങ്കല്ലിൽ ഏതാണ്ട് 2 കോടി രൂപ ചെലവിൽ ഒരു വലിയ ലൈബ്രറി, ഒരു ജില്ലാ ലൈബ്രറിക്കൊക്കെ തുല്യമായിട്ടുള്ള വലിയ ഒരു ലൈബ്രറിക്ക് വേണ്ടി MLA ഫണ്ടിൽ നിന്ന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സ്ഥലം കൈമാറി കിട്ടുന്ന നിയമ തടസ്സങ്ങൾ ഇപ്പോഴും തീരാത്തതുകൊണ്ട്, സാങ്കേതികത്വങ്ങൾ പരിഹരിക്കാൻ കഴിയാത്തതുകൊണ്ട് ഡിലേ ആയി പോവുകയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് ഡോക്ടർ KR നാരായണൻ്റെ ജന്മശതാബ്ദി വർഷം കൂടിയായിരുന്നു ഇപ്പോൾ കഴിഞ്ഞു പോയത്. അദ്ദേഹത്തിൻ്റെ പേരിൽ ഡോക്ടർ KR നാരായണൻ മെമ്മോറിയൽ ഇൻ്റർനാഷണൽ ലൈബ്രറി എന്ന ഒരു കൺസെപ്റ്റിലേക്ക് വികസിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു വലിയ ലൈബ്രറി നമ്മുടെ നാട്ടിലുണ്ടാവണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം ലൈബ്രറികളുണ്ടായാൽ ലൈബ്രറി സയൻസ് പ്രൊഫഷണലുകൾക്ക് അതിലുള്ള ജോലി സാധ്യതയും വർദ്ധിക്കും. അടുത്ത UDF ഗവൺമെൻറ് ആ നിലയിലുള്ള ഇടപെടൽ നടത്തും. എൻ്റെ പേര് ഐഷ നസ്രീൻ, ഞാൻ ഒരു ലോ സ്റ്റുഡൻ്റ് ആണ്. പിന്നെ നമ്മുടെ കെജ്രിവാൾ സർക്കാർ 3 കൊല്ലമായിട്ട് നല്ല വിജയകരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ടുള്ള യാത്രാ സൗകര്യം, അതുപോലെ തന്നെ സാർ പറഞ്ഞില്ലേ പോക്സോയുടെ കാര്യങ്ങളൊക്കെ. ഈ പോക്സോയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് ബേസിക് നോളജ് ഇല്ല. അപ്പോൾ ഈ കുട്ടികൾക്ക് വേണ്ടത് ബേസിക് നോളജ് കൊടുക്കുക എന്നുള്ളതാണ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ കുറിച്ചിട്ടാണെങ്കിലും പോക്സോനെ കുറിച്ചിട്ടാണെങ്കിലും സെക്സ് എഡ്യൂക്കേഷനെ കുറിച്ചിട്ടാണെങ്കിലും ചൈൽഡ് റൈറ്റ്സിനെ കുറിച്ചിട്ടാണെങ്കിലും അതിൻ്റെ ഒരു ബേസിക് നോളജ് കുട്ടികൾക്ക് ചെറുപ്പം മുതലേ കിട്ടി വരണം. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പോലീസ് പ്രൊസീഡിങ്സ്. നമുക്ക് ഈ സ്റ്റേഷനിൽ പോയിട്ട് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് പറയേണ്ടത്, പിന്നെ പല കുട്ടികൾക്കും പേടിയാണ് തുറന്നു പറയാൻ വേണ്ടിയിട്ട്. അതാണ് ഇപ്പം നമുക്ക് കണ്ടത് പാലത്താ ഇഷ്യൂ. നമുക്ക് അത് കുട്ടി തുറന്നു പറയാൻ മടിച്ചതും പിന്നെ അത് പോക്സോനെ മൊത്തം അട്ടിമറിച്ചുകൊണ്ടാണ് ആ കേസ് നടന്നു പോയത്. അപ്പോൾ അതെല്ലാമാണ് ഈ ഒരു ബേസിക് നോളജ് ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ് അത് കണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ബേസിക് നോളജാണ് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടത്. അത് നല്ല രീതിയിലുള്ളൊരു
എഡ്യൂക്കേഷൻ സിസ്റ്റം അവർക്ക് ലോ ബേസ്ഡ് ആയിട്ടുള്ള കൊടുക്കുന്നുള്ള ഒരു ഉറപ്പ് കൊടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഈ പറഞ്ഞ ആശങ്കകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു ചൈൽഡ് ഫ്രണ്ട്ലി പോലീസ് സ്റ്റേഷൻ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ ഓൾറെഡി അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അത് ഭാവിയിൽ ഈ നിലയിൽ തന്നെയാണ് ഉപകാരപ്രദമാവാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓരോ സ്കൂളിലെയും കുട്ടികളെ, പ്രത്യേകിച്ചും ഒരു UP പ്രായം തൊട്ട് തന്നെ കുട്ടികളെ അവിടേക്ക് കൊണ്ടുവന്ന് അവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻ, ഒന്ന് ഈ പോലീസിനെ കുറിച്ചുള്ള ഒരു ഭയം മനസ്സിൽ നിന്ന് പോകണം. പോലീസ് എന്ന് പറയുന്നത് സമൂഹത്തിലെ മറ്റെല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും പോലെ ഒരു ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമാണ്. ഇപ്പോൾ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ വില്ലേജ് ഓഫീസ് ഉണ്ട്, കൃഷി ഓഫീസറുണ്ട്, പഞ്ചായത്ത് സെക്രട്ടറി ഉണ്ട്. ഇതുപോലത്തെ ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ് പോലീസിലെ SIയും. പക്ഷേ ബാക്കി എല്ലാവരെയും നമ്മൾ പേര് വിളിക്കും. പോലീസിലെ ഏറ്റവും താഴെക്കടയിലെ ഉദ്യോഗസ്ഥൻ വരെ നമ്മൾ സാറെന്നേ വിളിക്കുകയുള്ളൂ. ഇത് പ്രശ്നമാണ്. ഇത് കാലങ്ങളായിട്ട് നമ്മുടെ തലയിലുള്ള ഒരു ബാഗേജാണ്. അപ്പോൾ ആ സാധനങ്ങളൊക്കെ ഒന്ന് മറികടക്കണം. പോലീസ് ഈസ് ജസ്റ്റ് എ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ യുവർ സേഫ്റ്റി ആൻഡ് യുവർ പ്രൊട്ടക്ഷൻ, അത്രയേ ഉള്ളൂ. അപ്പോൾ ആ നിലയ്ക്ക് അതിനെ കാണാൻ സാധിക്കണം. ആ നിലയ്ക്ക് എല്ലാത്തരം ഇൻഹിബിഷൻസും മാറ്റാൻ കഴിയണം. അതോടൊപ്പം നല്ല സ്കൂളുകളിൽ വളരെ റെലവൻ്റ് ആയിട്ടുള്ള സെക്സ് എഡ്യൂക്കേഷൻ നമുക്ക് നൽകാൻ സാധിക്കണം. യഥാർത്ഥത്തിൽ അതിന് അത്തരം കാര്യങ്ങൾ പറയുമ്പോൾ പലർക്കും ആളുകൾക്കും രുചിക്കില്ല. പ്രത്യേകിച്ചൊരു വേറൊരു ജനറേഷനിൽപ്പെട്ട ആളുകൾക്ക് ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ അതിനോട് ഒരു വലിയ അയ്യോ ഇത് ആകെ കുഴപ്പത്തിലാവും, നമ്മുടെ ആകെ സദാചാര മൂല്യങ്ങൾ മുഴുവൻ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുമോ എന്നൊക്കെയുള്ള ആശങ്കയൊക്കെ ആളുകൾക്ക് ഉണ്ടാവും. പക്ഷെ അങ്ങനെയല്ല. ലോകം മാറുമ്പോൾ ഇത്തരം കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ആ ഒരു കറേജാണ് പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്ക്, പെൺകുട്ടികൾക്കടക്കം നൽകേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിനു വേണ്ടിയുള്ള സെൽഫ് ഡിഫെൻസ് എന്ന് പറയുന്നത് ശാരീരികമായിട്ടുള്ള ഡിഫെൻസ് മാത്രമല്ല, അതെല്ലാവർക്കും പറ്റില്ലല്ലോ. ഓരോരുത്തരുടെയും ഫിസിക്കൽ കണ്ടീഷൻസ് വേരി ചെയ്യുമല്ലോ. അതിനപ്പുറത്ത് അവർക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബാക്കപ്പാണ് നമ്മൾ കൊടുക്കേണ്ടത്, ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ടാണ് കൊടുക്കേണ്ടത്. ഈവൻ ഇഫ് യു ആർ അബ്യൂസ്ഡ്, ഈവൻ ഇഫ് യു ആർ മിസ്ട്രീറ്റഡ്, ദ സ്റ്റേറ്റ് ഈസ് വിത്ത് യു ഫോർ യുവർ പ്രൊട്ടക്ഷൻ എന്നുള്ള ഒരു ഫീലിംഗ്, ഒരു കോൺഫിഡൻസ് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം. അതിനുവേണ്ടിയുള്ള ഇടപെടലുകളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് സംവാദത്തിൻ്റെയൊക്കെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഇത് തുടങ്ങിയാൽ അവസാനിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. പക്ഷേ ഇലക്ഷൻ സമയമാകുമ്പോൾ സ്വാഭാവികമായിട്ടും സമയപരിധിയുണ്ട്. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിൽ വളരെ ഇങ്ങനെ തിളച്ച് മറിയുന്നുണ്ടെന്ന് എനിക്കറിയാം. കുറേയേറെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ഡോക്ടർ ശശി തരൂരിൻ്റെ തന്നെ നേരിട്ടുള്ള സാന്നിധ്യം നമുക്ക് ഒരു വലിയ അനുഗ്രഹമായി. ഇനി ഇതാ കുറേ ചോദ്യങ്ങൾക്ക് ഞാനും എൻ്റേതായ രീതിയിൽ ഉത്തരം പറഞ്ഞു. പക്ഷേ ഈ കൺവെർസേഷൻ നെവർ എൻഡ്സ്. ഇത് നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കും അല്ലേ? കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മളിങ്ങനെ ഇടപെട്ട് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയല്ലേ അല്ലേ? ആണോ അല്ലയോ? യെസ്. അപ്പോൾ ഇത് തുടരാനുള്ളൊരു സാഹചര്യം കൂടി നിങ്ങൾ ഒരുക്കി തരണം എന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. തൃത്താല മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് ഇതുപോലെ ജനാധിപത്യത്തിൻ്റെ രീതിയിലാണ്. നിങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ കടക്ക് പുറത്ത് എന്ന് പറയുന്ന ഒരു രീതി ഈ നാടിന് അംഗീകരിക്കാൻ കഴിയില്ല. മാറി നിൽക്കുക അങ്ങോട്ട് എന്ന് പറയുന്ന ഒരു രീതിയല്ല ജനാധിപത്യത്തിൽ വേണ്ടത്. അല്ലെങ്കിൽ സമയം കഴിഞ്ഞു ഇനി നിർത്ത് എന്ന് പറഞ്ഞ് അടിച്ചിരുത്താനും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. പടിഞ്ഞാറങ്ങാടി പാലിയേറ്റീവിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ കണ്ടത് വെച്ചാൽ ഒരു കാഴ്ചപ്പാടാണ്. അവരോട് ചോദിച്ചാൽ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ എല്ലാവർക്കും അറിയാം എല്ലാ വീട്ടിലും വെള്ളം വേണം, ബാത്റൂം വേണം എന്നുള്ളത്. ആ വീട്ടിൽ ബാത്റൂം ഇല്ല. ആ വീട്ടിൽ മാത്രമല്ല, ഉള്ളോട്ടുള്ള 2-3 വീട്ടിൽ ബാത്റൂം ഇല്ല, വെള്ളമില്ല, കറണ്ട് ഇല്ല. പോയി ചോദിച്ചാൽ പറയും പാർട്ടിക്കാർ വരുന്നുണ്ട് എലക്ഷൻ സമയത്ത് മാത്രം, നടത്തി തരാന്ന് പറയും. അതും എലക്ഷൻ സമയത്ത് മാത്രം, കണ്ണിൽ പൊടിയിടാനും വോട്ട് ചോദിക്കാനും മാത്രം. ശേഷം അവരൊരു വിവരമില്ല. ഇത് എൻ്റെ തെറ്റിദ്ധാരണയാണോ എന്ന് അറിയില്ല, അതോ പാർട്ടിക്കാരുടെ തെറ്റാണെന്നും അറിയില്ല. എൻ്റെ ഒരു ഡൗട്ടാണ്. ഓക്കെ, ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ആളുകളുടെ ആവശ്യകത വളരെ ജെന്യൂനാണ്. നമുക്കൊരു കാരണവശാലും അത് അമിതമായിട്ടുള്ള ആവശ്യമാണ് എന്ന് പറയാൻ പറ്റില്ല. ഏറ്റവും ബേസിക് നീഡ്സാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഗവൺമെൻറ് സിസ്റ്റത്തിൽ പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ 5 വർഷം ഈ മേഖലയോട് വലിയ നിഗ്ലക്റ്റ് ആയിരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കൊട്ടിഘോഷിച്ച ഒരു പദ്ധതിയായിട്ടാണ് ലൈഫ് പദ്ധതി അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ അതുകൂടി പറഞ്ഞങ്ങ് അവസാനിപ്പിക്കുകയാണ്. ലൈഫ് പദ്ധതിയിലൂടെ കേരളത്തിൽ ആകെ കൊടുത്തു എന്ന് അവകാശപ്പെടുന്ന വീടുകളുടെ എണ്ണം 2.25 ലക്ഷമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 2.5 ലക്ഷമായിട്ട് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിൽ 51,000 വീടുകൾ പണ്ടുണ്ടായിരുന്ന വീടുകളുടെ ലാസ്റ്റ് കെടു കൊടുത്തിട്ടുള്ള പൂർത്തീകരണമാണ്. പുതിയ വീടുകളായിട്ട് കൊടുത്തിട്ടുള്ളത് ഏതാണ്ട് 1.25 ലക്ഷം വീടുകൾ മാത്രമാണ് ഈ 5 വർഷം കൊണ്ട് കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ വീണ്ടും ലിസ്റ്റ് എടുത്തപ്പോൾ ക്യൂവിൽ നിൽക്കുന്ന ആളുകളുടെ എണ്ണം 7 ലക്ഷമാണ്.
അപ്പോൾ ഈ സ്പീഡിലാണ് വീട് കൊടുക്കുന്നത് എങ്കിൽ, ലൈഫ് പദ്ധതിയുടെ സ്പീഡിലാണ് വീട് കൊടുക്കുന്നതുണ്ടെങ്കിൽ ഇപ്പോൾ കൊടുക്കുന്ന ആളുകൾ, ഇപ്പോൾ ക്യൂവിലുള്ള ആളുകൾക്ക് തന്നെ വീട് കൊടുക്കാൻ 15-20 വർഷം എടുക്കും. യഥാർത്ഥത്തിൽ കഴിഞ്ഞ UDF ഗവൺമെൻറ്റിൻ്റെ സമയത്ത് 4,37,000 വീടുകൾ നമുക്ക് കൊടുക്കാൻ സാധിച്ചു. അന്ന് പക്ഷേ ഇങ്ങനെ പരസ്യമൊന്നും നമ്മൾ ചെയ്തില്ല. ഇന്ന് വെറും 1.25 ലക്ഷം പുതിയ വീട് കൊടുത്തിട്ടാണ് ഇതായി ലൈഫ് എന്ന് പറയുന്നത് എന്തോ വലിയ സംഭവമാണ്, കേരളത്തെ മുഴുവൻ ആകെ മാറ്റി തീർത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ഈ കിട്ടിയ കുറച്ച് ആളുകളുടെ പ്രചരണം നടത്തും. പക്ഷേ കിട്ടാത്ത ആളുകളുടെ എണ്ണമാണ് കൂടുതൽ. നമ്മൾ ഓരോ പഞ്ചായത്ത് എടുത്ത് നോക്കിയാൽ, ഇപ്പോൾ കപ്പൂർ പഞ്ചായത്തിൽ ആണല്ലോ ഈ പറഞ്ഞത്, ഏതാണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് 43 വീടുകളോ മറ്റോ ആണ് 5 വർഷം കൊണ്ട്, അല്ലേ? 5 വർഷം കൊണ്ട് കപ്പൂർ പഞ്ചായത്തിൽ ലൈഫ് പദ്ധതിയിലൂടെ കൊടുത്ത വീടുകളുടെ എണ്ണം വെറും 43 18 വാർഡുകളുള്ള ഒരു പഞ്ചായത്തിൽ ഒരു വാർഡിൽ ശരാശരി 3 വീട് 3.5 വീട് ആണ് കൊടുക്കാൻ സാധിച്ച 5 വർഷം കൊണ്ട്. ഒരു വർഷം ഒരാൾക്ക് പോലും വീട് കൊടുക്കാൻ പറ്റുന്നില്ല. സ്വാഭാവികമായിട്ട് ഈ പ്രശ്നങ്ങൾ നിലനിൽക്കും. അത് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി ചില രാഷ്ട്രീയക്കാർ കപട വാഗ്ദാനങ്ങളുമായിട്ട് ചിലപ്പോൾ കടന്നു വരും എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും നമ്മൾ ഇക്കാര്യത്തിൽ ഉണ്ടാകുന്നത് 5 ലക്ഷം വീടുകൾ കൊടുക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു പുതിയ ഭവന പദ്ധതി കേരളത്തിൽ ആവിഷ്കരിക്കും എന്നുള്ളതാണ് UDFൻ്റെ വാഗ്ദാനം. ആ കാര്യം ചെയ്യുമ്പോൾ ഇപ്പോൾ ക്യൂവിലുള്ള മിക്കവാറും ആളുകൾക്കൊക്കെ പ്രശ്നപരിഹാരം ഉണ്ടാവും. അതിനുവേണ്ടി UDFനെ വിജയിപ്പിക്കണമെന്ന് എല്ലാവരോടുമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഏറ്റവും അവസാനത്തെ ചോദ്യം വളരെ ദയനീയമായ ഒരു കുടുംബത്തെക്കുറിച്ചാണ് സൂചിപ്പിച്ചത്. ഏതായാലും അവരുടെ ആ താൽക്കാലിക പ്രശ്നത്തിന് പരിഹാരം ഇവിടെ വെച്ച് നമ്മളൊരു മറ്റു തരത്തിലുള്ള വാഗ്ദാനം നൽകേണ്ടതില്ല. ബന്ധപ്പെട്ട സംഘടന ഏറ്റെടുക്കും എന്ന് അറിയിക്കാം. അല്ല, അത് വെച്ച് പറയണ്ട. നമ്മൾ പരിഹാരം വ്യവസ്ഥാപിതമായി തന്നെ നമ്മൾ ഉണ്ടാക്കും കേട്ടോ. എക്കണോമിക് പോളിസീസിനെ കുറിച്ചുള്ള ഒരു കാര്യം കൂടി ഇവിടെ പറഞ്ഞു. അദ്ദേഹം ചൂണ്ടിക്കാണിച്ച കാര്യം വളരെ പ്രസക്തമാണ്. ഇന്ത്യ എന്ന് പറയുന്നത്, ഇന്നത്തെ ഒരു എമർജൻറ്റ് ന്യൂ ഇന്ത്യ എന്ന് പറയുന്നത്, അത് 1990s ശേഷം നമ്മൾ നടപ്പാക്കിയ പുതിയ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ റിസൾട്ടായിട്ടുണ്ടായ ഒരു നേട്ടമാണ്. ഇന്ന് കാണുന്ന തൊഴിലവസരങ്ങൾ, ഇന്ന് കാണുന്ന സാമ്പത്തിക വളർച്ച, ഇന്ന് കാണുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ, ഇന്ന് കാണുന്ന ഓരോ മേഖലയിലും ഇപ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ, ടെക്നോളജീസിനെ ഉൾക്കൊള്ളുന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ 1991 ശേഷമുണ്ടായ ഗുണപരമായിട്ടുള്ള മാറ്റമാണ്. അതിനെക്കുറിച്ച് കൂടുതൽ ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ്. അതെല്ലാവരും കുറച്ചുകൂടി ആഴത്തിൽ പഠിച്ച് ഏറ്റെടുക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കത് ഭാവിയിലും മുന്നോട്ട് കൊണ്ടുപോകാം. ഈ ചടങ്ങ് ഇവിടെ സുന്ദരമായി സംഘടിപ്പിച്ചത് UDF കോർഡിനേഷൻ കമ്മിറ്റിയാണ്. ഇൻഗാസ് യൂത്ത് വിങ് അതുപോലെ KMCCയും ചേർന്നാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പരിപാടിക്ക് നന്ദി പറയുന്നതിന് വേണ്ടി KMCCയുടെ ജില്ലാ സെക്രട്ടറി MLAക്ക് ഹാരാർപ്പണം നടത്തുന്നതിന് വേണ്ടി ഫാത്തിമ ദഹ്ല, ഇൻഗാസ് തൃത്താല നിയോജക മണ്ഡലം കമ്മിറ്റിയും ആണ് ഇതിന്റെ സംഘാടകർ. നന്ദി പറയുന്നതിന് വേണ്ടി മഹറൂഫിനെ ക്ഷണിച്ചോളും. പ്രിയപ്പെട്ടവരെ, ആസന്നമായ കേരള നിയമസഭ ഇലക്ഷനുമായി തൃത്താല UDF കമ്മിറ്റി സംഘടിപ്പിച്ച ചോദ്യവും ഉത്തരവും എന്ന ഈ മഹത്തായ പരിപാടിക്ക് ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ ശശി തരൂര്, അതുപോലെ തന്നെ വികസന നായകൻ VT ബൽറാം, അതുപോലെ SMK തങ്ങൾ, അധ്യക്ഷം വഹിച്ച SMK തങ്ങൾ, നമ്മുടെ സലാം മാഷ്, CV ബാലചന്ദ്രേട്ടൻ, അതുപോലെ തന്നെ നമ്മുടെ വെൽക്കം സ്പീച്ച് നടത്തിയ സുമയ്യ, അതിലുപരി നമുക്ക് ഈ സൗകര്യം ഒരുക്കി തന്ന താളമണിക്ക, ഇതിന് എത്തിച്ചേർന്ന സ്റ്റുഡൻസ്, സപ്പോർട്ടേഴ്സ്, ലീഡേഴ്സ്, KSന്റെയും MSFന്റെയും നേതാക്കൾ, അതുപോലെ തന്നെ യൂത്ത് ലീഗിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതാക്കൾ തുടങ്ങിയവർക്കും, അതിലുപരി ഈ മഹനീയ സംഘടനയ്ക്ക് പിന്നിലെ അണിയറ പ്രവർത്തകരായ UDF സംഘടനാ സംവിധാനം നിയന്ത്രിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കൾക്കും ഈ പരിപാടി ധന്യമാക്കിയ എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷന്റെ അനുമതിയോടെ അവസാനിച്ചതായി പ്രഖ്യാപിക്കുന്നു. നമസ്കാരം. ഇൻഗാസിന്റെയും KMCCയുടെയും പ്രവർത്തകർ പോകരുത്, ആരും തന്നെ.
കൊണ്ട് ചോദിക്കാനും പറയാനും എന്താണ് ഇങ്ങനെ? തീർച്ചയായിട്ടും ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ മാത്രമുള്ള ഒരു കാര്യമല്ല ത്രിസാലെ സംബന്ധം. കഴിഞ്ഞ 10 വർഷവുമായിട്ട് ഞാൻ വിവിധ തലമുറകളുടെ പ്രതിനിധികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കാഴ്ചപ്പാടുകൾ